നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇപ്പോൾ ഞങ്ങൾ വിശ്വസിക്കുന്നു, ദൈവപുത്രൻ ഞങ്ങൾ വിശ്വസിക്കുകയും അതിൽ കൂടെ നിത്യജീവനെ അവനിൽ കൂടെ ഞങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ വേറൊരു യോഗത്തിനായി ഈ ഉച്ചനേരത്ത് അല്ലെങ്കിൽ ഈ വൈകുന്നേരം ഞങ്ങൾ കൂടിയിരിക്കുന്നു. ഒരു സന്ദേശത്തിന് വേണ്ടിയും ഇന്ന് രാത്രിയിൽ നീ എന്താണ് ഞങ്ങളോട് പറയുമെന്നുള്ളതിന് വേണ്ടിയും നിന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവെ, ഞങ്ങൾ അങ്ങേ വിശ്വസിക്കുകയും അവിടുത്തേക്കായി കാത്തിരിക്കുകയും ചെയ്യുന്നു. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറുമെന്ന് നീ പറഞ്ഞിരിക്കുന്നുവല്ലോ. ദൈവമേ, ഞങ്ങൾ അങ്ങേക്കായി കാത്തിരിക്കുമ്പോൾ നീ ഞങ്ങൾക്ക് ആ ചിറകടിച്ചു കയറാനുള്ള ശക്തിയെ തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഈ ജനങ്ങൾക്കായും അവർ നിന്നോട് എന്താണ് അർത്ഥമാക്കുന്നതിനും എന്നോട് എന്താണ് അവർ അർത്ഥമാക്കുന്നതിനും എന്നുള്ളതിനായി ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. പിതാവേ, അതിനുവേണ്ടി ഞാൻ നിനക്ക് നന്ദി പറയുന്നു. അവർ നിന്റെ രത്നങ്ങളാണ്. ദൈവമേ, ഇന്ന് രാത്രിയിൽ അവർക്ക് ആവശ്യമുള്ളതായ രീതിയിൽ നീ അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവിടെ രോഗികളായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് സൗഖ്യം പ്രാപിക്കാൻ ഇടയാക്കണമേ. ആരുടെയെങ്കിലും മനസ്സിൽ സംശയമുണ്ടെങ്കിൽ കർത്താവെ, അത് ശരിയാക്കി കൊടുക്കണമേ. അങ്ങയുടെ സാന്നിധ്യവും അങ്ങയുടെ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമേ. കാരണം കർത്താവെ, ഞങ്ങൾക്കത് ആവശ്യമായിരിക്കുന്നു. നീ ഞങ്ങളുടെ എല്ലാ രീതിയിലും മതിയായവനാകുന്നു. നിന്നെ കൂടാതെ ഞങ്ങൾക്ക് യാതൊന്നും ചെയ്യാൻ കഴിയുകയില്ല. നീ ഞങ്ങൾക്ക് ചെയ്തിരിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങൾക്കുമായിട്ടുള്ള ഞങ്ങളുടെ നന്ദി നീ സ്വീകരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിന്റെ അനുഗ്രഹങ്ങൾക്കായിട്ട് മുന്നോട്ട് നോക്കിക്കൊണ്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. നിങ്ങൾക്കിരിക്കാം. കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയിലത്തേതിലും ഇന്ന് ഇവിടെ ഈ ഞായറാഴ്ച രാത്രിയിൽ സ്വല്പം തണുപ്പ് കൂടുതലാണ്. അതിപ്രകാരമാക്കുന്നതിനായി വളരെ വിശ്വസ്തയോടെ പ്രവർത്തിച്ച നമ്മുടെ സഹോദരന്മാരോട് ഞാൻ വളരെ നന്ദിയുള്ളവരാണ്. അവരിൽ 2 അല്ലെങ്കിൽ 3 പേരെ എനിക്കറിയാം. സഹോദരൻ മൈക്ക് ഇങ്ങനെ അവിടെ പിന്നിലായി ഞാൻ കാണുന്നു. കൂടാതെ സഹോദരൻ മൈക്കും സഹോദരൻ സോത്മാനുമാകുന്നു. സഹോദരൻ റോയ് റോബർട്ട്സണും സഹോദരൻ വുഡ്സും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൂടാതെ അവരെല്ലാവരും അവരിവിടെയായിട്ട് വിയർത്തുകൊണ്ട് അതകത്ത് കൊണ്ടുവരുന്നതിനായി ശ്രമിക്കുന്നതിൽ കൂടെ നമുക്ക് ഈ സന്ദേശത്തെ ഇപ്പോൾ അല്ലെങ്കിൽ ഇന്ന് എടുക്കുവാൻ കഴിയുന്നു. അതിനാൽ ഞങ്ങൾ വളരെ നന്ദിയുള്ളവരാണ്. അടുത്ത ഞായറാഴ്ച രാവിലെ കർത്താവ് അനുവദിക്കുന്ന പക്ഷം ഒരു രോഗശാന്തിക്കായുള്ള യോഗവും രോഗികൾക്കായി പ്രാർത്ഥിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് അനുവദിക്കുന്നെങ്കിൽ നാം അതിനെ ഒരു രോഗശാന്തി യോഗമായി നിയുക്തമാക്കുന്നതാണ്. ഒരു കൂട്ടം തുവാലകൾ ഇന്ന് രാവിലെ ഇവിടെ ഉണ്ടായിരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിരിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. നിങ്ങൾ പ്രാർത്ഥിക്കുകയും പാടുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആ തുവാലകൾക്കായി പ്രാർത്ഥിച്ചിരുന്നു. അതിനുശേഷം ഇന്ന് രാത്രിയിൽ ഇവിടെ അതിലും കൂടുതലായിരിക്കുന്നു. അതിനാൽ ദൈവം രോഗികളെ സൗഖ്യമാക്കുന്നുവെന്ന് നാം വിശ്വസിക്കുന്നു. ധാരാളം വലിയ രോഗശാന്തിയുടെ സാക്ഷ്യങ്ങൾ നമ്മുടെ ഇടയിലും ലോകത്തെങ്ങുമായിരിക്കുകയും അതിനുവേണ്ടി നാം നന്ദിയുള്ളവരായിരിക്കുകയും ചെയ്യുന്നു. കുറച്ചുനേരം വെളിയിലായിരിക്കെ അടുത്ത ഞായറാഴ്ചത്തേക്ക് ഞാൻ ഓർത്തു, സന്ദേശത്തിനും പഠിപ്പിക്കലിനുമായിട്ട് വളരെ സമയം നാം ഉപയോഗിച്ചിരിക്കെ നമുക്കൊരു രോഗശാന്തിക്കുള്ള യോഗവും രോഗികൾക്കായുള്ള പ്രാർത്ഥനയും ഒരു നല്ല കാര്യമായിരിക്കുമെന്ന് ഞാൻ ഓർത്തു. ദൈവം നമുക്കൊരു മഹത്തായ സമയത്തെ തരുമെന്ന് നാം വിശ്വസിക്കുന്നു. നിങ്ങളിൽ പലർക്കും ഇന്ന് രാത്രിയിൽ വളരെ ദൂരം വണ്ടി ഓടിക്കേണ്ടതായിട്ടുണ്ട്. ബ്ലൂ ബാർ ലഘുഭക്ഷണശാലയിൽ വെച്ച് ഞാൻ ഒന്നിച്ചിരുന്നുകൊണ്ട് സംസാരിക്കുകയായിരുന്നു. എന്റെ വൈകിട്ടത്തെ ആഹാരം അവിടെയായിരുന്നു. വളരെയധികം നല്ല നല്ല ആളുകളുമായിട്ട് എനിക്ക് കൈപിടിച്ചു കുലുക്കാനും സംസാരിക്കാനും ഇടയായി. ഈ പള്ളിയിലേക്ക് വരുന്നവരും ഇതിനു മുമ്പ് ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ലാത്തവരുമായ ആളുകളായിരുന്നു. ഇതുപോലെയുള്ള ഈ നല്ല സുഹൃത്തുക്കൾക്ക് വേണ്ടി ഞാൻ നന്ദിയുള്ളവനാണ്. കൂടാതെ നിങ്ങൾ ഓരോരുത്തർക്കും ഞാൻ നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. അവരിൽ ചിലർ നമുക്ക് വേണ്ടി ബ്ലാക്ക്ബെറി പഴം പറിച്ചുകൊണ്ടുവന്നിട്ടുണ്ട്. ഒരാൾ നമുക്ക് ഒരു കെട്ടി പാനകം അല്ലെങ്കിൽ ശർക്കരപ്രാവായിരുന്നു അതെന്ന് എനിക്ക് തോന്നുന്നു. കൂടാതെ അതുപോലുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നിരുന്നു. അതെന്താണ് അർത്ഥമാക്കുന്നത് നിങ്ങൾക്കറിയില്ല. ഒരു രാവിലത്തേക്ക് ഞാൻ വരികയും പിന്നെ വീടിന് പുറത്തായിരിക്കുകയും ചിലപ്പോൾ അവിടെയും അങ്ങനെയെല്ലാം ആകുന്നു. കഴിഞ്ഞ ദിവസം രാവിലെ അവിടെയുള്ള ചില സഹോദരന്മാർ വാസ്തവത്തിൽ മോശമായിട്ടുള്ള തുണിയും അങ്ങനെ തുണികളും മറ്റു കാര്യങ്ങളും ഇല്ലാതിരിക്കുകയും ഞാൻ മൂലം കുറച്ച് തുണികൾ കിട്ടാനായി ആഗ്രഹിക്കുകയും ചെയ്തിരുന്നു. ഞാൻ അതിനായി ഇറങ്ങുകയും ഒരു കെട്ടി ബ്ലാക്ക്ബെറീസ് അവിടെ ഇരിക്കുന്നത് കണ്ടിട്ട് ഞാൻ സംഭ്രമിച്ചു പോയി. ഈ ബ്ലാക്ക്ബെറികൾ നിങ്ങളാണോ കൊണ്ടുവന്നതെന്ന് ഞാൻ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, അല്ല, എനിക്കതുമായിട്ട് യാതൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞു. ഞാൻ നേരം വെളുക്കുന്നതിന് മുമ്പേ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ മുതൽ അത് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അതെന്റെ ഒരു നല്ല സഹോദരനായ റൂഡൽ എനിക്ക് വേണ്ടി കൊണ്ടുവന്നതായിരുന്നു. അതിനാൽ ആ കാര്യങ്ങളെ ഞങ്ങൾ തീർച്ചയായും വിലമതിക്കുന്നു. കുറച്ചു നേരം മുമ്പ് ബില്ലി പോൾ എന്നോട് പറഞ്ഞിരുന്നു, അതായത് ഈ സഭയിൽ നിന്ന് തന്നെ എനിക്ക് വേണ്ടി ഒരു വഴിപാട് എടുത്തിരുന്നുവെന്ന്. ഞാനതിനു വേണ്ടി നിങ്ങൾക്ക് നന്ദി പറയുന്നു. നിങ്ങളത് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ നിങ്ങളുടെ ശ്രമങ്ങളെയും അതുപോലെയുള്ള കാര്യങ്ങളെയും അഭിനന്ദിക്കുന്നു. എന്നാൽ അതിന്റെ ആവശ്യമുണ്ടായിരുന്നില്ല. എന്നാൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്കറിയാമോ, വേദപുസ്തകം പറയുന്നു, എന്റെ ഈ ചെറിയ സഹോദരന്മാരിൽ ഒരുത്തിന് നിങ്ങൾ ചെയ്തിടത്തോളം എല്ലാം എനിക്ക് ചെയ്തിരിക്കുന്നു. ഞാൻ സന്ദേശത്തിൽ കൂടെ ഒരുവിധം നേരെ നിങ്ങളോട് സംസാരിക്കാറുണ്ട്.
ചില ആളുകൾക്ക് യേശു രാവിലെ അല്ലെങ്കിൽ ഇന്ന് രാത്രിയിൽ വരുമെന്നുള്ള തോന്നലിന് ഇടയാക്കാറുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനത് ചെയ്യുന്നു. ഇപ്പോൾ അവൻ അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ പറയുന്നില്ല. അവൻ അടുത്ത ആഴ്ചത്തേക്ക് വന്നില്ലെന്നിരിക്കാം. അത് ചിലപ്പോൾ അടുത്ത വർഷമായിരിക്കാം, ചിലപ്പോൾ 10 വർഷങ്ങളെടുത്തെന്നിരിക്കാം. അവൻ എപ്പോഴാണ് വരുന്നതെന്ന് എനിക്കറിയില്ല. എന്നാൽ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും മനസ്സിൽ വെക്കുക, അതായത് എല്ലാ മിനിറ്റിലും അല്ലെങ്കിൽ ഏത് മണിക്കൂറിലും നിങ്ങൾ തയ്യാറായിരിക്കുക. അതായത് അവൻ ഇന്ന് വന്നില്ലെങ്കിൽ അവൻ നാളെ ഇവിടെ ഉണ്ടായിരിക്കും. അതിനാൽ അവൻ വരുമെന്നുള്ള കാര്യം മനസ്സിൽ വെക്കുക. ഈ ഭൂമിയിലുള്ള എന്റെ അവസാനത്തെ നാഴിക ഏതാകാൻ പോകുന്നുവെന്ന് എനിക്കറിയില്ല. എനിക്ക് മാത്രമല്ല, നമുക്ക് ആർക്കും തന്നെ അറിയില്ല. നമ്മൾ ആർക്കും തന്നെ അവൻ എപ്പോഴാണ് വരുന്നതെന്നുള്ള കാര്യം അറിയില്ല. അവന് തന്നെ സ്വയം അറിയില്ല എന്ന് അവൻ അവന്റെ സ്വന്തം വാക്കുകളിൽ പറയുന്നു. അവൻ എപ്പോൾ വരുമെന്ന് പിതാവിന് മാത്രമേ അറിയുന്നുള്ളൂ എന്നവൻ പറഞ്ഞു. അവൻ എപ്പോൾ വരുമെന്ന് പുത്രന് പോലും അറിയില്ല. അത് ദൈവം അവനെ വീണ്ടും നമ്മുടെ അടുക്കലേക്ക് അയക്കുമ്പോഴാണ്. എന്നാൽ നാം അവന്റെ വരവിനായി കാത്തിരിക്കുന്നു. അവൻ എന്റെ തലമുറയിൽ വന്നില്ലെങ്കിൽ അടുത്തതിൽ വരാനിടയുണ്ട്. അതിലും അവൻ വന്നില്ലെങ്കിൽ അടുത്തതിൽ അവൻ വരും. എന്നാൽ എന്റെ സ്വന്തം അഭിപ്രായത്തിൽ ഇനിയും സമയം അവശേഷിച്ചതായി എനിക്ക് കഷ്ടിച്ചേ കാണാൻ കഴിയുന്നുള്ളൂ. എന്റെ അഭിപ്രായത്തിൽ അത് ഏത് സമയത്തും സംഭവിക്കാനിടയുണ്ട്. അതിപ്പോൾ ഒന്നും അർത്ഥമാക്കുന്നില്ല ആകാശം മാറുകയും അങ്ങനെയെല്ലാം നിങ്ങൾ കാണുമെന്ന് ഞാൻ അർത്ഥമാക്കുന്നില്ല. ആ വരവിനെ കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നത്. ഞാൻ സ്വർഗത്തിലേക്കുള്ള എടുക്കപ്പെടലിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നോക്കൂ, അവന്റെ 3 വരവാണുള്ളത്. അവൻ 3 പുത്രന്മാരുടെ പേരുകളിൽ വരുന്നു. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവിന്റെ തൃത്വത്തിൽ അവൻ വരുന്നു. നോക്കൂ, എല്ലാ സമയത്തും അത് അതേ ക്രിസ്തുവും അതേ ദൈവവും അതെല്ലാം കൂടി ഒന്നാകുന്നു. ഇപ്പോൾ അവൻ അനുഗ്രഹത്തിന്റെ 3 പ്രവൃത്തികളായ നീതീകരണം, ശുദ്ധീകരണം, പരിശുദ്ധാത്മാഭിഷേകം എന്ന കാര്യത്തെ കൊണ്ടുവരാണ് വന്നതെന്ന് നമുക്കറിയാം. ദൈവത്തിൽ എല്ലാ കാര്യങ്ങളും 3-ൽ പൂർണ്ണമാകുന്നു. അങ്ങനെ അവൻ ആദ്യമായി അവന്റെ മണവാട്ടിയെ വീണ്ടെടുക്കുന്നതിനായി വരികയും രണ്ടാമതായി മേഘങ്ങളിലേക്കുള്ള എടുക്കപ്പെടലിൽ കൂടി തന്നെ മണവാട്ടി എടുത്തുകൊണ്ടുപോവുകയും ചെയ്യും. അവന്റെ മണവാട്ടിയോടുകൂടി 3-ാമതായി രാജാവും രാജ്ഞിയുമായിട്ട് അവൻ വരും. അതിനുശേഷം അപ്പോഴാണ് വളരെയധികം ജനങ്ങൾ അവന്റെ വരവിനായി പ്രതീക്ഷിച്ചിരിക്കുന്നത്. എന്നാൽ ഈ പ്രാവശ്യം അവൻ വരുമ്പോൾ അവന്റെ വരവിന് വേണ്ടി തയ്യാറായിരിക്കുന്നവരല്ലാതെ കഷ്ടിച്ച് മാത്രമേ ആരെങ്കിലും അറിയുകയുള്ളൂ. അവിടെ കുറച്ച് ജനങ്ങളുടെ അഭാവം ഉണ്ടായിരിക്കും. അവർക്ക് എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് അറിയില്ല. ഒരൊറ്റ നിമിഷത്തിൽ തന്നെ അവർ എടുക്കപ്പെട്ടിരിക്കും. അങ്ങനെ അവർ കാണാതെയായി പോകും. പെട്ടെന്ന് കണ്ണുവെക്കുന്നതിനിടയിൽ നാം രൂപാന്തരപ്പെടും. അതുകൊണ്ട് അതിനുവേണ്ടി തയ്യാറായിരിക്കുക. ഏതെങ്കിലും ഒരു രാവിലെ സമയം നമ്മുടെ പ്രിയപ്പെട്ട ഒരുവൻ കാണാതെയായി പോകുന്നത് ഭയങ്കരമായിരിക്കും. അവരെ ആർക്കും തന്നെ കണ്ടുപിടിക്കാൻ കഴിയുകയില്ല. അത് സംഭവിച്ചു കഴിഞ്ഞിരിക്കുകയും നിങ്ങൾ അത് വിട്ടുകളയും ചെയ്തിരിക്കുന്നു എന്നറിയുന്നത് തീരെ മോശമായ ഒരു കാര്യമല്ലേ? അതുകൊണ്ട് ദൈവം മുമ്പാകെ നിന്നെ തന്നെ സൂക്ഷിച്ചുകൊള്ളുക. ഇപ്പോൾ അടുത്ത ഞായറാഴ്ചയിൽ കർത്താവ് അനുവദിക്കുന്ന പക്ഷം അടുത്ത തിങ്കളാഴ്ച, അതായത് ഈ തിങ്കളാഴ്ചയ്ക്ക് ശേഷമുള്ള ആഴ്ചയിൽ കർത്താവ് അനുവദിക്കുന്നെങ്കിൽ ഞാൻ കുടുംബത്തെ തിരികെ അരിസോണയിലേക്ക് കൊണ്ടുപോകുന്നതാണ്. അവിടെയാണ് അവർ പഠിക്കുന്നത്. അതിനുശേഷം ഞാൻ മടങ്ങി വരുന്നതാണ്. ഇപ്പോൾ അവിടേക്ക് പോകേണ്ട കാര്യമില്ല. എനിക്ക് അവിടെ യാതൊരു യോഗങ്ങളുമില്ല. ഞാൻ കഷ്ടിച്ച് അരിസോണയിലായിരുന്നുള്ളൂ. ഞാൻ മറ്റൊരിടത്തേക്ക് പോയിരുന്നു. ഞാൻ അവിടെ നിന്നും എന്റെ ഭാര്യയും എടുത്തുകൊണ്ട് അടുത്ത തിങ്കളാഴ്ചത്തേക്ക് ഞാൻ വീണ്ടും തിരികെ ഇവിടേക്ക് മടങ്ങുന്നതാണ്. ഇവിടെ നിന്ന് ഞാൻ ബ്രിട്ടീഷ് കൊളംബിയയിലേക്ക് പോകുന്നതാണ്. തിരികെ ഞാൻ കൊളറാഡോയിലേക്ക് വരുന്നതാണ്. ക്രിസ്മസിനോട് അടുത്ത സമയത്ത് ഞാൻ വീണ്ടും അരിസോണയിലായിരിക്കുന്നതാണ്. കർത്താവ് അനുവദിക്കുകയാണെങ്കിൽ കുറച്ചു നേരത്തേക്ക്, ചിലപ്പോൾ 2 അല്ലെങ്കിൽ 3 ദിവസത്തേക്ക് കുടുംബത്തോടൊപ്പം ഒത്തുചേർന്നുകൊണ്ട് ക്രിസ്മസിന്റെ അവധി ദിവസങ്ങളിൽ തിരികെ ഇവിടെ ആയിരിക്കും. പുതുവർഷത്തിൽ ഒരു യോഗത്തോടുകൂടി ഒരാഴ്ചയോളം ഇവിടെ ആയിരിക്കും. അതുകൊണ്ട് ഞാൻ പ്രാവർത്തികമായും കൂടുതലായി ഇവിടെയായിരിക്കും. ഞാൻ അവിടെ ആയിരുന്നതിലും 10 വട്ടം കൂടുതലായി ഇവിടെയായിരിക്കും. കാരണം നമുക്കൊരു പള്ളിയോ അല്ലെങ്കിൽ യോഗങ്ങളോ അവിടെ ഇല്ല. നമുക്കവിടെ യാതൊന്നും തന്നെ ഇല്ല. അതുകൊണ്ട് സഭായോഗത്തിന് യാതൊരു വഴിയുമില്ല. അതിനെക്കുറിച്ച് അത് തീരെ മോശമായ ഒരു കാര്യമാകുന്നു. നിങ്ങളുടെ മക്കൾക്ക് ഇവിടെ നിന്നും ഈ സന്ദേശങ്ങളെ കേൾക്കാൻ കഴിയുന്നത് പോലെ എന്റെ മക്കളെ ഈ സന്ദേശം കേൾക്കുന്നതിന് വേണ്ടി അയക്കുന്നതിനായി യാതൊരു സ്ഥലവുമില്ല. അതുകൊണ്ട് അതൊരു കുഴപ്പമാണ്. എന്നാൽ അവരെല്ലാം ആരോഗ്യമുള്ളവരാണ്. ഇതൊരു ഉണങ്ങിയ ചൂടോടുകൂടിയ കാലാവസ്ഥയാകുന്നു. എന്നാൽ മക്കളെല്ലാം തന്നെ ആരോഗ്യമുള്ളവരായി കാണപ്പെടുന്നു. അത് ആരോഗ്യമുള്ളതാണോ അല്ലെങ്കിൽ അല്ലയോ എന്നൊന്നും അറിയാനായി ഞാൻ അത്രത്തോളം നീണ്ട സമയം ഞാൻ അവിടെ ഉണ്ടായിരിക്കുന്നതല്ല. ഞാൻ യാത്രയിലാകുന്നു. കൂടാതെ ഞാൻ ഒരു ചുറ്റി നടക്കുന്നവനായി ജനിച്ചിരിക്കുന്നു എന്ന് ഞാൻ ഊഹിക്കുന്നു. എന്റെ ഭാര്യ എന്നെ വിളിക്കുന്നത് അവൾ ഇവിടെ ഇരിപ്പുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് പള്ളിക്ക് ശേഷം ഞാനിത് എടുക്കുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അതിനെ എന്താണ് വിളിക്കുന്നതെന്നാൽ മാറുന്ന കാറ്റ് അല്ലെങ്കിൽ വിശ്രമമില്ലാത്ത കാറ്റുകൾ അല്ലെങ്കിൽ അങ്ങനെ എന്തോ മറ്റുമാണ്. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഞാൻ എപ്പോഴും ഒരു നീക്കത്തിലാണ്. കൂടാതെ ഇപ്പോൾ ഞാൻ വിവാഹിതനായിട്ട് 22 വർഷങ്ങളായി കഴിഞ്ഞിരിക്കുകയും ചിലപ്പോൾ വീട്ടിൽ തന്നെ ഒരു അപരിചിതനാണെന്ന് എനിക്ക് തോന്നുകയും ചെയ്യുന്നു. കാരണം എനിക്ക് പോകേണ്ടിയിരിക്കുന്നു. എന്നാൽ നാം എപ്പോഴാണ് നമ്മുടെ സ്വന്തം വീട്ടിൽ എത്തിച്ചേരുന്നതെന്ന് എന്റെ സമയത്തിന് വേണ്ടി ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയിലായിരിക്കാം. അടുത്ത ഞായറാഴ്ച രാവിലെ കർത്താവ് അനുവദിക്കുന്ന പക്ഷം നിങ്ങളുടെ രോഗികളും പീഡിതരുമായിട്ടുള്ളവരെ കൊണ്ടുവരാൻ മറക്കരുത്. നേരത്തെ വന്നിട്ട് നിങ്ങളുടെ സ്ഥാനത്ത് പിടിച്ചുകൊള്ളുക. ഒരുപക്ഷെ പ്രാർത്ഥിക്കാനായി ഒരു കൂട്ടമുണ്ടായിരിക്കാം. ഞങ്ങൾക്ക് പ്രാർത്ഥനയ്ക്കുള്ള കാർഡുകൾ വിതരണം ചെയ്യേണ്ടിയിരിക്കുന്നു. അധികം ധാരാളം പേരില്ലെങ്കിൽ, അതായത് 2 അല്ലെങ്കിൽ 3 ഡസൻ ആൾക്കാരുടെ ഒരു ചെറിയ നിര മാത്രമാണ് ഉണ്ടാകുന്നതെങ്കിൽ, അല്ലെങ്കിൽ അത്രമാത്രം ജനങ്ങളില്ലെങ്കിൽ ഞങ്ങൾക്ക് പ്രാർത്ഥനയ്ക്കുള്ള കാർഡുകൾ വിതരണം ചെയ്യുന്നതല്ല. എന്നാൽ ഒരുപക്ഷെ ഞങ്ങൾ പ്രാർത്ഥനയ്ക്കുള്ള കാർഡുകൾ വിതരണം ചെയ്യുന്നതാണ്. അതുകൊണ്ട് അത് മിക്കവാറും സാധാരണയായിട്ടുള്ള യോഗത്തിന് ഏകദേശം 1 മണിക്കൂർ മുമ്പേ ആയിരിക്കും. അത് 8 അല്ലെങ്കിൽ 8:30 മണിയോളം ആയിരിക്കും അവർ പ്രാർത്ഥനയ്ക്കുള്ള കാർഡുകൾ വിതരണം ചെയ്യുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. പള്ളി തുറന്നിട്ട് പ്രാർത്ഥനയ്ക്കുള്ള കാർഡുകൾ അടുത്ത ഞായറാഴ്ച രാവിലെ കൊടുക്കുന്നു.
അപ്പോൾ നിങ്ങൾ ഇവിടെ ആയിരിക്കുമെന്നുള്ള കാര്യം തീർച്ചയാക്കുക. നിങ്ങളുടെ പ്രിയമുള്ളവരെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഇരുത്തുക. പള്ളിക്കുള്ളിൽ നല്ലതും തണുപ്പുമായിരിക്കും. അവർ രോഗികളാണെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനായി ഞങ്ങൾ എല്ലാം ചെയ്തു തരാം. നിങ്ങളുടെ സ്നേഹമേറിയ വഴിപാടിനായി വീണ്ടും ഞാൻ നന്ദി പറയുന്നു. ഇപ്പോൾ ഇന്ന് രാത്രിയിലേക്ക് നാം ദൈവത്തിന്റെ വചനത്തിൽ നിന്നും കുറച്ച് ഭാഗം വായിക്കാൻ പോകുകയാണ്. കൂടാതെ അവന്റെ വചനത്തെ നമ്മുടെ അടുക്കിലേക്ക് വീണ്ടും കൊണ്ടുവരുന്നതിനുള്ള അവന്റെ സാന്നിധ്യത്തിനായി വീണ്ടും നാം തയ്യാറായിരിക്കുക. ഒരു പുസ്തകം വായിക്കാൻ കഴിയുമെന്ന് നമുക്കറിയാം, എന്നാൽ അതിന്റെ സന്ദർഭത്തെ ദൈവത്തിന് വെളിപ്പെടുത്തേണ്ടിയിരിക്കുന്നു. നമുക്കൊരു പാഠം എടുക്കാൻ കഴിയും, എന്നാൽ ദൈവത്തിന് ആ സന്ദർഭത്തെ വെളിപ്പെടുത്തേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ യിരെമ്യാവിന്റെ പുസ്തകം 2-ാം അധ്യായത്തിലേക്ക് നാം മറിക്കുമ്പോൾ നമ്മോടൊപ്പം കർത്താവിൽ വിലയേറപ്പെട്ട ഒരു സഹോദരൻ ലീവയിൽ ഇവിടെ ഉണ്ടായിരിക്കുന്നതിൽ ഞാൻ വളരെയധികം സന്തോഷവാനാകുന്നു എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. കൂടാതെ ഇവിടെയുള്ള ആ സഹോദരന്റെ പേര് എനിക്ക് ഓർക്കാൻ കഴിയുന്നില്ല. അത് സഹോദരൻ വില്ലാഡ് റേസ് ആകുന്നു. കൂടാതെ അർക്കൻസാസിൽ നിന്നുള്ള സഹോദരന്മാരെയും ഞാൻ കാണുന്നു. സഹോദരൻ ജോണും മറ്റുള്ളവരും, കൂടാതെ പോപ്പുലർ ബ്ലോക്കിൽ ചുറ്റുപാടിൽ നിന്നും സഹോദരൻ ബ്ലെയറിനെയും ഞാൻ കാണുന്നു. കൂടാതെ സഹോദരൻ ജാക്സണും സഹോദരൻ റൂഡലും അങ്ങനെ വളരെ പേരുണ്ടായിരിക്കുന്നു. എല്ലാവരുടെയും പേരെടുത്ത് വിളിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു, എന്നാൽ എനിക്കതൊന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങളത് മനസ്സിലാക്കുന്നല്ലോ. സഹോദരൻ ബെൻ ബ്രയാൻഡ് അവിടെ ഇരിക്കുന്നത് ഞാൻ കാണുന്നു. അദ്ദേഹമാണ് സാധാരണയായിട്ടുള്ള എന്റെ ആമേന്റെ മൂല. ബെന്നിനെ എല്ലാവരും അദ്ദേഹത്തിന്റെ ശബ്ദത്താൽ അറിയുന്നു. ഒരു വട്ടം ഞങ്ങൾ കാലിഫോർണിയയിലായിരുന്നപ്പോൾ ഞാൻ അവിടെ താഴ്വരയിലുള്ള ബാപ്റ്റിസ്റ്റുകാരായ ജനങ്ങളോട് ഒരു സന്ദേശം പ്രസംഗിക്കുകയായിരുന്നു. അവിടെ അവർ ഒരു വലിയ കൂടാരമുണ്ടാക്കുകയും ധാരാളം കുലീനരായ തരത്തിൽപ്പെട്ട ബാപ്റ്റിസ്റ്റുകാർ അവിടെ ഉണ്ടായിരുന്നു. എങ്കിൽ നിന്നും ഒരു ആമേൻ എനിക്ക് കേൾക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. അവരിൽ ചില സ്ത്രീകൾ അവരുടെ മുഖത്തുള്ള ചായത്തെ തകർക്കുമെന്ന് ഭയപ്പെട്ടിരുന്നു. അതിനുശേഷം ആദ്യമായിട്ട് എന്തായിരുന്നു എന്ന് നിങ്ങൾക്കറിയാമോ? ഒരു ജോഡി കാലുകൾ ഏകദേശം ഇപ്രകാരം ഉയരുന്നത് ഞാൻ കണ്ടു. കൂടാതെ 2 വലിയ കൈകളും കറുത്ത തലമുടിയും അവിടെ കുളിക്കുകയും ആമേൻ എന്ന് ആർത്തു വിളിക്കുകയും ഇപ്രകാരം ഉച്ചത്തിൽ പറയുകയും ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ താഴേക്ക് നോക്കിയിട്ട് ചോദിച്ചു, ബെൻ, നീ എവിടെ നിന്നാണ് വരുന്നത്? അദ്ദേഹത്തിന് വാസ്തവത്തിൽ ആമേൻ കിട്ടിക്കൊണ്ടിരുന്നു. സ്വല്പം ചെറുതായി അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തെ നോക്കിയിരുന്നത് ഞാൻ കണ്ടു. അദ്ദേഹത്തിന് കറുത്ത തലമുടി സ്വല്പം നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു. എന്നാൽ അതിൽ യാതൊരു കുഴപ്പമില്ല എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമോ? അതിനെക്കുറിച്ച് വിഷമിക്കരുത്. വളരെ സമയങ്ങൾക്ക് മുമ്പ് ഞാനും അത് ചെയ്തിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ പ്രാർത്ഥിക്കാനായി മറക്കരുത്. ഇപ്പോൾ ഈ യോഗത്തിന്റെ ആത്മാർത്ഥമായ ഭാഗത്തേക്ക് നാം പ്രവേശിക്കുമ്പോൾ ഓർക്കുക, നാം ഈ വചനം വായിക്കുന്നെങ്കിൽ ദൈവം തന്റെ വചനത്തെ അനുഗ്രഹിക്കും. അത് വെറുതെ എന്റെ അടുക്കലേക്ക് മടങ്ങി വരാതെ എനിക്കിഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിക്കുകയും ചെയ്യും. കൂടാതെ വചനത്തെ വായിക്കുന്നതിൽ ഞാൻ എല്ലായ്പ്പോഴും ശരിയായിരിക്കാം എന്നെനിക്കറിയാം. ഞാൻ ദൈവത്തിന്റെ വചനത്തെ വായിക്കുമ്പോൾ ദൈവം തന്റെ വചനത്തെ ആദരിക്കും. ഇപ്പോൾ അവന്റെ വചനത്തെ ബഹുമാനിച്ചുകൊണ്ട് നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. യിരെമ്യാവ് 2-ാം അധ്യായം 12-13 വാക്യങ്ങൾ. യിരെമ്യാവ് 2-ാം അധ്യായം. Be astonished, O heavens, at this, and be horribly afraid. ആകാശമേ, ഇതെങ്കിൽ വിസ്മയിച്ച് ഭ്രമിച്ച് ഏറ്റവും സ്തംഭിച്ചു പോക എന്ന് യഹോവയുടെ അരുളപ്പാട്. എന്റെ ജനം 2 ദോഷം ചെയ്തിരിക്കുന്നു. അവർ ജീവജലത്തിന്റെ ഉറവയായ എന്നെ ഉപേക്ഷിച്ച് വെള്ളമില്ലാത്ത കിണറുകളെ, പൊട്ടക്കിണറുകളെ തന്നെ കുഴിച്ചിരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ തലകളെ വണങ്ങാം. സ്നേഹവാനായ ദൈവമേ, അവിടുത്തെ വചനം വായിച്ചിരിക്കുന്നു. നീ ആ വചനത്തെ ആദരിച്ചുകൊണ്ട് അതിന് ഉപമ അല്ലെങ്കിൽ ഉചിതമായത് ഇന്ന് രാത്രിയിൽ ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇസ്രായേലിനെ ഒരു മാതൃകയായി കടന്നുപോയ ദിവസങ്ങളെ ഞങ്ങൾ നോക്കുമ്പോൾ അവർ നിന്റെ വചനത്തെ അനുസരിച്ചപ്പോൾ നീ എന്താണ് അവരോട് ചെയ്തതെന്ന് വേദപുസ്തകം ഞങ്ങളെ പഠിപ്പിക്കുന്നത് ഞങ്ങൾക്ക് കാണാൻ കഴിയും. അതുപോലെ അവർ വചനത്തെ അനുസരിക്കാതിരുന്നപ്പോൾ നീ അവരോട് എന്ത് ചെയ്തു എന്ന് കാണുന്നു. അതിൽ നിന്ന് ഞങ്ങൾ എന്ത് ചെയ്തിരിക്കണം എന്ന് ഞങ്ങൾ അറിയുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഒരു പ്രത്യേകമായ രീതിയിൽ ഞങ്ങളോട് സംസാരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഈ ദിവസം എങ്ങനെ ഞങ്ങളെ തന്നെ സ്വയം പെരുമാറുന്നതിനായി അറിയാൻ ഇടയാക്കുകയും ചെയ്യണമേ. നാം ജീവിക്കുന്നതിനെ കുറിച്ച് ഇന്ന് രാവിലെ സമയം ഞങ്ങൾ പഠിച്ചിരുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. നിങ്ങൾക്കിരിക്കാം. I want to speak tonight on the subject for just a short time. ഇന്ന് രാത്രിയിൽ കുറച്ചു നേരത്തേക്ക് പൊട്ടക്കിണറുകൾ എന്ന വിഷയത്തിന്മേൽ ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഇസ്രായേലിയർ 2 വലിയ ദോഷം ചെയ്തു. God said they had turned from him the fountain of life. അവർ ജീവജലത്തിന്റെ ഉറവായ അവനെ ഉപേക്ഷിച്ചിട്ട് അവർക്ക് തന്നെ പൊട്ടക്കിണറുകൾ ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് ദൈവം പറഞ്ഞു. ഇപ്പോൾ അതൊരു വലിയ കാര്യമാകുന്നു. ഈ വിഷയത്തെ എടുത്ത് സംസാരിക്കുന്നതിന് വേണ്ടി ഞാൻ വിചാരിച്ചതിന്റെ കാരണം എന്താണെന്നാൽ ഞാൻ ഇന്ന് രാവിലെ എന്താണോ പറഞ്ഞിരുന്നത് അതുമായിട്ട് ഇത് താരതമ്യപ്പെട്ടു പോകും.
of the hour that we're living and the call. അത് നാം ജീവിക്കുന്നതായ സമയത്തെക്കുറിച്ചും നാം സാഹസപ്പെടുന്നതിനെ കുറിച്ചുള്ള കാരണത്തെക്കുറിച്ചുമാകുന്നു. And we look at Israel as നാം ഇസ്രായേലിനെ മാതൃകയായിട്ട് നോക്കുമ്പോൾ ദൈവം അവിടെ എന്തായിരുന്നുവോ അവൻ എല്ലായ്പ്പോഴും അത് തന്നെയായിട്ട് അപേക്ഷിക്കേണ്ടിയിരിക്കുന്നു. And there's only one thing that God ever did honor. ദൈവം എപ്പോഴെങ്കിലും ആദരിക്കുന്നതായ ഒരു കാര്യമുണ്ടെങ്കിൽ അത് ജനങ്ങൾക്ക് നിയോഗിച്ചിരിക്കുന്ന അവന്റെ സ്വന്തം വഴിയാണ്. And when they got out of that way, അവർ ആ വഴിയിൽ നിന്ന് മാറിയപ്പോൾ പിന്നെ ദൈവം അനാദരിക്കപ്പെടുന്നു. അങ്ങനെ ദൈവം ജനങ്ങളെ അവൻ പറഞ്ഞിരിക്കുന്നത് ചെയ്യുന്നതിൽ നിന്നും മാറിപ്പോയതിനാൽ അതെന്ത് തന്നെയായാലും കാര്യമില്ല, അവൻ അവരെ അതിനുവേണ്ടി കഷ്ടം അനുഭവിപ്പിച്ചു. അവൻ അവർക്കൊരു നിയമവും കൂടി കൊടുത്തിരുന്നു. തൊടരുത്, കൈകാര്യം ചെയ്യരുത്, രുചിക്കരുത്. അത് ചെയ്യുന്നത് കൊണ്ടുള്ള ദോഷത്താലല്ല, എന്നാൽ അവൻ കൽപ്പിച്ചതിനെ അനുസരിക്കാത്തതായ ദോഷത്തിന് വേണ്ടിയായിരുന്നു. ശിക്ഷ കൂടാതെ ഒരു നിയമവും ഒരിക്കലും ഉണ്ടാകുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ശിക്ഷയില്ലെങ്കിൽ പിന്നെ അതിനൊരു പിഴയില്ലെങ്കിൽ പിന്നെ നിയമം അത്രയും കാര്യമുള്ളതായിരിക്കില്ല, അത് നിയമമാകുന്നു. അവർ പണ്ട് എന്താണോ ചെയ്തിരുന്നത് അത് ഇന്ന് നാം എന്താണ് ചെയ്യുന്നത്, സഭയിലെ ജനങ്ങൾ എന്താണ് ചെയ്യുന്നത് അതുമായി താരതമ്യപ്പെട്ട് കാണുന്നു. ഇവിടെ ഒരു അപരിചിതമായ കാര്യം നാം കാണുന്നു. അവർ കിണറുകളെ പൊട്ടക്കിണറുകളെ തന്നെ കുഴിച്ചിരിക്കുന്നു എന്ന് അവൻ പറഞ്ഞപ്പോൾ ചിലർക്ക് അത് വളരെ അപരിചിതമായിട്ടുണ്ടെന്നിരിക്കാം. ചിലപ്പോൾ നിങ്ങളിൽ പലർക്കും ഒരു കിണർ എന്താണെന്ന് വെച്ചാൽ അറിയില്ലായിരിക്കാം. ഒരു കിണർ എന്താണെന്ന് വെച്ചാൽ എത്ര പേർക്കറിയാം? കൊള്ളാം, മിക്കവാറും എല്ലാവർക്കും തന്നെ അറിയാം. നിങ്ങളൊരു കൃഷിക്കാരന്റെ വീട്ടിലാണ് വളർത്തപ്പെട്ടതെങ്കിൽ ഒരു കിണർ എന്ന് വെച്ചാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഞാൻ അതുപോലെയുള്ള ഒന്നിൽ നിന്നും ധാരാളം മൂട്ടകളെ കുടിച്ചതായി ഞാൻ ഓർക്കുന്നു. അതിനാൽ ഒരു കിണർ എന്താണെന്ന് എനിക്കറിയാം. ഈ ദേശത്തെ ഒരു കുറ്റിക്കാട്ടിലെ വള്ളിക്കുടിൽ പ്രസംഗിച്ചിട്ട് അവിടെ ഒരു വലിയ ടാറ് തേച്ച കിണർ വെള്ളം അവിടെ മഴയത്ത് വെച്ചിരുന്നു. അത് സ്വല്പം പഴകി കഴിഞ്ഞിരുന്നു. രാത്രിയിൽ മൂട്ടകൾ അതിൽ കടക്കുമായിരുന്നു. അതുകൊണ്ട് കിണറ്റിലെ വെള്ളം എന്താണെന്ന് എനിക്കറിയാം. ഒരു കിണർ എന്ന് പറയുന്നത് ഒരു ഉറവയുടെ സ്ഥാനത്ത് എടുക്കുന്നതിന് വേണ്ടി മണ്ണിൽ കുഴിച്ച ഒരു സംഗതിയാകുന്നു. ഉറവയില്ലാത്തിടത്ത് ജനങ്ങൾ ഒരു കിണർ ഉണ്ടാക്കുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഒരു കിണർ എന്ന് പറയുന്നത് മനുഷ്യനിർമ്മിതമായ ഒരു ടാങ്കോ അല്ലെങ്കിൽ മനുഷ്യനിർമ്മിതമായ മണ്ണിൽ കുഴിച്ച ഒരു കുളമോ ആണ്. അത് മനുഷ്യർ വെള്ളമെടുക്കുന്നതിനായിട്ട് കുഴിച്ചിട്ട് അത് ഉപയോഗിക്കുന്നു. ചിലർ അതിനെ കഴുകുന്നതിന് വേണ്ടിയും ചിലർ അതിനെ കുടിക്കുന്നതിനും അങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ ചിലപ്പോൾ ഉപയോഗിച്ചെന്നിരിക്കാം. ചിലപ്പോൾ നമ്മൾക്ക് കിട്ടുന്ന വെള്ളം ഒരു കിണറ്റിൽ നിന്നായിരിക്കാം. കിണറ്റിൽ നിന്നും വെള്ളം കയറ്റുന്നതിനായ ഒരു പഴയ കാര്യമുണ്ടായിരുന്നത്, അതായത് കറക്കി 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 അതിൽ നിന്നും വെള്ളം മുകളിൽ കൊണ്ടുവരുമായിരുന്നു. കിണറ്റിൽ നിന്നും വെള്ളത്തെ അടിച്ചു പുറത്താക്കാൻ അതിൽ ചെറിയ ചെറിയ തൊട്ടികൾ ഉണ്ടായിരിക്കുന്നു. ഒരു ഉറവിൽ നിന്നും വ്യത്യസ്തമായ ഒരു കാര്യം ഒരു കിണറ്റിനുള്ളതിനെ കുറിച്ച് നാം ശ്രദ്ധിക്കുന്നു. ഇപ്പോൾ ഒരു കിണറിന് വറ്റിപ്പോകാനിടയുണ്ട്. ഒരു കിണറിന് അതിനെ തന്നെ സ്വയമായി നിറയ്ക്കാൻ പറ്റില്ല. അത് ആശ്രയിക്കാവുന്നതായ ഒരു കാര്യമല്ല. നിങ്ങൾക്ക് ഒരു കിണറിന്മേൽ ആശ്രയിക്കാൻ കഴിയുന്നതല്ല. അതിന് സ്വയമായി തന്നെ ചൂട് സമയത്ത് പെയ്യുന്ന മഴയ്ക്കായും തണുപ്പ് സമയത്ത് മഴയ്ക്കായും അങ്ങനെ എപ്പോഴുള്ളതിനായിരുന്നാലും അതിനോട് ആശ്രയിക്കുകയും അവലംബിക്കുകയും ചെയ്തിരിക്കേണ്ടിയിരിക്കുന്നു. സാധാരണയായിട്ട് തണുപ്പ് കാലത്ത് മഞ്ഞും മഴയും വരുമ്പോൾ ആ വെള്ളം കിണറ്റിലേക്ക് ഒഴുകുന്നു. അങ്ങനെ അതിന് വെള്ളം കിട്ടുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് വെള്ളം ഉണ്ടായിരിക്കുകയില്ല. അതെല്ലാമായിട്ട് ഉണങ്ങിപ്പോകുന്നു. അതിനെ തന്നെ വീണ്ടും നിറയ്ക്കാൻ കഴിയുന്നില്ല. ആ പഴയ കിണറിന് സ്വയമായിട്ട് അതിനെ നിറയ്ക്കാൻ കഴിയുന്നില്ല. മഴ പെയ്യുന്നതിൽ കൂടെ അത് നിറഞ്ഞു കിട്ടുന്നു. ഒരു കിണറിനെ കുറിച്ച് വേറൊരു കാര്യം കൂടി നിങ്ങൾ കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സാധാരണയായി നമ്മൾ കാണുന്നതും അല്ലെങ്കിൽ നമുക്കിവിടെ ഉള്ളതിന്റെ രീതിയും, സാധാരണയായിട്ട് കളപ്പുര ഏകദേശം വീടിന്റെ സൈസിനെക്കാട്ടിലും ഇരട്ടി വലുതായിരിക്കുന്നതിനാൽ കളപ്പുരയിൽ നിന്നും വെള്ളം സാധാരണ കിണറ്റിലേക്ക് പോകുന്നു. അവിടെയുള്ള ആ പഴയ കിണറ്റിലേക്ക് ഒഴുക്കുവെള്ളത്തിന്റെ പൈപ്പുകൾ കളപ്പുരയ്ക്ക് ദൂരെയായിട്ട് വിട്ടിരിക്കുന്നത് ഞാൻ ഓർക്കുന്നു. അത് കളപ്പുരയിൽ നിന്ന് നിറയുന്നു. അതിനുശേഷം വെള്ളം കളപ്പുരയുടെ മേൽത്തട്ടിൽ നിന്നും കൊണ്ടുപോകുന്നു. അവിടെ എല്ലാ മൃഗങ്ങളും ആ ഉറച്ച അങ്കണത്തിൽ കൂടെ കാലുവെക്കുകയും ഉണക്ക സമയത്ത് കളപ്പുരയുടെ അങ്കണത്തിലെ അഴുക്കെല്ലാം ഈ കളപ്പുരയുടെ മുകളിൽ കൂടി കടന്നു വരികയും ചെയ്യുന്നു. അതിനുശേഷം വെള്ളം വന്നിട്ട് മേൽത്തട്ടിൽ നിന്നും അതെല്ലാം കൂടി കഴുകി ഒരു മനുഷ്യനിർമ്മിതമായ തൊട്ടിയിലാകുകയും അതിനുശേഷം അതൊരു മനുഷ്യനിർമ്മിതമായ നീർക്കുഴിയിലാകുകയും അതിനുശേഷം അവിടെ നിന്നും ഒരു മനുഷ്യനിർമ്മിതമായ കിണറ്റിലേക്കുമായി തീരുന്നു. അങ്ങനെ നിങ്ങൾക്ക് അതെല്ലാം കൂടി ഒരു കുഴക്കത്തല്ല കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്കൊരു കിണർ കിട്ടുമ്പോൾ എന്താണ് കിട്ടുന്നതെന്ന് എനിക്കറിയില്ല. അതെ സാറേ, അതെല്ലാം മനുഷ്യനിർമ്മിതവും അതിനെത്രയും അഴുക്കായി കഴിയുമോ അത് അത്രയും അഴുക്കുമാകുന്നു. നിങ്ങൾക്കറിയാമോ, അങ്ങനെയുള്ള ഒന്നിൽ ഒരു അരിപ്പ് തുണി ഉണ്ടാക്കിയിരിക്കുന്നു. അതെന്തായിരിക്കുന്നുവെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ? ആ കളപ്പുരയുടെ ചുറ്റുപാടിൽ നിന്നുമുള്ള എല്ലാ മൂട്ടകളെയും അതുപോലെയുള്ള കാര്യങ്ങളെ പിടിക്കുന്നതിനായി നിങ്ങൾക്ക് തുണി കൊണ്ടുള്ള ഒരു അരിപ്പ് ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. അത് ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് ഒഴുകിയിട്ട് കിണറ്റിലേക്ക് വീഴുന്നു.
അതിനുള്ള അഴുക്കും മറ്റു കാര്യങ്ങളും പിടിക്കുന്നതിനായി അതിൽ ഞങ്ങൾ തുണി കൊണ്ടുള്ള ഒരരിപ്പ ഉണ്ടാക്കി ഉപയോഗിച്ചിരിക്കുന്നു. കാരണം അത് ശരിക്കുള്ള അഴുക്കിനെ പിടിക്കുകയും അതിലേക്ക് വീഴുന്നതായ വലിയ വസ്തുക്കളെ പിടിക്കുകയും ചെയ്യുന്നു. മൂട്ട അതിലേക്ക് വീണെന്നിരിക്കാം, എന്നാൽ മൂട്ടയുടെ നീര് വെള്ളത്തോടൊപ്പം അതിലായിരിക്കുന്നു. അങ്ങനെ നിങ്ങൾക്കൊരു പഴയ കിണറുണ്ടെങ്കിൽ അതെല്ലാം കൂടി വാസ്തവമായിട്ടും ഒരു വൃത്തികെട്ടതായിരിക്കും ഉണ്ടായിരിക്കുക. കുറച്ച് ദിവസത്തേക്ക് നിങ്ങൾ വെള്ളം അതിൽ തന്നെ തങ്ങി നിൽക്കാൻ ഇടയാക്കുക, അത് മന്ദിച്ചു കഴിഞ്ഞിരിക്കും. നിങ്ങളൊരു കിണറ്റിൽ വെള്ളം കെട്ടി നിർത്തുക, അത് മന്ദിച്ചു പോകും. അതിൽ നിറയെ തവളയും പല്ലിയും പാമ്പുമായി തീരും. ഞങ്ങൾ അതിനെ അങ്ങുമിങ്ങും ആടുന്ന വാലുകളെന്ന് വിളിക്കുന്നു. ചെറിയ എനിക്കറിയില്ല, അതൊരു പരിജീവിയല്ല. നിങ്ങൾ എന്താണ് അതിനെ വിളിക്കുന്നതെന്ന് എനിക്കറിയില്ല. എന്നാൽ എന്തോ ചെറിയ സംഗതികൾ വെള്ളത്തിൽ കടന്നുകൂടുന്നു. അതിനെ ഞങ്ങൾ ചലിക്കുന്ന വാലുകളെന്ന് വിളിക്കുന്നു. അതെന്താകുന്നുവെന്ന് നിങ്ങൾക്കറിയാം. ഞാൻ എന്തിനെ കുറിച്ചാണ് പറയുന്നതെന്ന് എത്ര പേർക്കറിയാം? ഓ, തീർച്ചയായും നാട്ടുകാരായ നിങ്ങൾക്കതിനെ അറിയാം. അത് മുഴുവൻ കെട്ടിക്കിടന്ന് മന്ദിച്ചതിന് ശേഷം ഈ മന്ദതയുടെ ഇഷ്ടക്കാർ അതിലേക്ക് കടന്നു വരുന്നു. യഥാർത്ഥത്തിൽ അത് വരുന്നത് എന്തുകൊണ്ടാണെന്നാൽ അത് കെട്ടിക്കിടന്ന് മന്ദിച്ചു കഴിഞ്ഞതിനാലാണ്. അത് മന്ദിച്ചു കഴിഞ്ഞിരിക്കുന്നതിനാൽ ഇതുപോലെയുള്ള മന്ദിച്ച കാര്യങ്ങളെ ഇഷ്ടപ്പെടുന്ന മൃഗങ്ങളെ അത് ആകർഷിക്കുന്നു. അതിന് നമുക്കുള്ളതായി ധാരാളമായ സഭകളെ പോലെയാണ്. നാം അതിനെ വിട്ടിരിക്കുന്നതിനായി ഞാൻ വിചാരിക്കുന്നു. ഇസ്രായേൽ പണ്ട് ജീവന്റെ ഉറവയായ അവനെ ഉപേക്ഷിച്ചിട്ട് തങ്ങൾക്ക് തന്നെ കിണറുകൾ കുഴിച്ചതുപോലെ ഇന്ന് സഭ ചെയ്തിരിക്കുന്ന ഒരു വലിയ പാപം എന്നത് അവനെ വിട്ടുകളഞ്ഞിരിക്കുന്നതാണ്. അതങ്ങനെയായിട്ട് ഈ രീതിയിലുള്ള വെള്ളത്തെ ഇഷ്ടപ്പെടുന്നവരുടെ ഒരു വാസസ്ഥലമായിരിക്കുന്നു. പല്ലികളും തവളകളും അങ്ങനെ എല്ലാ രീതിയിലുമുള്ള അശുദ്ധ പ്രാണികളും അതിൽ ജീവിക്കുന്നു. കാരണം അതൊരു മനുഷ്യനിർമ്മിതമായ കുളമാകുന്നു. ഈ കുളങ്ങളിൽ ഈ കാര്യങ്ങൾ വസിക്കുന്നത് ഇന്നത്തെ നമ്മുടെ സംഘടിത സമുദായങ്ങളുടെ ഒരു സമ്പൂർണമായ ഉദാഹരണമാണ്. സഹോദരൻ, വേണം നിങ്ങൾ ഈ ജനങ്ങളെ ഇത്രയും കഠിനമായിട്ട് പ്രഹരിക്കുന്നത് എന്താണെന്ന് ഇപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം. അത് പ്രഹരിക്കേണ്ടിയിരിക്കുന്നു. അത് പ്രഹരിക്കപ്പെടേണ്ടിയിരിക്കുന്നു. അതിൽ നിന്ന് ഓടിക്കൊള്ളുക. എന്തുകൊണ്ടെന്നാൽ അവസാനം മൃഗത്തിന്റെ മുദ്ര അതുണ്ടാക്കും. ഓർക്കുക, അത് സത്യമാണ്. അത് മൃഗത്തിന്റെ മുദ്രയായിരിക്കും. സഭാ സമുദായങ്ങൾ നേരെ അതിലേക്ക് നിങ്ങളെ നയിക്കും. അത് നേരെ ഇപ്പോൾ അതിന്റെ വഴിയിലേക്കായിട്ട് ഒരു ശക്തിയാൽ അതിനെ നിർബന്ധിക്കുകയും ചെയ്യുന്നു. പഴയ റോമ സാമ്രാജ്യത്തിലേക്ക് നോക്കുക. അത് തന്നെയാണ് യഥാർത്ഥമായിട്ടും അവരെ ഈ സ്വധർമ്മ ത്യാഗത്തിന്റെ മുദ്രയിലേക്ക് അവരെ നയിച്ചത്. മൃഗത്തിന്റെ മുദ്രയില്ലാതെ ഒരു മനുഷ്യനും കൊടുക്കുവാനോ വാങ്ങിക്കുവാനോ കഴിയുകയില്ലെന്ന് നാം കാണുന്നു. അവനതുണ്ടായിരിക്കേണ്ടിയിരിക്കുന്നു. ഈ ഭൂമിയിൽ രണ്ടു തരത്തിൽപ്പെട്ട ആളുകൾ ഉണ്ടായിരിക്കുകയുള്ളൂ. ദൈവത്തിന്റെ മുദ്രയുള്ളവരും മൃഗത്തിന്റെ മുദ്രയുള്ളവരുമാകുന്നു. രണ്ടു തരത്തിലുള്ളവർ മാത്രം. അതുകൊണ്ട് നിങ്ങൾക്കതിൽ ഒന്നിൽ അല്ലെങ്കിൽ മറ്റൊന്നിലായിരിക്കേണ്ടിയിരിക്കുന്നു. അതൊരു സ്വധർമ്മ പരിത്യാഗവും ഒരു മതത്തിന്റെ അടയാളവും സ്വമതത്യാഗത്തിന്റെ മതവുമായിരിക്കും. അതിപ്പോൾ മൃഗത്തിനൊരു പ്രതിമയുണ്ടാക്കാൻ പോകുകയാണ്. നാം അതിനെ പഠിക്കുമ്പോൾ ആ മൃഗം എന്നത് റോമായിരുന്നുവെന്നും ആകുന്നുവെന്നും എല്ലായ്പ്പോഴും ആയിരിക്കുന്നുവെന്നും നാം കാണുന്നു. തീർച്ചയായും റോമിന് മറ്റെന്തെങ്കിലും ആയിരിക്കാൻ യാതൊരു വഴിയുമില്ല. റോം എന്താണ് ചെയ്യുക? അത് വിഗ്രഹാരാധനയുടെ റോമിൽ നിന്നും പോപ്പിന്റെ റോമായും പരിവർത്തനം പ്രാപിച്ചിട്ട് ഒരു സമ്പ്രദായത്തെ രൂപീകരിച്ചിരിക്കുന്നു. ഒരു വിശ്വജനീയമായ സമ്പ്രദായമായിട്ട് അതെല്ലാവരെയും കൂടി ആ മതത്തിലേക്കാകുവാനായി നിർബന്ധിക്കുകയും അല്ലാത്ത പക്ഷം കൊന്നുകളയുകയും ചെയ്യുന്നു. ഒരു കുഞ്ഞാടിനെ പോലെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഈ രംഗത്ത് പ്രത്യക്ഷപ്പെടുന്നത് ഒരു വിചിത്രമായ കാര്യമാകുന്നു. ആ കുഞ്ഞാടിന് 2 കൊമ്പുകൾ ഉണ്ടായിരുന്നു. അത് ആഭ്യന്തരവും സഭാ സംബന്ധമായ അധികാരവുമാകുന്നു. അതൊരു കുഞ്ഞാടായിരിക്കുമ്പോൾ കുറച്ചു നേരത്തിന് ശേഷം അത് മഹാസർപ്പം പോലെ സംസാരിക്കുകയും അത് ഒന്നാമത്തെ മൃഗത്തിന്റെ മുമ്പാകെ അതിന്റെ അധികാരമെല്ലാം നടത്തുന്നതായി നാം കാണുന്നു. കൂടാതെ നമുക്ക് മൃഗത്തിനൊരു പ്രതിമയുണ്ടാക്കാനായി അവർ പറയുന്നതായി വേദപുസ്തകം നമ്മോട് പറയുന്നത് നമുക്ക് കാണാം. ഒരു പ്രതിമ എന്നത് എന്തോ ഒന്നിന്റെ അതേപോലെയുള്ള വേറെന്തോ ഒരു രൂപമാണ്. നമുക്കതിപ്പോൾ തന്നെ സ്വമതത്യാഗത്തിന്റെ അവസ്ഥയിൽ കാണാൻ കഴിയുന്നു. സഭകളുടെ ലോകസമിതി രൂപീകരിക്കുന്നു. അത് റോമിന്റെ ശക്തിയുടെ പ്രതിമയാകുന്നു. അത് വിഗ്രഹാരാധനക്കാരായ റോം അല്ലെങ്കിൽ പോപ്പിന്റെ റോം ചെയ്തതുപോലെ ജനങ്ങളെ അതേ കാര്യത്തിലേക്ക് നിർബന്ധിക്കുന്നു. അതുകൊണ്ട് അവിടെ വേറെ യാതൊരു വഴിയുമില്ല, വേറെ യാതൊരു കാര്യവുമില്ല. എന്നാൽ അത് സത്യമാകുന്നു. അതുകൊണ്ടാണ് ഞാൻ എന്റെ കാലഘട്ടത്തിൽ എന്റെ സമയത്ത് അതിനെ പ്രഹരിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ അത് പ്രഹരിക്കപ്പെടേണ്ടിയിരിക്കുന്നു. എന്റെ ജനമായുള്ളവരെ, അവളുടെ പാപങ്ങളിൽ കൂട്ടാളികളാകാതെ അവളെ വിട്ടുപോരുവീൻ എന്ന വിളി വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഞാനതിനെ ഈ അഴുക്കേറിയ വൃത്തികെട്ട കിണറുകളോട് സാമ്യപ്പെടുത്തുന്നു. അവൻ ജീവന്റെ ഉറവിടമാകുന്നു. അവൻ ജീവജലമാകുന്നു.
മനുഷ്യർ അതിനെ ഉപേക്ഷിച്ചിട്ട് അവർക്ക് വേണ്ടി സ്വയം കിണറുകൾ കുഴിക്കുന്നു. അതിന് അഴുക്ക് മാത്രമേ പിടിക്കാൻ കഴിയുകയുള്ളൂ. അതൊരൊറ്റ കാര്യം മാത്രമാണ് അതിന് പിടിക്കാൻ കഴിയുന്നത്. അത് തന്നെയാണ് സഭാ സംഘടനാ സിദ്ധാന്തവും ചെയ്യുന്നത്. അത് അതോടൊപ്പം വരുന്ന എല്ലാ കാര്യങ്ങളെയും പിടിക്കുകയും അതിൽ ചേരാൻ ആഗ്രഹിക്കുകയും ചെയ്യിപ്പിക്കുന്നു. അതിൽ കുറച്ച് കാശോ അല്ലെങ്കിൽ ഒരു പ്രത്യേക രീതിയിൽ അവർക്ക് വസ്ത്രം ചെയ്യാം എന്നുള്ളതോ ഉണ്ടെങ്കിൽ അവർ അതെടുക്കാൻ ആഗ്രഹിക്കുന്നു. അതാരായാലും എവിടെ നിന്ന് വരുന്നതായാലും അതൊരു കാര്യമല്ല. എങ്ങനെയായാലും അവർ അവരെ എടുക്കുന്നു. ഇപ്പോൾ നാം വീണ്ടും കാണുന്നു, അതായത് ഈ മൃഗത്തിന്റെ മുദ്ര ഇവിടെയായിരുന്നു രൂപീകരിക്കപ്പെട്ടത്. അമേരിക്ക എന്നത് 13ാം സംഖ്യയാകുന്നു. അത് ജനിച്ചത് തന്നെ 13 കോളനിയോട് കൂടിയായിരുന്നു. അതിന് 13 നക്ഷത്രങ്ങളോടും 13 വരയോടും കൂടി ഒരു കൊടിയുണ്ട്. കൂടാതെ അത് വെളിപാടിന്റെ 13ാം അധ്യായത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. കൂടാതെ അമേരിക്ക എല്ലായ്പ്പോഴും ഒരു സ്ത്രീയെ നമ്മുടെ നാണയങ്ങളിൽ പ്രതിനിധീകരിച്ചിരിക്കുന്നു. കൂടാതെ ഇന്ത്യൻ ഹെഡിന്റെ ആകൃതി പോലും ഒരു നാണയത്തിൽ സ്ത്രീയുടെ ആകൃതിയിലാണ്. നമുക്കതറിയാം, അതിന്റെ ചരിത്രവും അറിയാം. എല്ലാ കാര്യങ്ങളും, ലിബർട്ടി ബെല്ലും എല്ലാ മോചനത്തിന്റെ പ്രതിമയും എല്ലാം ഒരു സ്ത്രീയാകുന്നു. ഒരു സ്ത്രീയും 13ാം അംഗവും നോക്കൂ. ഈ കാര്യങ്ങളെ നോക്കുന്നത് ഇപ്പോൾ വളരെ മനോഹരമായ ഒരു കാര്യമാണ്. ദൈവത്തിൽ നിന്നുള്ള വെളിപാടിനാൽ അല്ലെങ്കിൽ 1933 ഉണ്ടായ ഒരു ദർശനത്താൽ അന്ത്യനാളുകൾക്ക് മുമ്പ് 7 കാര്യങ്ങൾ സംഭവിക്കുമെന്ന് ഞാൻ മുൻകൂട്ടി പറഞ്ഞിരുന്നു. അവയിലൊന്ന് മുസോളിനി ഒരു ഏകാധിപതിയായി തീരുമെന്നതായിരുന്നു. കൂടാതെ അവൻ എത്യോപ്യയുടെ മേൽ ആക്രമണം നടത്തിയിട്ട് എത്യോപ്യയെ പിടിച്ചെടുക്കുമെന്നുള്ളതായിരുന്നു. അവന്റെ പിടിയിൽ തന്നെ അവൻ വീഴുപോകും എന്ന് ആത്മാവത് പറഞ്ഞു. പഴയ സമയത്തുള്ളവരായ ആരെങ്കിലും ഇപ്പോഴും ഈ ടാബർനക്കിളിൽ ഉണ്ടെങ്കിൽ വളരെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് റെഡ്മാൻസ് ഹാളിൽ വെച്ച് ഞാനത് പ്രസംഗിക്കുമ്പോൾ പറഞ്ഞത് ഓർക്കുന്നുണ്ടായിരിക്കും എന്ന് ഞാൻ അതിശയപ്പെടുന്നു. ഞാനത് പഴയ റെഡ്മാൻസിന്റെ ഹാളിൽ വെച്ച് പ്രസംഗിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്നവർ ആരെങ്കിലും ഒരാൾ ഈ കെട്ടിടത്തിൽ ഇന്ന് രാത്രി അവശേഷിച്ചിട്ടുണ്ടോ? അവർക്ക് NRA വെളിയിലായത് അത് റൂസ്വെൽറ്റിന്റെ ആദ്യത്തെ കാലയളവിലായിരുന്നു. ആ സമയത്ത് ഒരൊറ്റയാൾ പോലും ഇവിടെ ഇല്ല എന്ന് ഞാൻ ഊഹിക്കുന്നു. ആരെങ്കിലും അവിടെയുണ്ടോ? അതെ അതെ അതെ, ഒരാളുണ്ട്. ശരിയാണ്, ശ്രീമതി വിൽസൺ ആകുന്നു അത്. ഞാൻ അവരെ ഓർക്കുന്നുണ്ട്. എന്റെ ഭാര്യ പിന്നിലായി അവിടെ ഇരിപ്പുണ്ട്. ആ ദിവസത്തെ പഴയ തലമുറയിൽ നിന്നും 2 പേർ അവശേഷിച്ചിരിക്കുന്നു. അതായത് ഈ NRA ആണ് മൃഗത്തിന്റെ അടയാളം എന്നവർ പറഞ്ഞപ്പോൾ അതിന് ഇതുമായിട്ട് യാതൊന്നും തന്നെ ചെയ്യുവാനില്ല എന്ന് ഞാൻ പറഞ്ഞു. മൃഗത്തിന്റെ മുദ്ര ഇവിടെ നിന്നും വരുന്നില്ല, അത് റോമിൽ നിന്നും വരുന്നു. അതിന് മൃഗത്തിന്റെ മുദ്രയായിരിക്കാൻ കഴിയുകയില്ല. കൂടാതെ ഇപ്പോൾ ഓർക്കുക, ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിയപ്പെട്ടിരിക്കുന്നു. അഡോൾഫ് ഹിറ്റ്ലർ രഹസ്യമായ ഒരു അവസാനത്തിൽ വന്നെത്തുമെന്ന് പറഞ്ഞിരുന്നു. അവൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സുമായിട്ട് യുദ്ധം പ്രഖ്യാപിക്കും. അവർ ഒരു വലിയ കോൺക്രീറ്റ് കൊണ്ടുള്ള ഒരു സംഗതി ഉണ്ടാക്കുകയും അതിൽ താമസിക്കുകയും ചെയ്യും. അവിടെ വെച്ച് തന്നെ അമേരിക്കക്കാർ അതിലൊരു ഭയാനകരമായ തോൽവിയെടുക്കും. അത് സിഗ്ഫ്രീഡ് ലൈൻ ആയിരിക്കുകയും അത് പണിയുന്നതിന് പോലും 11 വർഷങ്ങൾക്ക് മുമ്പുമായിരുന്നു. എന്നിട്ട് പറഞ്ഞു, എന്നാൽ അവൻ ഒരു അവസാനത്തിലെത്തുകയും അമേരിക്ക യുദ്ധത്തിൽ ജയിക്കുകയും ചെയ്യും. അതിനുശേഷം അത് പറഞ്ഞു, അതായത് 3 സിദ്ധാന്തങ്ങൾ ഉണ്ടായിരിക്കും. അത് നാസിസവും ഫാസിസവും കമ്മ്യൂണിസവുമാകുന്നു. അതെല്ലാം കൂടി കമ്മ്യൂണിസത്തിൽ ഒരുമിച്ച് കൂടുകയും റഷ്യ അതെല്ലാം കൂടി കമ്മ്യൂണിസത്തിൽ എടുക്കുകയും ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു. അതിനുശേഷം ശാസ്ത്രം വളരുകയും മനുഷ്യർ അത്രമാത്രം വിവേകികളാകുകയും ചെയ്തിട്ട് അവൻ വളരെ കാര്യങ്ങളെ കണ്ടുപിടിക്കുകയും അതത്രയുമായിട്ട് അവൻ മുട്ടയുടെ ആകൃതിയിലുള്ള ഒരു വാഹനം ഉണ്ടാക്കുകയും ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു. അതിന് മുകളിൽ ഒരു കണ്ണാടിയും അത് സ്റ്റിയറിംഗിന്റെ ചക്രമല്ലാതെ വേറെ എന്തോ ശക്തിയാൽ നിയന്ത്രിക്കപ്പെട്ടുമിരിക്കും. അങ്ങനെ അവർക്ക് ആ കാർ കിട്ടിയിരിക്കുന്നു. അതിനുശേഷം നമ്മുടെ സ്ത്രീകളുടെ സദാചാരം കെട്ടുപോയിട്ട് അത് അത്രമാത്രം അബദ്ധപ്പതിക്കുകയും അത് ദേശത്തിനൊരു അപമാനമാകാൻ പോവുകയുമാണെന്ന് പറഞ്ഞു. അവർ പുരുഷന്റെ വസ്ത്രങ്ങൾ ധരിക്കാൻ പോവുകയാണ്. അവർ അവരുടെ വസ്ത്രങ്ങൾ ഊരിക്കളഞ്ഞിട്ട് അവരുടെ അടിവസ്ത്രങ്ങൾ മാത്രമായിട്ട് കടന്നു വരാൻ പോവുകയാണ്. അത്രമാത്രം. അങ്ങനെ അവസാനം അവർ ഒരു അത്തിയില മാത്രം ധരിക്കുന്ന അവസ്ഥയിൽ എത്തിച്ചേരും. നിങ്ങൾ കഴിഞ്ഞ മാസത്തെ ലൈഫ് മാഗസിനിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ അത്തിയിലകളോട് കൂടി ഒരു സ്ത്രീ അതിലുണ്ടായിരുന്നു. അത് പുതിയ വൈകിട്ടത്തെ ഫ്രോക്കോ അല്ലെങ്കിൽ കുപ്പായമോ അങ്ങനെ എന്തോ ഒന്ന് വൈകിട്ട് ധരിക്കുന്നതാണ്. മറുപുറം കാണാവുന്നതും അതിൽ കൂടി വ്യക്തമായി കാണാവുന്നതുമാണ്. ഈ അത്തിയിലകൾ അവളുടെ ശരീരത്തിലെ ആ പ്രത്യേക സ്ഥാനത്തെ മറയ്ക്കുന്നു എന്ന് മാത്രം. ചരട് കൊണ്ട് ബന്ധിക്കാത്തതോ അല്ലെങ്കിൽ ചരടില്ലാത്തതുമായ കുളിക്കുന്ന വസ്ത്രങ്ങളുമായി അതിന്റെ മുകളിൽ ശരീരത്തെ അവൾ തുറന്നു കാട്ടുന്നു. അങ്ങനെ എപ്രകാരം ഈ കാര്യങ്ങളെല്ലാം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിനുശേഷം ഞാൻ പറഞ്ഞു, ഒരു വലിയ രാജ്ഞിയെ പോലെ അല്ലെങ്കിൽ എന്തോ ആയിട്ട് ഒരു സ്ത്രീ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ നിൽക്കുന്നത് ഞാൻ കണ്ടിരുന്നു. അവൾ കാഴ്ചയ്ക്ക് മനോഹരിയും എന്നാൽ അവളുടെ ഹൃദയത്തിൽ ദുഷ്ടയുമായിരുന്നു. അവൾ രാജ്യത്തെ അവൾ പറയുന്നത് പോലെ ചൂടുവെപ്പിച്ചിരുന്നു. അതിനുശേഷം ഞാൻ പറഞ്ഞു, അവസാനമായിട്ട് അവൻ എന്നോട് തിരികെ കിഴക്കോട്ട് വീണ്ടും നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ അത് കാഴ്ചയ്ക്ക് ലോകം പൊട്ടിത്തെറിക്കപ്പെട്ടതുപോലെയുള്ള കാഴ്ചയായിരുന്നു. എനിക്ക് കാണാവുന്നിടത്തോളം ഭൂമിയിൽ നിന്നും എരിയുന്ന പാറകളും കഷണങ്ങളും തെറിക്കുന്നതായിരുന്നു. ഇതെല്ലാം ലോകാവസാനത്തിന് മുമ്പ് സംഭവിക്കേണ്ടതായിരിക്കുന്നു. 33 വർഷങ്ങൾക്കുള്ളിൽ തന്നെ 7-ൽ നിന്നും 5 സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു.
അങ്ങനെ അവിടെ നാം തിരികെ അന്ത്യകാലത്തായിരിക്കുന്നു. ഞാൻ ആ സഭാ സംഘടനകളുടെ സമ്പ്രദായത്തിനെതിരായിട്ട് ഞാൻ അവിടെ വെച്ച് തന്നെ സംസാരിച്ചു. അതൊരു ഓടവെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലമാണെന്നും അത് അഴുക്കെല്ലാം കൂടി അതിലേക്ക് ഒഴുകി വരുന്ന സ്ഥലമാണെന്നും ഇന്ന് രാത്രിയിൽ ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു. അപ്രകാരമുള്ള ഒരു സംഗതിയെ ദൈവം തന്റെ സഭയിൽ എപ്പോഴെങ്കിലും എടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ അത് ദൈവത്തിന്റെ ആത്മാവിനാൽ ജനിക്കപ്പെട്ടിരിക്കുകയും അതിനുശേഷം അവൻ തന്റേതെന്ന് അതിനെ പറയുന്നതിന് മുമ്പ് ശുദ്ധീകരിക്കപ്പെടേണ്ടി വരിക്കുന്നു. പരിശുദ്ധാത്മാഭിഷേക സ്നാനത്താൽ നാം ക്രിസ്തുവിന്റെ ആത്മീയമായ ശരീരത്തിൽ സ്നാനപ്പെട്ടിരിക്കുന്നു. അതെ, ഈ കിണറിന്റെ സമ്പ്രദായം സഭാ സമുദായങ്ങളുടെ ഒരു പരിപൂർണമായ ഉദാഹരണമാകുന്നു. ഒരു ബുദ്ധിമാനായ മനുഷ്യൻ അതിനെ നോക്കിയിട്ട് ഒരിക്കലും അതിലേക്ക് പോകരുതായിരിക്കുന്നു. കാരണം ദൈവം ഈ കാലഘട്ടങ്ങളിൽ കൂടി അവൻ അതിനെ എതിരാണെന്നും ഒരിക്കലും അതിനോടുകൂടി പ്രവർത്തിച്ചിട്ടുമില്ലെന്ന് തെളിയിച്ചിരിക്കുന്നു. ഏതൊരു സമയത്തും ഒരു സന്ദേശവുമായിട്ട് ഒരു മനുഷ്യൻ അത് ലൂതറിനെ പോലെയും വെസ്ലിയെ പോലെയും അല്ലെങ്കിൽ ഇത്യാദിയായി സ്മിത്തിനെ പോലെയും കാൽവിനെ പോലെയും മറ്റുള്ളവരെ പോലെയും എഴുന്നേറ്റിരുന്നു. അവർ സംഘടന ഉണ്ടാക്കിയിട്ട് തുടങ്ങിയപ്പോൾ ദൈവം ആ കാര്യത്തെ അലമാരിയിൽ വെക്കുകയും പിന്നെ ഒരിക്കലും തിരികെ വന്നിട്ട് ഒരു ഉണർവിനെ ഒരിക്കലും കൊണ്ട് അവരെ സന്ദർശിച്ചിട്ടില്ല. ചരിത്രത്തിൽ കൂടെ നോക്കുക, ദൈവം എപ്പോഴെങ്കിലും ഒരു സഭാ സംഘടന എടുത്തിട്ട് അതിൽ നിന്നും ഒരു ഉണർവിനെ ഒരിക്കലും ഒരു സമയത്തും ഒരിടത്തും ദൈവം ചെയ്തിട്ടില്ല. അതിനുശേഷം ചരിത്രത്തിൽ കൂടിയും വേദപുസ്തകത്താലും ദൈവം മുമ്പാകെ അതൊരു വൃത്തികെട്ട കാര്യമാണെന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് എനിക്കതുമായി യാതൊന്നും ചെയ്യാനില്ല. ആ കാരണത്താലാണ് ഞാൻ അതിനെതിരായിരിക്കുന്നത്. ഞാൻ ജനങ്ങളെ അതിൽ നിന്ന് വെളിയിലാക്കാൻ ശ്രമിക്കുകയാണ്. ഇസ്രായേലിനെ പോലെ നാമും ക്ഷണിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഉദാഹരണത്തിനായി ഇസ്രായേലിനെ നോക്കേണ്ട സമയമാകുന്നു. അവർ ജീവന്റെ ഉറവിടവുമായിട്ട് നിന്നിരുന്നിടത്തോളം അവർ ശരിയായിരുന്നു. എന്നാൽ അവർ അവർക്ക് വേണ്ടി തന്നെ കിണറുകളെ കുഴിക്കാൻ തുടങ്ങിയപ്പോൾ, മനുഷ്യനിർമ്മിതമായ സമ്പ്രദായങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ ദൈവം അവരെ തികച്ചും വിട്ടുകളഞ്ഞു. അവൻ നമ്മോടും അത് തന്നെ ചെയ്യും. അവർ ജീവജലത്തിന്റെ ഉറവിടമായി അവനെ ഉപേക്ഷിച്ചു കളഞ്ഞു. അത് ദൈവത്തിന് അവർക്കെതിരായുള്ള ഒരു പരാതിയായിരുന്നു. നോക്കൂ, ഞങ്ങൾ എന്താണ് ചെയ്തിരിക്കുന്നതെന്ന് അവർക്ക് പറയാൻ കഴിയുന്നതിനായി എന്തെങ്കിലും ഉണ്ടാക്കിയിരിക്കുന്നു. മോശയുടെ സമയത്ത്, യാത്രയുടെ സമയത്ത് ദൈവം തന്റെ കൃപയാൽ അവർക്കൊരു പ്രവാചകനെ കൊടുത്തിരുന്നു. അവർക്ക് മുമ്പായി പോകുന്നതിനായി അവർക്കൊരു അഗ്നിസ്തംഭം കൊടുത്തിരുന്നു. അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും അത് ന്യായീകരിക്കപ്പെട്ടിരുന്നു. കൃപ ഈ കാര്യങ്ങളെല്ലാം അവർക്ക് തയ്യാറാക്കി കൊടുത്തിരുന്നു. ഇസ്രായേലിന് അപ്പോഴും കൊല്ലുന്ന ആ നിയമം ആവശ്യമായിരുന്നു. അവർ നിയമത്തെ എടുക്കുന്നതിനായി കൃപയെ ത്യജിച്ചു കളഞ്ഞു. അത് തന്നെയാണ് വാസ്തവമായിട്ടും ഇന്ന് ജനങ്ങൾ ചെയ്യുന്നത്. ഒരു സഭാ സമുദായ സമ്പ്രദായത്തെ എടുക്കുന്നതിനായി അവർ വചനത്തെ ത്യജിച്ചു കളയുന്നു. കാരണം ഈ സമ്പ്രദായത്തിൽ അവർക്ക് വേണ്ടിയതെന്തും അവർക്ക് ചെയ്യാൻ കഴിയുകയും അതുമായി കണ്ടുപോകാൻ കഴിയുന്നു. എന്നാൽ നിങ്ങൾക്കത് ക്രിസ്തുവിൽ ചെയ്യാൻ കഴിയുകയില്ല. നിങ്ങൾക്ക് ക്രിസ്തുവിലായിരിക്കുന്നതിനായിട്ട് വെടിപ്പായിട്ടും വ്യക്തമായിട്ടും കടന്നു വരേണ്ടിയിരിക്കുന്നു. ഒരു മനുഷ്യ നിർമ്മിതമായ സമ്പ്രദായത്തിനോ അല്ലെങ്കിൽ ഒരു കിണറിനോ വേണ്ടി നീരുറവെ ഉപേക്ഷിച്ചു കളയുന്നു. ആരെങ്കിലും അത് ചെയ്യുന്നതിനെ കുറിച്ച് നിങ്ങൾക്കൊന്ന് ഊഹിക്കാൻ കഴിയുമോ? ഒരു ശുദ്ധമായ നീരുറവയിൽ നിന്നും വെള്ളം കുടിക്കുന്നതിനെ വിട്ടിട്ട് ഒരു മനുഷ്യ നിർമ്മിതമായ തവളകളോടും പല്ലികളോടും ബീഗിൾ ടൈൽസിനോടും കൂടി അങ്ങനെയെല്ലാം കൂടിയുള്ള ഒരു മനുഷ്യ നിർമ്മിതമായ കിണറ്റിൽ നിന്നും വെള്ളം കുടിക്കുന്ന ഒരു മനുഷ്യന്റെ മാനസികാവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയുമോ? ഇത് ബുദ്ധിപരമായിട്ട് ശരിയായ കാര്യമായി കാണുകയില്ല. എന്നാൽ യഥാർത്ഥമായി ജനങ്ങൾ അത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അവർ ദൈവത്തിന്റെ യഥാർത്ഥമായ ശക്തിയുടെ നീരുറവയായ വചനത്തെ വിട്ടുകളഞ്ഞിട്ട് കിണറുകളിൽ കൂടി കുടിക്കുകയും അവർക്ക് തന്നെ കിണറുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. അവർ പണ്ട് ചെയ്തിരുന്നത് പോലെ തന്നെ അവർ ഇപ്പോൾ ചെയ്തിരിക്കുന്നു. യെരമ്യാവ് 2:14 അല്ലെങ്കിൽ 13 ആയിരിക്കും അത് ശരിയായിട്ടുള്ളത്. ഇവിടെ അവർ എന്നെ വിട്ടുകളഞ്ഞിരിക്കുന്നു എന്ന് അവൻ പറഞ്ഞു. ജീവജലത്തിന്റെ ഉറവയായി എന്നെ അവർ വിട്ടുകളഞ്ഞിരിക്കുന്നു എന്ന് അവൻ പറഞ്ഞു. ഇപ്പോൾ ഒരു കിണർ എന്താണെന്ന് നാം കണ്ടിരിക്കുന്നു. അതെന്താണ് പിടിക്കുന്നതെന്ന് നാം കണ്ടിരിക്കുന്നു. അതെങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് നാം കാണുന്നു. അത് മനുഷ്യനിർമ്മിതമായതും ഒരു വൃത്തികെട്ട മേൽക്കൂരയ്ക്ക് മുകളിൽ നിന്ന് വരുന്നതുമാകുന്നു. മഴ പെയ്യുമ്പോൾ വീഴുന്ന വെള്ളം അഴുക്ക് പിടിച്ച മേൽത്തട്ടിയിൽ കൂടി തട്ടിയിട്ട് അത് മേൽക്കൂരയെ കഴുകുക മാത്രം ചെയ്യുകയും മനുഷ്യനിർമ്മിതമായ ഒരു തൊട്ടിയിൽ കൂടെ താഴേക്ക് വീഴുകയും മനുഷ്യനിർമ്മിതമായ ഒരു നീർക്കുഴിയിൽ കൂടെ ഒരു മനുഷ്യനിർമ്മിതമായ ടാങ്കിലേക്ക് വരികയും ചെയ്യുന്നു. എല്ലാവിധമായ അഴുക്ക് കീടകളും പല്ലിയും തവളയും ആ ദേശത്തുള്ള അതുപോലെയുള്ളതെല്ലാം അവിടെ ഒരുമിച്ച് കൂടുകയും അതിനെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. കൂടാതെ ശ്രദ്ധിക്കുക, അവ അശുദ്ധ ജീവികളാകുന്നു. ചലിക്കുന്ന വാലിനും മന്ദി ഭവിച്ചതുമാകുന്നു. ഒരു ചലിക്കുന്ന വാലിന് ശുദ്ധവെള്ളത്തിൽ ജീവിക്കാൻ കഴിയുകയില്ല. അതങ്ങനെ ചെയ്താൽ അതിനെ അത് കൊന്നുകളയും. അതിന് മന്ദതയിലാകേണ്ടിയിരിക്കുന്നു. അതേ രീതിയിൽ തന്നെയാണ് ഇന്നുള്ള ഈ ധാരാളം പരജീവികളുമായിരിക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ ശുദ്ധവെള്ളത്തിൽ അതിന് ജീവിക്കാൻ കഴിയുകയില്ല. ആ കാരണത്താലാണ് അവർ വചനത്തിന് ശക്തമായി എതിർക്കുന്നതും അത് സ്വയം പരസ്പര വിരുദ്ധമാണെന്നും അതിൽ യാതൊന്നുമില്ല എന്ന് പറയുന്നതും. അതെന്തുകൊണ്ടാണെന്നാൽ അവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഒരു അഴുക്ക് പിടിച്ച കുളം അങ്ങും ഇങ്ങും ആടുന്നതിനായിട്ട് വേണ്ടിയിരിക്കുന്നതിനാലാണ്. അത് ശരിയാണ്.
with frogs. അതേ കാര്യം തന്നെയാണ് തവളകൾക്കും പല്ലികൾക്കും വാലമാക്രികൾക്കും അതേപോലെയുള്ളതിനും. They've got to get around the swamp. അവയ്ക്ക് ജീവിക്കേണ്ടതിന് അഴുക്ക് പിടിച്ച കുളത്തിലോ അല്ലെങ്കിൽ ചതുപ്പ് നിലത്തോ ചുറ്റിക്കിടക്കേണ്ടിയിരിക്കുന്നു. കാരണം അവിടെ ജീവിക്കുന്നതിനുള്ള അവയുടെ പ്രകൃതമാണത്. And you can't ഒരു change മൃഗത്തിനെ the അതിന്റെ animal സ്വഭാവം till മാറ്റാതെ you നിങ്ങൾക്ക് അതിനെ change മാറ്റിയെടുക്കാൻ its കഴിയുകയില്ല. nature. And you cannot make a man ദൈവത്തിന്റെ see the വചനത്തെ ഒരു word of മനുഷ്യൻ God കാണുന്നതിന് till വേണ്ടി അവന്റെ his സ്വഭാവത്തെ nature മാറ്റാതെ is നിങ്ങൾക്കത് changed. ചെയ്യാൻ കഴിയുകയില്ല. And when his nature is changed, അവൻ എന്തായിരുന്നു അതിൽ നിന്നും അവന്റെ സ്വഭാവം ഒരു ദൈവമകനായിട്ട് മാറ്റപ്പെട്ട് കഴിയുമ്പോൾ പരിശുദ്ധാത്മാവനിലേക്ക് കടന്നു വരുന്നു. the Holy Spirit wrote the word of God. ദൈവവചനത്തെ പരിശുദ്ധാത്മാവാണ് എഴുതിയിരിക്കുന്നത്. Today I was talking ഞാൻ എന്റെ ഒരു നല്ല to my സുഹൃത്തായ good friend ലീവയിലുമായിട്ട് Dr. ഇന്ന് Lee Bailey. സംസാരിക്കുകയായിരുന്നു. അദ്ദേഹം ഇപ്പോൾ ഇവിടെ സന്നിഹിതനായിട്ടുണ്ട്. And he's അദ്ദേഹം ഒരു a നല്ല great വേദശാസ്ത്ര theologian. പണ്ഡിതനാണ്. അതിനാൽ ഞങ്ങൾ സാധാരണയായിട്ട് തമ്മിൽ തിരുവെഴുത്തിന്മേൽ വളരെ നല്ല ചർച്ചകൾ നടത്താറുണ്ട്. അദ്ദേഹം വളരെ മിടുക്കനാണ്. ഒരിക്കൽ അദ്ദേഹം എന്നോട് ചോദിച്ചു, പരിശുദ്ധാത്മാഭിഷേകത്തിന്റെ ആദ്യത്തെ പ്രമാണത്തെക്കുറിച്ച് ഞാൻ എന്താണ് വിചാരിക്കുന്നതെന്ന്. അത് അന്യഭാഷ സംസാരിക്കുന്നതായിരുന്നു. ഇത് വളരെ വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ്. അല്ല, എനിക്കങ്ങനെ ഇത് കാണാൻ പറ്റുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. എന്നെ അത് തന്നെ പഠിപ്പിച്ചിരിക്കുന്നു, എങ്കിലും ഞാനും അതുപോലെ തന്നെ അതിനെ കാണുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അതിന്റെ പ്രമാണം എന്തായിരിക്കുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് എന്നവൻ ചോദിച്ചു. ഏറ്റവും പരിപൂർണമായ തെളിവായിട്ട് എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നത് സ്നേഹമാകുന്നു എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ വിഷയത്തിന്മേൽ സംസാരിച്ചുകൊണ്ടിരുന്നു. അത് കണ്ടിട്ട്, അതായത് ഒരു മനുഷ്യന് സ്നേഹമുണ്ടെങ്കിൽ എന്ന കാര്യം കണ്ടിട്ട് നല്ലതായ ഒന്നായി തോന്നിയതിനാൽ ഞാനതിനെ പിടിച്ചിരുന്നു. But one day the Lord, എന്നാൽ ഒരു ദിവസം ഒരു ദർശനത്തിൽ കൂടി കർത്താവ് എന്നെ നേരെയാക്കി. and he said that the evidence ആർക്ക് of the വചനത്തെ Spirit സ്വീകരിക്കാൻ കഴിയുന്നുവോ was those അതാണ് who can പരിശുദ്ധാത്മാവിന്റെ receive the പ്രമാണം word. എന്നവൻ എനിക്ക് പറഞ്ഞു തന്നു. അത് സ്നേഹവുമല്ല, അന്യഭാഷ പറയുന്നതുമല്ല, എന്നാൽ അത് വചനത്തെ സ്വീകരിക്കുന്നതാണ്. And then അപ്പോൾ ഡോക്ടർ വെയിൽ എന്നോട് പറഞ്ഞു, അതായത് അത് തിരുവെഴുത്തിനനുസരിച്ചാണ്. he said, because in John 14, എന്തുകൊണ്ടെന്നാൽ യോഹന്നാന്റെ 14 യേശു പറഞ്ഞു, പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവൻ ഈ കാര്യങ്ങളെ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരികയും വരുവാനുള്ള കാര്യങ്ങളെ നിങ്ങൾക്ക് കാണിച്ചു തരികയും ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞു. So there is the genuine evidence of the അതുകൊണ്ട് അവിടെയാണ് യഥാർത്ഥമായ പരിശുദ്ധാത്മാവിന്റെ തെളിവ്. He's അവൻ ഒരിക്കലും ഇതുവരെയും തെറ്റായ ഒന്നും എന്നോട് പറഞ്ഞിട്ടില്ല. അതായത് പരിശുദ്ധാത്മാവിന്റെ പ്രമാണം എന്നത് നിങ്ങൾക്കത് സ്വീകരിക്കാൻ കഴിയുമെങ്കിൽ വചനത്തെ വിശ്വസിക്കാൻ കഴിയുന്ന ഏതൊരുവനാണോ എന്നതാകുന്നു. കാരണം പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾ അന്യഭാഷയിൽ സംസാരിക്കുമെന്ന് യേശു ഒരിക്കലും പറഞ്ഞിട്ടില്ല. പരിശുദ്ധാത്മാവ് വരുമ്പോൾ അതുപോലെയുള്ള എന്തെങ്കിലും കാര്യം നിങ്ങൾ ചെയ്യുമെന്ന് അവൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. But he said, he will take എന്നാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും വരുവാനുള്ള കാര്യങ്ങളെ കാണിച്ചു തരികയും ചെയ്യുമെന്നാണ് അവൻ പറഞ്ഞത്. So there is a genuine അതുകൊണ്ട് യേശു സ്വയം പറഞ്ഞതിനനുസരിച്ച് യഥാർത്ഥമായ പരിശുദ്ധാത്മാവിന്റെ തെളിവ് അവിടെയാകുന്നു. അതുകൊണ്ട് ജനങ്ങൾ ചെയ്യുന്നതായ ഈ വികാരാവേശങ്ങളും കാര്യങ്ങളും കൂടാതെ ഇപ്പോഴും അത് തുടർന്നു കൊണ്ടുപോകുന്നതും എന്തുകൊണ്ടാണ് അവർ അത് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. നോക്കൂ, അതൊരു സഭാ സംഘടനയായിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു അഴുക്ക് പിടിച്ച കുളമായിരിക്കുന്നു. കൂടാതെ സമ്പൂർണമായ ദൈവത്തിന്റെ വചനത്തിന്മേൽ ഒരിക്കലും ഒരു സഭാ സംഘടന ഉണ്ടാക്കപ്പെടുകയില്ല. അതിനത് കഴിയുകയില്ല. കാരണം നിങ്ങൾക്ക് ദൈവത്തെ നാമനിർദ്ദേശം ചെയ്യാനോ ഛേദിക്കാനോ കഴിയുകയില്ല. ഇല്ല സാറേ. അതിന്റെ കാരണം എന്താണെന്നാൽ വചനത്തെ വിശ്വസിക്കാവുന്ന ഒരു കൂട്ടം മനുഷ്യനെ നിങ്ങൾ എടുക്കുക, എന്നിട്ട് അവരൊരു സംഘടന രൂപീകരിക്കട്ടെ. ഒരു വർഷത്തിനുള്ളിൽ തന്നെ ആദ്യത്തെ കാര്യം എന്തായിരിക്കുമെന്നാൽ നിങ്ങൾക്ക് യാതൊന്നും ചെയ്തുകൂടാൻ കഴിയാത്ത വിധം ഒരു കൂട്ടം റിക്കികൾ അവിടെ കടന്നുകൂടുമെന്നുള്ളതാണ്. അവർക്കൊരു പിടുത്തമുണ്ടായിരിക്കും, നിങ്ങൾക്ക് അതേപ്പറ്റി പിന്നെ യാതൊന്നും ചെയ്യാൻ കഴിയുകയില്ല. ഇത് ദൈവത്തിന്റെ സമ്പ്രദായമല്ല, അതാകുന്നില്ല. അതുകൊണ്ട് ആ കാര്യം പുറത്താകുന്നത് നാം അറിയുന്നു. അപ്പോൾ അതൊരു കിണറായി കഴിഞ്ഞിരിക്കുന്നു. അവിടെ ഓരോരുത്തരും ഈ കാര്യത്തിൽ അല്ലെങ്കിൽ ആ കാര്യത്തിലും അല്ലെങ്കിൽ മറ്റൊന്നിൽ അവിടുത്തെ അംഗമായിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ജനങ്ങൾക്ക് കടന്നു വരാൻ വേണ്ടി അനുരഞ്ജനം നടത്തുന്ന ഒരു സ്ഥലമായി തീരും. ഈ സമ്പ്രദായം ഒരിക്കൽ ഇസ്രായേലിയരുടെ ദിവസങ്ങളിൽ പിൻകാലത്ത് അവർ ഈ കിണറുകളെ കുഴിക്കുമ്പോൾ തുടങ്ങിയതായി നാം കാണുന്നു. അവിടെ ഒരു മനുഷ്യനും ചില കിണറുകൾ കുഴിച്ച ഒരു കൂട്ടം പരീക്ഷന്മാരും ഉണ്ടായിരുന്നു. അവർക്ക് ഈ ഹെരോദാവ് എന്ന് പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവനൊരു വിളംബരക്കാരനും സംസ്ഥാന ഗവർണറുമായിരുന്നു. അവരുടെ സഭാ സംഘടനകളുമായി വിദ്യാക്കപ്പെടാത്തവനായ ഒരു മനുഷ്യനെ കേൾക്കുവാൻ വേണ്ടി അവൻ കടന്നു വന്നു. അവനൊരു പ്രവാചകനായിരുന്നു. യാതൊരു പ്രവാചകനും എപ്പോഴെങ്കിലും ഒരു സഭാ സംഘടനയുമായിട്ട് യാതൊന്നും ചെയ്യുവാനില്ലായിരുന്നു, എന്നാൽ അതിനെ വെറുത്തിരുന്നു. ഈ പ്രവാചകൻ പറഞ്ഞു, അബ്രഹാം നിങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്ന് ഉള്ളം കൊണ്ട് പറയാൻ തുനിയരുത്. അബ്രഹാമിന് ഈ കല്ലുകളിൽ നിന്ന് മക്കളെ ഉളവാക്കാൻ കഴിയുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അങ്ങനെ അവർ ഒരു പ്രതാപമുള്ളവനെ അവർ പറയുന്നത് കേൾക്കാനായി കൊണ്ടുവന്നു. ഈ പ്രതാപി അവന്റെ സഹോദരന്റെ ഭാര്യ അവനിൽ നിന്നും എടുത്തിട്ട് അവിടെ വിവാഹം കഴിച്ചിരുന്നു. ഈ മനുഷ്യന്റെ നേരെ അവന്റെ മുമ്പിലേക്ക് നടന്നു എന്നിട്ട് എന്താണ് അവൻ പറഞ്ഞത്? അവർ ഓർത്തു ഇവൻ അവരുമായി ഒത്തുചേർന്നിട്ട്, സാറേ നിങ്ങൾക്കിവിടെ ഒരു നല്ല ഇരിപ്പിടമുണ്ടെന്ന് പറയുമെന്ന് മറ്റും ഓർത്തു. കൂടാതെ എന്നെ കേൾക്കുവാനായി ഇന്ന് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു എന്ന് പറയുമായിരിക്കുമെന്ന് വിചാരിച്ചു. യോഹന്നാൻ നേരെ അവന്റെ മുമ്പിലേക്ക് നടന്നു എന്നിട്ട് പറഞ്ഞു, സഹോദരന്റെ ഭാര്യയെ പരിഗ്രഹിക്കുന്നത് നിനക്ക് വിഹിതമല്ല എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞ ആദ്യത്തെ കാര്യം തന്നെ അവൻ ചെയ്ത പാപത്തിന് വേണ്ടി അവനെ ആക്രോശിച്ചു. നോക്കൂ, സഭാ സംഘടനകൾ അഴുക്ക് നിറഞ്ഞ കുളങ്ങൾ ഉണ്ടാക്കുന്നതിനാൽ അവിടെ മനുഷ്യർക്ക് സ്ത്രീകളുമായി ജീവിക്കുവാനും ഈ സ്ത്രീകൾക്ക് അവരുടെ മുടി കണ്ടിക്കുവാനും നിക്കർ ധരിക്കുവാനും മറ്റെന്ത് ചെയ്യുവാനും എന്നിട്ട് അവരെ തന്നെ ക്രിസ്ത്യാനികളെന്ന് വിളിക്കുവാനും കഴിയുന്നു. എന്നാൽ ഒരു ദൈവത്തിന്റെ ശക്തിയാലുള്ള ഹല്ലേലൂയ ഒരു യഥാർത്ഥ ഉറവിടത്തിൽ നിന്ന് അതിന് നിൽക്കാൻ കഴിയുകയില്ല. കാരണം അതതിനെ തള്ളി പുറത്താക്കുന്നു.
ഞാൻ ജീവജലത്തിന്റെ ഒരു നീരുറവയാകുന്നു. They left me. അവർ എന്നെ തന്നെ വിട്ടുകളഞ്ഞിട്ട് തങ്ങൾക്ക് തന്നെ ചില കിണറുകളെ കുഴിച്ചിരിക്കുന്നു. Now a fountain of living water. ഇപ്പോൾ ഒരു ജീവജലത്തിന്റെ ഉറവിനെ നാം കാണുന്നു. ജീവജലത്തിന്റെ ഉറവെന്നാൽ എന്താകുന്നു? ഒരു കിണർ എന്നാൽ എന്താണെന്ന് നാം കണ്ടുപിടിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഒരു ജീവജലത്തിന്റെ ഉറവെന്നാൽ എന്താകുന്നു? It's an artesian അതൊരു well. നീരുറവയാകുന്നു. ഒരു നീരുറവ അതെന്താകുന്നു സഹോദരൻ കാണാം? It's a well that it's always. അതെല്ലാം ഇപ്പോഴും അതിന്റെ അടിയിൽ നിന്നും വെള്ളത്തെ പുറത്തു തള്ളിവിടുന്ന ഒരു ഉറവയാകുന്നു. അതെല്ലാ സമയത്തും ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അത് സ്വയമായി ആശ്രയിക്കുന്നതാകുന്നു. Always fresh and ഒരു clean. നീരുറവ, ഒരു ജീവജലത്തിന്റെ ഉറവ എല്ലായ്പ്പോഴും ശുദ്ധിയും വെടിപ്പുള്ളതുമാകുന്നു. അത് ചത്തതും കെട്ടിക്കിടക്കുന്നതുമല്ല, അത് ജീവനുള്ളതാണ്. അത് തുടർച്ചയായി മാറിക്കൊണ്ടിരിക്കുകയും എല്ലാ സമയത്തും എന്തെങ്കിലും പുതിയത് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. Moving on. അത് ചലിച്ചുകൊണ്ടിരിക്കുകയും അതിനെ തന്നെ തുണയാൽ വരുത്തുകയും ചെയ്യുന്നു. It draws അതിന്റെ its തന്നെ തുണയെ resources from അതിന്റെ അടിത്തട്ടിൽ നിന്നും വലിച്ചെടുക്കുന്നു. which is still a fountain. അതെപ്പോഴും ജീവജലത്തെ പകരുന്നതിന്റെ ഉറവയാകുന്നു. സ്വയം ശുദ്ധിയാക്കുന്നതാകുന്നു. അത് വെളിപ്പുള്ളതും വിശുദ്ധവും ശുദ്ധിയുള്ളതുമായ ജലമാകുന്നു. It's self-supporting. You don't have അത് to സ്വയം wait for the സഹായിക്കുന്നതാകുന്നു. rain to fill അതിന്റെ its tank ടാങ്കിനെ up. നിറയ്ക്കുന്നതിനായിട്ട് നിങ്ങൾക്ക് മഴയ്ക്കായി കാത്തിരിക്കേണ്ടതിന്റെ ആവശ്യമില്ല. It's always അതെല്ലാം above ഇപ്പോഴും the കുമിളിച്ചു വരികയും അതിന്റെ Gives വെള്ളം us സൗജന്യമായി water നൽകുകയും free. ചെയ്യുന്നു. You don't have to pump it, wind it. നിങ്ങൾക്കതിനെ പമ്പ് ചെയ്യുകയോ ചുറ്റുകയോ തിരിക്കുകയോ അല്ലെങ്കിൽ അതിൽ ചേരുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. It's just a fountain. അതൊരു ജീവജലത്തിന്റെ ഉറവ മാത്രമാകുന്നു. You know, you take these old cisterns, you have to നിങ്ങൾക്ക് ഈ crank പഴയ it, കിണറുകളിൽ നിന്ന് crank it, സ്വല്പം crank it, കെട്ടിക്കിടക്കുന്ന pump വെള്ളം it, എടുക്കുന്നതിന് വേണ്ടി take പമ്പ് all that ചെയ്യുകയും stagnant water വലിച്ചെടുക്കുകയും ചെയ്തിരിക്കുന്നു അല്ലേ? എന്നാൽ ഒരു ജീവജലത്തിന്റെ ഉറവ അതിനെ സൗജന്യമായിട്ട് പമ്പ് ചെയ്യാതെയോ അതിൽ ചേരാതെയോ മറ്റ് യാതൊന്നുമില്ലാതെ സൗജന്യമായി തന്നുകൊണ്ടിരിക്കുന്നു. Oh, I'm glad for that ഓ, fountain. ആ ഉറവയ്ക്ക് വേണ്ടി ഞാൻ നന്ദിയുള്ളവനാകുന്നു. അതെ സാറേ, It needs no strainer on it. അതിന് യാതൊരു അഴുക്ക് നീക്കേണ്ട ആവശ്യമോ പരിജീവികളെ എടുത്തു കളയേണ്ട ആവശ്യമോ ഇല്ല. For it's coming so deep down there in the rock. കാരണം അത് അത്രയും ആഴത്തിലുള്ള പാറയിൽ നിന്ന് വരുന്നതിനാൽ അവിടെ യാതൊരു പരിജീവികളുമില്ല. It don't have to have an education. അതിന് വിദ്യാഭ്യാസത്തിന്റെ തുണി അതിന്മേൽ കെട്ടിത്തൂക്കേണ്ട ആവശ്യമില്ല. അത് ശരിയാണ്. നിങ്ങൾക്ക് പ്രസംഗിക്കാൻ കഴിയുമോ അല്ലെങ്കിൽ ഇല്ലയോ എന്ന് ഒരു മനോരോഗ വിദഗ്ധന്റെ മുമ്പിൽ പറയാനുള്ള ചില ലോകനിർമ്മിതമായ സമ്പ്രദായത്തിന്റെയോ മനുഷ്യനിർമ്മിതമായ സഭാ സംഘടനയുടെ ബുദ്ധിയുടെ ആവശ്യമില്ല. It don't have one of those. ഇതുപോലെയുള്ള അഴുക്ക് പിടിച്ച തുണികൾ അതിൽ തൂങ്ങിക്കിടക്കുന്നില്ല. അത് നിങ്ങൾ അവിടെ ഇടുന്ന ഉടനെ തന്നെ അത് നേരെ അതിനെ തള്ളി പുറത്താക്കി കളയുന്നു. നിങ്ങൾക്കത് ചെയ്യാൻ കഴിയുകയില്ല. ആ ഉറവ എല്ലാ സമയത്തും കുമിളിച്ച് പൊങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇതിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു തുണി നിങ്ങൾ അതിലിടുകയാണെങ്കിൽ അത് നേരെ ഒരു വശത്തേക്കോ അല്ലെങ്കിൽ മറ്റേ വശത്തേക്കോ അതിനെ എറിഞ്ഞു കളയും. It don't have. അതിനൊരു സഭാ സംഘടനയുടെ തുണി അതിന്മേൽ ഇടാനുള്ള സമയമില്ല. അതിനൊരു അരിപ്പയുടെയോ അഴിച്ചു നീക്കേണ്ടതിന്റെയോ ഒരു പമ്പ് ചെയ്യേണ്ടതിന്റെയോ തള്ളിവിടേണ്ടതിന്റെയോ മറ്റ് യാതൊന്നിന്റെയും ആവശ്യമില്ല. It's just there bubbling up. അതവിടെ കുമിളിച്ച് പൊങ്ങിക്കൊണ്ടിരിക്കുന്നു. It don't have to depend on local. അതിന് rains. നിറയുന്നതിന് വേണ്ടി മഴയുടെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല. Rains are revivals. മഴകൾ എന്ന് വെച്ചാൽ ഉണർവുകൾ എന്നാകുന്നു. Where that fountain. That ആ നീരുറവ ജീവന്റെ നീരുറവയിലാകുന്നു. Where the carcass is, the eagles. എവിടെ are dead. മാംസമുണ്ടോ അവിടെ കഴുകൾ കൂടും. നിങ്ങൾക്കൊരു ഉണർവിനെ അവിടെ പമ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് യാതൊന്നും പമ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരേ ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാനുള്ളതാണ് നീരുറവയുടെ അടുക്കലേക്ക് വരിക എന്നുള്ളതാണ്. It's always. അതെല്ലാം ഇപ്പോഴും നല്ലതും ശുദ്ധവുമായ ജലത്താൽ നിറഞ്ഞിരിക്കുന്നു. അതിന് യാതൊരു അവസാനവുമില്ല. It just keeps on. അത് കുമിളിച്ച് പൊങ്ങിക്കൊണ്ടേയിരിക്കുന്നു. നിങ്ങൾക്ക് ആ കിണറിന്റെ അടുക്കൽ ചെന്നിട്ട് മഴ പെയ്തിരുന്നെങ്കിൽ കളപ്പുര കഴുകിയിട്ട് അത് നമുക്ക് എന്തെങ്കിലും കുടിക്കാനേ ഉണ്ടായിരുന്നേനെ എന്ന് പറയേണ്ട ആവശ്യമില്ല. എന്റെ ഇതിനില്ല. ആ നീരുറവ എല്ലാ സമയത്തും ശുദ്ധവും തണുത്തതുമായ വെള്ളം പുറത്തേക്ക് തള്ളിക്കൊണ്ടേയിരിക്കുന്നു. നിങ്ങൾക്കതിൽ ആശ്രയിക്കാം. ഞാൻ ഈ പഴയ കിണറ്റിലേക്കൊന്ന് പോയി നോക്കാമെന്ന് പറയേണ്ട ആവശ്യമില്ല. ഞങ്ങൾ അതിൽ നിന്ന് കുടിക്കാറുണ്ടായിരുന്നു. എന്നാൽ വളരെ സമയമായിട്ട് മഴ പെയ്തിട്ടില്ല. അത് ചിലപ്പോൾ ഉണങ്ങിക്കഴിഞ്ഞിരിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ. ആ രീതിയിലാണ് ഈ മനുഷ്യനിർമ്മിതമായ ചില സമ്പ്രദായങ്ങളെല്ലാം. അവർക്ക് എന്തെങ്കിലും വലിയ കാര്യങ്ങൾ നടക്കുമ്പോഴോ എന്തെങ്കിലും വിൽക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വലിയ ഗൂഢാലോചന കൂട്ടത്തേക്കോ അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലും ഒരു കാര്യം നടക്കുമ്പോൾ നിങ്ങൾക്ക് അവിടേക്ക് കടന്നു ചെല്ലാം. ഒരു വലിയ പാർട്ടികളും മറ്റു കാര്യങ്ങളും നടക്കുമ്പോഴോ ബംഗോ കളികളുള്ളപ്പോഴോ അടിത്തറയിൽ വിരുന്നുള്ളപ്പോഴോ അങ്ങനെയുള്ള കാര്യങ്ങളുള്ള സമയത്ത് ഒരു നിറഞ്ഞ സ്ഥലം നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും. എന്നാൽ ആ കുമിളിച്ച് പൊങ്ങുന്ന ഉറവുള്ളിടത്ത് നിങ്ങൾ പോകുന്നെങ്കിൽ എല്ലായ്പ്പോഴും ജനങ്ങൾക്ക് അവിടെ വിശുദ്ധിയും തണുത്തതുമായ ജലം കുടിക്കാനുണ്ട്. നിങ്ങൾക്ക് അതിൽ ആശ്രയിക്കാൻ കഴിയും. അവർക്കൊരു ഉണർവുണ്ടായിട്ട് 10 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നു. If you live by that fountain, she's always. നിങ്ങൾ ആ നീരുറവയിൽ ജീവിക്കുന്നെങ്കിൽ അവിടെ എല്ലായ്പ്പോഴും ഒരു ഉണർവ് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അതിപ്രകാരം വെൽഷ്മാൻ പറഞ്ഞതുപോലെയാണ്. അല്ലെങ്കിൽ ഒരിക്കൽ വെൽഷ് ഉണർവ് തുറന്നുകൊണ്ടിരിക്കുമ്പോൾ അമേരിക്കയിൽ നിന്നും കുറച്ച് പദവിയുള്ള ഉദ്യോഗസ്ഥന്മാർ അവിടെ ഉണ്ടായിരുന്നു. ഇവരിൽ ചില മഹാന്മാരായ വേദശാസ്ത്രത്തിന്റെ ഡോക്ടർമാർ ഇതെവിടെ നിന്നാണെന്നും ഇതിനെക്കുറിച്ച് എന്തെല്ലാമാണെന്ന് കണ്ടുപിടിക്കുന്നതിനായി വെയിൽസിന്റെ അടുക്കലേക്ക് പോയി. So they had on their. അങ്ങനെ അവർ അവരുടെ തിരിച്ചുമറിച്ച കോളറുകളും തൊപ്പിയും എല്ലാം വെച്ചുകൊണ്ട് അവർ തെരുവിൽ കൂടെ നടക്കുകയായിരുന്നു. അപ്പോൾ അവിടെ ഇതാ ഒരു പോലീസുകാരൻ തന്റെ പഴയ ബെല്ലി ക്ലബ്ബ് തന്റെ കയ്യിൽ കറക്കിക്കൊണ്ട് കടന്നു വന്നു. കുരിശിങ്കൽ എന്റെ രക്ഷിതാവ് മരിച്ചു പാപമോചനത്തിനായി അവിടെ കിടന്ന് ഞാൻ കരഞ്ഞു. എന്റെ ഹൃദയത്തിൽ അവിടെ വെച്ച് രക്തം അപേക്ഷിക്കപ്പെട്ടു. അവന്റെ നാമത്തിന് സ്തുതിയായിരിക്കട്ടെ എന്ന് തെരുവിൽ കൂടെ ചൂളമടിച്ചുകൊണ്ട് അവൻ നടന്നു വന്നു. അവനെ കണ്ടിട്ട് ഒരു ഈശ്വര ഭക്തിയുള്ള മനുഷ്യനായി തോന്നുന്നു. അതുകൊണ്ട് നമുക്ക് പോയി അവനോട് ചോദിക്കാമെന്ന് അവർ പറഞ്ഞു. അങ്ങനെ അവർ പറഞ്ഞു, ശ്രീമാൻ. അതെ സാറേ എന്ന് അവൻ ഉത്തരം പറഞ്ഞു.
ഞങ്ങളിവിടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ നിന്നും വന്നിരിക്കുന്നവരാണ്, ഞങ്ങളൊരു പ്രതിനിധി സംഘമാകുന്നു എന്നവർ പറഞ്ഞു. ഞങ്ങളിവിടെ വെൽസിന്റെ ഉണർവെന്ന് വിളിക്കപ്പെടുന്നതിന് അന്വേഷണം നടത്തുന്നതിനായി വന്നിരിക്കുന്നു. ഞങ്ങൾ വേദശാസ്ത്രത്തിലെ ഉയർന്ന ബിരുദധാരികളാണ്. ഞങ്ങൾ അതിനെക്കുറിച്ച് അറിയുന്നതിനായി ഇവിടെ വന്നിരിക്കുന്നു. എവിടെയാണ് ഈ ഉണർവെന്നും എവിടെയാണത് നടക്കുന്നതെന്നും ഞങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. സാറേ, നിങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഞാനാകുന്നു വെൽസ് എന്ന ഉണർവ് എന്ന് അദ്ദേഹം പറഞ്ഞു. ആമേൻ. വെൽസിന്റെ ഉണർവ് എന്നിലാകുന്നു. അതെവിടെയാകുന്നു എന്നാൽ അതിവിടെ തന്നെയാകുന്നു. നിങ്ങൾ ജലത്തിന്റെ ഉറവയാൽ ജീവിക്കുമ്പോഴും അതേപോലെ തന്നെയാണ്. അതെല്ലായ്പ്പോഴും ജീവിക്കുകയും പൊങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അതിന് യാതൊരു അവസാനവുമില്ല. നമുക്ക് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇവിടെ മഴയുണ്ടായിരുന്നു, അതുകൊണ്ട് കുറച്ച് വെള്ളമുണ്ടോ എന്ന് പോയി നോക്കൂ എന്നല്ല. ഇതല്ല. ഇത് ജീവജലത്തിന്റെ ഉറവിടമാകുന്നു. ഞാൻ പറയുന്നത് പോലെ ഇത് അതിന്റെ വെള്ളം സൗജന്യമായി തരുന്നു. നിങ്ങൾക്കതിനെ തുണിയിടേണ്ട ആവശ്യമില്ല. അവനെ പ്രസംഗിക്കുന്നതിനായി അയക്കുന്നതിന് മുമ്പ് അവൻ വാക്കുകളെ ശരിയായിട്ട് ഉച്ചരിക്കുന്നുവെന്നോ അവയെ ശരിയായിട്ട് സംസാരിക്കുന്നുവെന്നോ കണ്ടുപിടിക്കുന്നതിനായി എന്തെങ്കിലും വിദ്യാഭ്യാസത്തിന്റേതായ തുണി ഇടേണ്ട ആവശ്യമില്ല. അവനവന്റെ നാമവും സർവ്വനാമവും നാമവിശേഷണവും മറ്റും ശരിയാണോ ഉപയോഗിക്കുന്നതെന്ന് നോക്കുന്നു. അവരിൽ വളരെ പേർക്ക് അതെന്ത് തന്നെയാണെന്ന് അറിയ പോലുമില്ല. എന്നാൽ ആ ഉറവിടത്തിൽ നിന്നും അവൻ ജീവിക്കുന്നു. അവൻ ഒരേപോലെ തന്നെയാണ്. നോക്കൂ, ഒരേപോലെ തന്നെയാണ്. അതിനെ നിറയ്ക്കുന്നതിന് വേണ്ടി പ്രാദേശികമായ മഴയോ അല്ലെങ്കിൽ പ്രാദേശികമായ ഉണർവിനെയോ അതിനാശ്രയിക്കേണ്ട ആവശ്യമില്ല. അതിനത് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അതിന്റെ ശക്തിയും അതിന്റെ പരിശുദ്ധിയും അതിനുള്ളിൽ തന്നെയുണ്ട്. അവിടെയാകുന്ന വചനമെന്നതും അതിന്റെ സ്വന്തം ശക്തിയുമാകുന്നു. Israel would get away from it, they'd get in trouble. Every time they got away from it, they got in trouble. The same as we do now. When the revival gets away from that, then it's no good. അത് സ്വയം തന്നെ കുറച്ച് കിണറുകളെ കുഴിക്കുകയും അല്ലെങ്കിൽ ചില വെള്ളം കെട്ടിക്കിടക്കുന്ന കിണറുകളെ കുഴിക്കുകയും അങ്ങനെ അത് കടന്നു പോവുകയും ചെയ്യുന്നു. എന്നാൽ അവൻ എല്ലായ്പ്പോഴും അവരെ സഹായിച്ചിരുന്നു. ചെങ്കടലിൽ വെച്ചുള്ള പെരുപിറുക്കലും അങ്ങനെ അവർ പെരുപിറുത്തിട്ടും അങ്ങനെ അതെല്ലാം ആയിരിക്കെ തന്നെയും അവൻ വാഗ്ദത്തം ചെയ്തിരുന്നു. അവർക്കൊരു വാഗ്ദത്തം കൊടുത്തിരുന്നു. നാം നോക്കുന്ന രീതിയിൽ അവൻ അവരെ നേരെ തിരിച്ചുവിടാമായിരുന്നു. എന്നാൽ അവൻ അവരെ അവിടേക്ക് കൊണ്ടുപോകാമെന്ന് വാഗ്ദത്തം ചെയ്തിരുന്നു. എന്താണ് അവർ ചെയ്തത്? ആ ഇസ്രായേൽ മക്കൾക്ക് അവൻ അഗ്നിസ്തംഭത്തെയും എല്ലാ കാര്യങ്ങളെയും അവരുടെ പ്രവാചകനെ ന്യായീകരിക്കുന്നതിന് വേണ്ടി തയ്യാറാക്കി കൊടുത്തു. അതവരെ നേരെ സമുദ്രത്തിലേക്ക് കൊണ്ടുവന്നു. എല്ലായ്പ്പോഴും അതിനെതിരായ കുഴപ്പങ്ങൾ ഉണ്ടാകുന്നു. ഇവിടെ ഇതാ ഫറവോനും അവന്റെ സൈന്യവും കടന്നു വരുന്നു. നിങ്ങൾക്കറിയാമോ ദൈവം എന്താണ് അവിടെ ചെയ്തതെന്ന്? അവൻ ആ ചുവന്ന തങ്ങി നിൽക്കുന്നതായ കിണറിനെ തുറന്നു കൊടുത്തു. മരണക്കടൽ എന്നത് ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും മരണമേറിയ കാര്യമാകുന്നു. അത് വാസ്തവമായിട്ട് മരണമാകുന്നു. അത് കെട്ടിക്കിടക്കുന്നു. യാതൊന്നിനും അതിൽ ജീവിക്കാൻ കഴിയുകയില്ല. അവനത് തുറന്നിട്ട് അവരെ മറ്റേ വശത്തേക്ക് സ്വതന്ത്രരാക്കി. അതുപോലെയുള്ള ഒരു കാര്യത്താൽ കെട്ടപ്പെട്ടിരിക്കാൻ കഴിയാത്തതായ ഒരിടത്തേക്ക് അവൻ അവരെ കൊണ്ടുപോയി. മരുഭൂമിയിൽ വെച്ച് ഈ ടാങ്കുകളിൽ ആശ്രയിക്കാൻ പറ്റുകയില്ല എന്നവർ മനസ്സിലാക്കി. അവയെല്ലാം ഉണങ്ങിയതായിരുന്നു. ഒരു വെള്ളക്കുഴിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോകുന്നു എന്നവർ കണ്ടുപിടിച്ചു. അവർ മരുഭൂമിയിലായിരുന്നപ്പോൾ വെള്ളം കുടിക്കുന്നതിന് വേണ്ടി അവർ ദാഹിച്ചു വിശന്ന് മരിക്കുകയായിരുന്നു. അപ്പോൾ അവർ ഇവിടെയുള്ള ഒരു ടാങ്കിലേക്ക്, ഒരു കുളത്തിലേക്ക് പോകുമായിരുന്നു. എന്നാൽ അത് ഉണങ്ങിയിരുന്നു. അവർ വേറൊരു സ്ഥലത്തേക്ക് പോയി. അത് ഉണങ്ങിക്കഴിഞ്ഞിരുന്നു. അവർക്ക് കുടിക്കാൻ എന്തെങ്കിലും കിട്ടുമെന്ന് അവർ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. അങ്ങനെ മരുഭൂമിയിലുള്ള ഏറ്റവും അസാധ്യതയുള്ള സ്ഥലത്ത് അവർ വെള്ളം കണ്ടുപിടിച്ചു. അതൊരു പാറയിലായിരുന്നു. ഏറ്റവും അസാധ്യമായ സ്ഥലത്ത് ഒരു മനുഷ്യന് വെള്ളം കണ്ടുപിടിക്കാൻ കഴിഞ്ഞത് മരുഭൂമിയുടെ നടുക്കുള്ള ഒരു ഉണങ്ങിയ പാറയിലായിരുന്നു. എന്നാൽ നിങ്ങൾ നോക്കുക, ദൈവം ഇതുപോലെയുള്ള കാര്യങ്ങൾ പ്രവർത്തിക്കുന്നു. അത് ഏറ്റവും അസാധ്യമായ സ്ഥലത്ത് വെച്ച് ഏറ്റവും അസാധാരണമായ രീതിയിലാകുന്നു. അതാണ് നമുക്ക് എല്ലായ്പ്പോഴും ഉണ്ടായിരുന്നത്. അവർ വിചാരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഒത്തൊരുമിച്ച് ഒരു സഭാ സംഘടന ഉണ്ടാക്കിയിരിക്കണമെന്നും അവരെല്ലാം കൂടി ഒത്തൊരുമിച്ച് കൂടിയിട്ട് ഒരു വലിയ സഹകരണവും മറ്റെല്ലാമായിട്ട് കൂടുകയും എന്നിട്ട് ഒരു ഉണർവിന് വേണ്ടി 1000-ഓളം പേർ സഹകരിക്കുകയും ഇതുപോലെ എല്ലാം ആയിരിക്കണമെന്നും മറ്റും അവർ വിചാരിക്കുന്നു. ചിലപ്പോൾ ദൈവം ABC പോലും അറിയാത്ത ഒരു മനുഷ്യനെ എടുക്കുകയും എന്നിട്ട് ഒരു കൂട്ടം അക്ഷരജ്ഞാനമില്ലാത്ത ഇടത് കൈയിൽ നിന്നും വലത് കൈ പോലും കഷ്ടിച്ച് തിരിച്ചറിയാൻ കഴിയാത്ത ജനങ്ങളുടെ ഇടയിൽ നിന്ന് അവനൊരു ഉണർവിനെ ഉയർത്തിയെടുക്കാൻ കഴിയും. അത് ലോകത്തെ പിടിച്ചു കുലുക്കുകയും ചെയ്യും. അവനത് യോഹന്നാന്റെ സമയത്ത് ചെയ്തു. അവനത് പ്രവാചകന്മാരുടെ സമയത്ത് ചെയ്തു. അവരിലാരും തന്നെ നമുക്കറിയാവുന്നിടത്തോളം ഒരിക്കലും വിദ്യാഭ്യാസം ഉണ്ടായിരുന്നവരായിരുന്നില്ല. എന്നാൽ ദൈവത്തിന് അവരുടെ മേലൊരു സ്വാധീനത എടുക്കാൻ കഴിഞ്ഞിട്ട് അവരെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമായിരുന്നു. ഈ പാറയിൽ നിന്നും വെള്ളം പുറത്തു വന്നു. അവനായിരുന്നു ആ പാറ. ഈ പാറ അടിക്കപ്പെട്ടിരിക്കുന്നതിനായി അവൻ കൽപ്പിച്ചു. അവൻ കുടിക്കാൻ ആഗ്രഹിച്ചിരുന്ന എല്ലാവർക്കും സമൃദ്ധമായിട്ട് പരിശുദ്ധ വെടുപ്പും വിശുദ്ധിയുമുള്ള വെള്ളം കൊടുത്തു. അതിൽ നിന്ന് കുടിച്ചവരെ എല്ലാവരെയും അവൻ സേവിച്ചു. യോഹന്നാന്റെ 3:16 ഒരു സമ്പൂർണ്ണ മാതൃകയാകുന്നു. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവം ആ പാറയെ കാൽവരിയിൽ വെച്ച് അടിച്ചു. നമ്മുടെ ശിക്ഷാവിധി അവന്റെ മേലാകുകയും അതിനാൽ അവനിൽ നിന്നും ജീവന്റെ ആത്മാവ് കടന്നു വന്നിട്ട് നമുക്ക് നിത്യജീവനെ തരാൻ കഴിയുന്നു.
അത് മരുഭൂമിയിൽ വെച്ചുള്ള ഇതിന്റെ സമ്പൂർണ്ണമായ ഒരു ഉദാഹരണമാകുന്നു. അവർക്കൊരിക്കലും വലിക്കുകയോ കുഴിക്കുകയോ പമ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യേണ്ടതിന്റെ ആവശ്യമില്ലായിരുന്നു. അവന്റെ നിയോഗിക്കപ്പെട്ട വഴിയിൽ സൗജന്യമായി പങ്കെടുക്കുക മാത്രമായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. അവർക്കൊരു കുളത്തിൽ നിന്നും അത് കുഴിച്ചെടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. ഒരു തൊട്ടി കൊണ്ട് അവർക്കത് വലിച്ചെടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. അവർക്കത് കിട്ടുന്നതിന് വേണ്ടി അവർക്കൊരു തൊട്ടിയുടെ ആവശ്യമുണ്ടായിരുന്നില്ല. അവർക്കതിൽ പങ്കുകൊള്ളുക മാത്രമായിരുന്നു വേണ്ടിയിരുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെ ഇപ്പോൾ ഇതും. നിങ്ങൾക്ക് യാതൊന്നിലും ചേരേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വേദിയിൽ കടന്നു വന്നിട്ട് എന്തെങ്കിലും പ്രായോഗികമാക്കുകയോ പമ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കൊരു വാക്കിനെ എടുത്ത് വീണ്ടും 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 പറഞ്ഞിട്ട് അത് ഭാഷയിൽ ഒരു അങ്കലാപ്പ് ഉണ്ടാക്കുന്നത് വരെ പറയേണ്ട ആവശ്യമില്ല. ഒരേ ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ദൈവത്തിന്റെ സൗജന്യമായി നിയോഗിക്കപ്പെട്ട വഴിയെ അവനിൽ പങ്കുകൊള്ളുക മാത്രമാണ്. ഒരു പമ്പ് ചെയ്യേണ്ടതോ ഒരു തള്ളലിന്റെയോ യാതൊന്നിന്റെ ആവശ്യമില്ല. സൗജന്യമായി അതെടുക്കുക മാത്രം ചെയ്യുക. നിങ്ങൾക്ക് യാതൊന്നും തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല. അതിൽ പങ്കെടുക്കുക മാത്രം ചെയ്യുക. അതായത് അതിൽ വിശ്വസിക്കുക മാത്രം ചെയ്യുക. അതിനെക്കുറിച്ച് അത്രയും മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അതിനുവേണ്ടി അവർക്കൊരിക്കലും യാതൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. അവർക്കൊരിക്കലും അതിനുവേണ്ടി കുഴിക്കേണ്ടിയിരുന്നില്ല. രാത്രി മുഴുവനും അതിനുവേണ്ടി ഒരിക്കലും അവർക്ക് കരയേണ്ടതായി വന്നിട്ടില്ല. അവർ അതിൽ പങ്കുകൊള്ളുക മാത്രം ചെയ്തു. അത് അടിക്കപ്പെടുകയും തയ്യാറുമായിരുന്നു. അത് ശരിയാണ്. ഇപ്പോൾ ഈ മുറിയുടെ പിന്നിലായി അവിടെ ഇരിക്കുന്ന ഒരു മനുഷ്യനെ ഞാൻ നോക്കുകയാണ്. ഒരു പഴയ കളപ്പുരയുടെ കടയിൽ വെച്ച് ഒരു നടത്തിപ്പുകാരൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ ഓർക്കുന്നു, എന്നിൽ യാതൊരു നന്മയുമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. എനിക്കറിയാം നിങ്ങൾ നല്ലവനല്ല എന്ന് ഞാൻ പറഞ്ഞു. ഞാനും നല്ലവനല്ല എന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ നിങ്ങൾ എന്താണെന്നുള്ളതിനെ തന്നെ നിങ്ങൾ നോക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ എന്താണെന്നുള്ളതിനെ നോക്കുന്നത് വിട്ടുകളഞ്ഞിട്ട് അവൻ എന്താകുന്നു എന്ന് നോക്കുക. എനിക്ക് ഈ പുകവലിയിൽ നിന്നും മോചനം കിട്ടുകയാണെങ്കിൽ സഹോദരൻ പ്രണാം, ഞാനൊരു ക്രിസ്ത്യാനിയാകുമെന്ന് അയാൾ പറഞ്ഞു. അതിനെ ഒഴിവാക്കണ്ട. നിങ്ങൾ നല്ലവരാകാൻ ശ്രമിച്ചിട്ട് പിന്നെ അവങ്കിലേക്ക് വരാൻ നോക്കിയാണ് എന്ന് ഞാൻ പറഞ്ഞു. അവൻ നല്ലവരെ രക്ഷിക്കാൻ ഒരിക്കലും വന്നിട്ടില്ല. അവൻ ചീത്തയായ മനുഷ്യരെ, അവർ ചീത്തയാണെന്ന് അവർക്ക് തന്നെ അറിയാവുന്ന മനുഷ്യരെ രക്ഷിക്കാനാണ് വന്നത്. അദ്ദേഹം പറഞ്ഞു, എങ്കിൽ ശ്രദ്ധിക്കുക, നിങ്ങൾ നരകത്തിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ആഗ്രഹിക്കുന്നുവെന്ന് ഞാൻ ചോദിച്ചു. ഇല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ശരി, എങ്കിൽ നിങ്ങൾക്ക് പോകേണ്ടതില്ല. അവൻ മരിച്ചു, അതിനാൽ നിങ്ങൾക്ക് പോകേണ്ടതില്ല. എനിക്ക് എന്താണ് ചെയ്യാനുള്ളതെന്ന് അദ്ദേഹം ചോദിച്ചു. ഞാൻ പറഞ്ഞു, യാതൊന്നുമില്ല, ഇത് വളരെ സാധാരണമാണ്. അദ്ദേഹം പറഞ്ഞു, എന്നാൽ ഏതെങ്കിലും അവിടെ നിങ്ങൾ വീണ്ടും ആ സിഗരറ്റിലേക്ക് പോകുന്നു എന്ന് ഞാൻ പറഞ്ഞു. ആ സിഗരറ്റിനെ കുറിച്ച് ചിന്തിക്കുന്നത് വിട്ടുകളയുക. ഓർക്കുക, അവനെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. അവൻ എന്താകുന്നുവെന്നും അവൻ എന്ത് ചെയ്തുവെന്ന് ചിന്തിക്കുക. നിങ്ങൾ എന്താണെന്നുള്ളതല്ല. നിങ്ങളുടെ യാതൊരു നല്ലതുമില്ല. നിങ്ങൾ ഒരിക്കലും ആയിരുന്നതുമില്ല. അങ്ങനെ നിങ്ങൾ ഒരിക്കലും ആയിരിക്കുകയുമില്ല. എന്നാൽ അവൻ എന്താകുന്നു? അവൻ ഒരേ ഒരുവനാകുന്നു. ഇപ്പോൾ ഒരേ ഒരു കാര്യം മാത്രം നിങ്ങൾക്ക് ചെയ്യാനുള്ളൂ. നിങ്ങളുടെ അവിടെയുള്ള സ്ഥാനം അവൻ എടുത്തുവെങ്കിൽ അവൻ എന്താണ് ചെയ്തിരിക്കുന്നത് എന്നതിനെ സ്വന്തം ഇഷ്ടത്തോടെ സ്വീകരിക്കുക എന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് ചെയ്യേണ്ടതായ ഒരേ ഒരു കാര്യം ഇത് സ്വീകരിക്കുക എന്നത് മാത്രമാകുന്നു. ഇത് വളരെ സാധാരണമാകുന്നു. ഞാനിത് ചെയ്യാമെന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ ആ അരുവി ഇതാ ഇവിടെയാകുന്നു എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. അദ്ദേഹത്തിന്റെ ചില ആളുകൾ ഇവിടെ ഇരിക്കുന്നവർ ഞാൻ അപ്രകാരം ചെയ്തത് വിചിത്രമായിട്ട് അവർക്ക് അനുഭവപ്പെട്ടുവെന്ന് എനിക്കറിയാം. എന്നാൽ ഞാൻ എന്താണ് ചെയ്തതെന്നതിനെ കുറിച്ച് എനിക്കറിയാമായിരുന്നു. ആ മനുഷ്യനിൽ എന്തോ യാഥാർത്ഥ്യമായിട്ടുള്ളത് ഞാൻ കണ്ടിരുന്നു. എനിക്കതവിടെ കാണാൻ കഴിയുമായിരുന്നതിനാൽ ഞാൻ അദ്ദേഹത്തെ എടുത്ത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തി. അങ്ങനെ ഞങ്ങൾ അത് ചെയ്തപ്പോൾ അതിനധികം സമയമായിരുന്നിട്ടില്ല. ഞാൻ അദ്ദേഹത്തിന്റെ മകന്റെ വീട്ടിലേക്ക് പോകുകയായിരുന്നു. ഒരു മരം ഒരു പ്രത്യേക സ്ഥാനത്ത് വെച്ച് ഒടിഞ്ഞിട്ട് ഒരു മനുഷ്യൻ അതിൽ നിന്ന് വീഴുകയും മിക്കവാറും അവന്റെ പിൻഭാഗം ഒടിഞ്ഞതായിട്ട് ഞങ്ങൾ ഒരു ദർശനം കണ്ടിരുന്നു. അദ്ദേഹത്തെ ആശുപത്രിയിൽ എടുത്തുകൊണ്ടുപോയി. അത് സിഗരറ്റിന്റെ അവസാനമായിരുന്നുവെന്ന് അന്ന് രാത്രിയിൽ കർത്താവ് എനിക്ക് വെളിപ്പെടുത്തി തന്നു. അങ്ങനെ അടുത്ത ദിവസം അയാൾക്ക് കുറച്ച് സിഗരറ്റ് ആവശ്യമായിരുന്നു. ഞാൻ അദ്ദേഹത്തിന് വേണ്ടി ഒരു പെട്ടി വാങ്ങിച്ചു കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക മാത്രം ചെയ്യുക. അയാളുടെ സിഗരറ്റ് വരെയുടെ ദിവസങ്ങൾ അവിടെ കഴിഞ്ഞിരുന്നു. അതിനുശേഷം തൊട്ട് അവൻ ഒരിക്കലും ഒന്ന് വലിച്ചിട്ടില്ല, കൂടാതെ ഒരിക്കലും ഒന്ന് ആവശ്യപ്പെട്ടിട്ടുമില്ല. ദൈവമേ, നോക്കൂ, ആദ്യത്തെ കാര്യം നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത് എന്താണെന്നാൽ ആ നീരുറവയുടെ അടുക്കലേക്ക് വരിക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ആ വെള്ളത്തിന്റെ അടുക്കലേക്ക് വന്നിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതായി യാതൊന്നും തന്നെ ഇല്ല എന്ന് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അത് അവൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തത് മാത്രമാണ്. നിങ്ങൾക്ക് കുഴിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് പമ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇത് ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അത് ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എന്താണെന്നാൽ അവിടെ എത്തിയിട്ട് കുടിക്കുക എന്നത് മാത്രമാണ്. നിങ്ങൾക്ക് ദാഹിക്കുന്നെങ്കിൽ കുടിക്കുക. ഇപ്പോൾ അവൻ ആ പാറയാകുന്നു. ദൈവം നമുക്ക് വേണ്ടി അവനെ അടിക്കുകയും അവൻ സമൃദ്ധിയായിട്ട് വിശുദ്ധവും വെടിപ്പുമുള്ള ജലം നൽകുകയും ചെയ്തു. ഇന്നുവരെയും വിശ്വസിക്കുന്ന എല്ലാവർക്കും വേണ്ടി അവനത് ചെയ്തിരിക്കുന്നു. അതവന്റെ കൃപയാണ്. തീർച്ചയായും തന്റെ ജനമായ നമ്മോടുള്ള അവന്റെ കൃപയാണ്. അവിടെയുള്ളതുപോലെ എന്തോ ഇന്നത്തെ ജനങ്ങളും അവർക്ക് കുടിക്കാവുന്നതെന്തും സ്വീകരിക്കാനും തയ്യാറാണ്. എന്നാൽ അതിന് പകരമായി എന്തെങ്കിലും ഒരു സേവ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ആ പാറയിൽ നിന്നും വെള്ളം കുടിക്കാൻ ഇസ്രായേലിയർ ഇപ്പോൾ തയ്യാറായിരുന്നു. എന്നാൽ ദൈവത്തിന് അവന്റെ സേവ അവന് സാധ്യപ്പെട്ടിരുന്നതിന് അവന് കൊടുക്കാൻ അവർ ആഗ്രഹിച്ചിരുന്നില്ല. അവൻ എല്ലായ്പ്പോഴും നമുക്കൊരു സേവയെ തരുന്നു. നിങ്ങൾക്കറിയാമോ, അവനെ കൂടാതെ നമുക്ക് ശ്വസിക്കുവാൻ പോലും കഴിയുകയില്ല. ദൈവത്തിന്റെ സേവയെ കൂടാതെ നമുക്ക് ശ്വസിക്കുവാൻ പോലും കഴിയുകയില്ല. അത്രമാത്രം നാം അവനോട് ആശ്രയിക്കപ്പെട്ടിരിക്കുന്നു. എന്നിരിക്കെ തന്നെയും നാം അവന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുകയോ എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുള്ളതോ നമ്മെ രണ്ടായി തകർക്കുന്നു. അവൻ നമ്മോട് എന്തെങ്കിലും ചെയ്യാൻ പറയുന്നു. പോയിട്ട് ആരെങ്കിലും കാണുവാനോ, പോയിട്ട് ആർക്കെങ്കിലും വേണ്ടി പ്രാർത്ഥിക്കാനോ, പോയിട്ട് ആരെങ്കിലും സഹായിക്കാനോ നമ്മോട് പറയുന്നത് നമ്മെ അത് ചെയ്യുന്നതിനായി മിക്കവാറും തന്നെ ഉടച്ചു കളയുന്നു.
എന്നാൽ നാം അവന് വേണ്ടി ഒരു സേവയായിട്ട് യാതൊന്നും തന്നെ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അവന്റെ പരാതി എന്തായിരുന്നു എന്ന് വെച്ചാൽ, അവർ വചനമായ എന്നെ ഉപേക്ഷിച്ച് കളഞ്ഞിട്ട് അതിന് പകരമായി പൊട്ടക്കിണറുകളെ സ്വീകരിച്ചിരിക്കുന്നു എന്നതായിരുന്നു. അവർ എന്നെ, ജീവന്റെ ഉറവയായ എന്നെ, ജീവജലത്തിന്റെ ഉറവയായ എന്നെ ഉപേക്ഷിച്ച് കളഞ്ഞിരിക്കുന്നു. ഒരു കെട്ടിക്കിടക്കുന്ന കിണറ്റിൽ നിന്നും വെള്ളം കുടിക്കാനായി അവർ അതിലും ഉപരിയായി ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കത് ഊഹിച്ചു നോക്കാൻ പറ്റുമോ? ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു വ്യക്തിയെ കുറിച്ചൊന്ന് ചിന്തിക്കാമോ? അതായത് ഇവിടെ ഒരു നീരുറവ ചുണ്ണാമ്പ് കല്ല് പോലെയുള്ള ഒരു നല്ല ജലത്തെ പുറപ്പെടുവിക്കുകയും പാറകളുടെ ഇടുക്കിൽ നിന്നും മണ്ണിന്റെ അടിത്തട്ടിൽ നിന്നുമായി അതിന് കഴിയാവുന്നിടത്തോളം തണുത്തതും നല്ലതുമായ ജലത്തെ പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന് പകരമായി അവിടെയുള്ള ഒരു കിണറ്റിൽ നിന്ന്, അതായത് കളപ്പുരയുടെ മേലെ കൂടിയും ഷെഡുകളെയും ആ സ്ഥലത്തിന് ചുറ്റുപാടുമുള്ള കെട്ടിടങ്ങളെയും മറ്റും കഴുകി വരുന്നതായ വെള്ളത്തെ കുടിക്കുവാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കാമോ? ആ കുളത്തിലേക്ക് ഓവുചാലുകളിൽ നിന്നും വെള്ളം ഇറ്റിറ്റ് വീഴുകയും കൂടാതെ കളപ്പുരയിൽ നിന്നും പിന്നെ കുതിരാലയങ്ങളിൽ നിന്നും കടകളിൽ നിന്നും അങ്ങനെ എല്ലാം കൂടി നേരെ ആ കുളത്തിലേക്ക് ഒഴുകി വന്ന് വീഴുന്നു. ആ നീരുറവയിൽ നിന്ന് കുടിക്കുന്നതിന് മുമ്പ് നാം അതിൽ നിന്ന് കുടിക്കാൻ പോകുമോ? എങ്കിൽ ആ വ്യക്തിക്ക് മാനസികമായി എന്തെങ്കിലും തകരാറുണ്ടായിരിക്കും. അത് ശരിയാണ്. ഒരു പുരുഷനോ അല്ലെങ്കിൽ ഒരു സ്ത്രീയോ ഒരു സഭാ സംഘടനയുടെ അവരുടെ നിലപാടെടുക്കുമ്പോൾ അവർ അവരെ മുടി കത്തിരിക്കുകയും നിക്കർ ധരിക്കുകയും അണിഞ്ഞൊരുങ്ങുകയും അതുപോലെയുള്ള എല്ലാ തരത്തിൽപ്പെട്ട കാര്യങ്ങളെയും അനുവദിക്കുകയും ചെയ്യുമ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള പരിപാടികളും അങ്ങനെ എല്ലാമായിട്ട് തുടരുകയും പുകവലിക്കുന്ന ഉദ്യാനങ്ങളിലേക്ക് പോകാൻ കഴിയുകയും അവിടെയുള്ള എല്ലാ അസംബന്ധങ്ങളെയും എടുക്കുകയും ചെയ്യുന്നു. അതുപോലെ ആയിരിക്കുന്നതിൽ നല്ലത് പഴയ പരിഷ്കാരത്തിലുള്ള ദൈവത്തിന്റെ വചനത്തെ എടുത്തിട്ട് അത് മുറിക്കുകയും വെട്ടുകയും ചെയ്തിട്ട് അത് സ്ത്രീകളിൽ നിന്ന് മഹിളകളെ ഉണ്ടാക്കുകയും അവരെ ശരിയായ രീതിയിൽ വസ്ത്രധാരണം ചെയ്യുകയും ശരിയായി നടക്കാൻ ഇടയാക്കുകയും നിങ്ങളിൽ നിന്നും സിഗരറ്റും പുകയിലെയും ശബ്ദവും ശാപവും കള്ളം പറയലും മോഷണവും എടുത്തുകളയുകയും ലോകത്തെ നിങ്ങളിൽ നിന്ന് എടുത്തുകളയും നിങ്ങൾക്ക് പൂർണ്ണ സംതൃപ്തി തരുന്ന എന്തെങ്കിലും ഒന്ന് തരികയും ചെയ്യുന്നു. ഒരു പുരുഷനോ അല്ലെങ്കിൽ ഒരു സ്ത്രീയോ അതുപോലെയുള്ള ഒരു കാര്യത്തെ സുഖസൗകര്യത്തിന് വേണ്ടി എടുക്കുന്നതിന് എന്തിനാണ് പോകുന്നത്? അതിൽ നിന്നും സുഖസൗകര്യം നിങ്ങൾക്ക് എങ്ങനെയാണ് കിട്ടുക? ഒരു കെട്ടി നിൽക്കുന്ന വെള്ളമുള്ള കുളത്തിൽ നിന്നും ശുദ്ധവെള്ളം എങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്? എങ്ങനെ ഒരു വ്യക്തിക്ക് അത് കഴിയും? ഒരു നീരുറവ തുറന്നു കിടക്കുമ്പോൾ ഒരു വ്യക്തി കെട്ടിക്കിടക്കുന്ന കുളത്തിലെ വെള്ളം കുടിക്കാനായി പോവുകയാണെങ്കിൽ ആ മനുഷ്യന്റെ തലയ്ക്ക് എന്തോ കുഴപ്പമുണ്ട് എന്ന് നിങ്ങൾ പറയും. അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്ക് ഒരു പുരുഷനോ അല്ലെങ്കിൽ ഒരു സ്ത്രീയോ ആശ്വാസത്തിന് വേണ്ടി പോവുകയാണെങ്കിൽ ആ വ്യക്തിയിൽ ആത്മീയമായി എന്തെങ്കിലും കുഴപ്പമുണ്ടായിരിക്കും. അവർക്ക് വചനത്തിന്റെ ആവശ്യമില്ല. അവരുടെ സ്വഭാവം ഇപ്പോഴും ഒരു തവളയോ അല്ലെങ്കിൽ വാലവാക്രിയോ അല്ലെങ്കിൽ അങ്ങനെ എന്തോ ആണെന്നുള്ളതിനെ കാണിക്കുന്നു. അത് ശരിയാണ്. അതുപോലെയുള്ള എന്തോ ഒരു സ്വഭാവം ആ കെട്ടിക്കിടക്കുന്ന കുളത്തെ ഇഷ്ടപ്പെടുന്നു. കാരണം ആ രീതിയിലുള്ള കാര്യങ്ങൾ ശുദ്ധവെള്ളത്തിന്റെ കുളത്തിൽ ജീവിക്കുകയില്ല. അവർക്കത് ചെയ്യാൻ കഴിയുകയില്ല. അത് ശുദ്ധവെള്ളമാകുന്നു. അവർക്കത് ചെയ്യാൻ കഴിയുകയില്ല. അവർ അത് വിട്ടിരിക്കുന്നു എന്നുള്ളതായിരുന്നു പരാതി. അങ്ങനെ ഇന്നും അവർ അതേ കാര്യം തന്നെ ചെയ്തിരിക്കുന്നു. ഇപ്പോൾ കിണറ്റുകരയിലെ സ്ത്രീയെ നോക്കുക. അവൾ യാക്കോബിന്റെ കിണറ്റിലേക്ക് വന്നു. യാക്കോബിന്റെ കിണറ്റിൽ നിന്നും അവൾക്ക് എല്ലായ്പ്പോഴും വെള്ളം കിട്ടിക്കൊണ്ടിരുന്നു. എന്നാൽ യാക്കോബിന്റെ കുളത്തെ ഒരു സഭാ സംഘടന എന്ന് നാം അതിനെ വിളിക്കുന്നു. കാരണം അവൻ 3 എണ്ണം കുഴിച്ചിരുന്നു, കൂടാതെ ഈ ഒരെണ്ണം അവൻ കുഴിച്ചിരുന്നു. ഇപ്പോൾ അവൾക്കൊരു വലിയ കഥയുണ്ടായിരുന്നു. ഞങ്ങളുടെ പിതാക്കന്മാർ ഈ കിണർ ഞങ്ങൾക്ക് കുഴിച്ചു തന്നു എന്ന് അവൾ പറഞ്ഞു. അവൻ അതിൽ നിന്ന് കുടിക്കുകയും അവന്റെ കന്നുകാലികളിൽ നിന്ന് കുടിക്കുകയും അങ്ങനെയെല്ലാം ചെയ്തിരുന്നു. അതൊരു നല്ല കാര്യമല്ലേ? എന്നാൽ നീ ഇവിടെ നിന്നും കോരി കുടിക്കുന്ന വെള്ളം കുടിച്ചാൽ നിനക്ക് വീണ്ടും ദാഹിക്കും, കൂടാതെ ഇവിടേക്ക് വീണ്ടും വരേണ്ടിയിരിക്കുന്നു എന്നവൻ പറഞ്ഞു. എന്നാൽ ഞാൻ നിനക്ക് തരുന്ന ജലം ഒരു ഉറവയാകുന്നു, ഒരു നീരുറവയാകുന്നു. അതകത്ത് നിന്നും തള്ളി മുകളിലേക്ക് വരുന്നതാണ്. കൂടാതെ നിനക്ക് ഇവിടേക്ക് വരേണ്ട ആവശ്യമില്ല. അത് നിന്റെ ഉള്ളിൽ തന്നെയായിരിക്കുന്നു. ശ്രദ്ധിക്കുക, ഒരു തിരുവഴുത്തിലുള്ള ഉറവ എന്നോട് അവൾ കാത്തിരിക്കുന്നതായ ഒരു തിരുവഴുത്ത് പ്രകാരമുള്ള അടയാളത്തിൽ സംസാരിക്കുകയും ചെയ്തപ്പോൾ അവൾ ആ യാക്കോബിന്റെ സഭാ സംഘടനയുടെ സമ്പ്രദായത്തെ വിട്ടുകളയുകയും ഒരിക്കലും പിന്നെ തിരികെ അതിലേക്ക് പോവുകയും ചെയ്തില്ല. കാരണം അവൾ യഥാർത്ഥമായ പാറയെ കണ്ടെത്തിയിരുന്നു. അവൾ പട്ടണത്തിലേക്ക് ഓടി. അവൾ പാപത്തിലായിരുന്നു. അവൾ ഇനിയും ഒരു വൃത്തികേടുള്ള സ്ത്രീ ആയിരുന്നില്ല. അവൾ അവരോട് പറഞ്ഞു, ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞു, ഒരു മനുഷ്യനെ വന്ന് കാണുവീൻ, ഇത് ക്രിസ്തു തന്നെ ആയിരിക്കുന്നില്ല എന്ന് പറഞ്ഞു. ആ കിണർ ശരിയായിട്ടുള്ളതാണെന്നിരിക്കാം, അത് അതിന്റെ ഉദ്ദേശത്തെ നിറവേറ്റിയിരിക്കുന്നു. എന്നാൽ അവൾ ഇപ്പോൾ ശരിയായ ഉറവിലെത്തിയിരിക്കുന്നു. യഥാർത്ഥമായ ജീവനദി തുറക്കുന്നത് വരെയും ആ കിണർ ശരിയായിരുന്നു. എന്നാൽ യഥാർത്ഥമായ ജീവജല നദി വന്നതോടുകൂടി കിണറിന് അതിന്റെ ശക്തി നശിച്ചുപോയി. അതിന് നല്ലൊരു സ്ഥലം കുടിക്കാനുണ്ടെന്ന് അവൾ കണ്ടുപിടിച്ചു. അങ്ങനെ എവിടെ ഒരു സ്ഥലമുണ്ടായിരുന്നു, ഒരു നല്ല സ്ഥലമുണ്ട്, അത് ക്രിസ്തുവിലാകുന്നു. വിശുദ്ധ യോഹന്നാൻ 7:37 38 കൂടാര പെരുന്നാളിന്റെ ഒടുക്കനാളിൽ അവസാനം യേശു പറഞ്ഞു, ദാഹിക്കുന്നവരെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ.
അവരെല്ലാം ആനന്ദിക്കുകയായിരുന്നു. അവർക്ക് വെള്ളത്തിന്റെ ഒരു ചെറിയ ധാര വേദിയുടെ അടിയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയും അവരെല്ലാം ആ ഉത്സവത്തിന്റെ ആഘോഷത്തിൽ അതിൽ നിന്ന് കുടിക്കുകയുമായിരുന്നു. ഞങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ ഉണ്ടായിരുന്ന ആത്മീയ പാറയിൽ നിന്ന് കുടിച്ചിരുന്നുവെന്ന് പറഞ്ഞു. നോക്കൂ, അവർ അവർക്ക് വേണ്ടി തന്നെ ഒരു കിണർ കുഴിച്ചിരുന്നു. എവിടെയോ നിന്ന് കുറച്ച് കെട്ടിക്കിടക്കുന്ന വെള്ളം അവർ പമ്പ് ചെയ്തിട്ട് അത് അവിടെയുള്ള മന്ദിരത്തിനടിയിൽ നിന്ന് ഒഴുകിക്കൊണ്ടിരുന്നു. ഈ വെള്ളത്തിന് ചുറ്റുപാടും അവർ ഒത്തൊരുമിച്ച് കൂടിയിട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ കുടിച്ചിരുന്നു എന്ന് പറയുന്നു. മരുഭൂമിയിൽ വെച്ചുണ്ടായിരുന്നതായ പാറ ഞാനാകുന്നു എന്ന് യേശു പറഞ്ഞു. സ്വർഗത്തിൽ നിന്ന് മന്ന ഞങ്ങൾ തിന്നിരുന്നു, ദൈവം അത് ഞങ്ങൾക്ക് പേയ്ച്ചു തന്നിരുന്നു എന്ന് പറഞ്ഞു. ഞാനാകുന്നു ആ മന്ന എന്നവൻ പറഞ്ഞു. അവൻ ആ ജീവനദി അവരുടെ ഇടയിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. ജീവന്റെ അപ്പം അവരുടെ ഇടയിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോഴും അവർക്കത് വേണ്ടായിരുന്നു. അവർക്കതിന് പകരമായിട്ട് അവരുടെ കിണർ വേണ്ടിയിരുന്നു. എന്തുകൊണ്ടെന്നാൽ മനുഷ്യരിത് ഉണ്ടാക്കുകയും ദൈവം അത് അയക്കുകയും ചെയ്തിരുന്നു. അതാണ് യഥാർത്ഥമായും അതിന്റെ വ്യത്യാസം. അവർക്ക് തന്നെ കിണറുകളെ കുഴിച്ചിരിക്കുന്നു. ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്നവൻ പറഞ്ഞു. അവൻ ആ ജീവനദിയായിരുന്നു. അപ്പോൾ തിരുവെഴുത്ത് പറഞ്ഞിരിക്കുന്നത് പോലെ അവന്റെ ഉള്ളിൽ നിന്നും ജീവജലത്തിന്റെ നദികൾ ഒഴുകും. ഓ, ആ ജീവജലത്തിന്റെ നദി, അതിന്റെ ഉറവ അവനാകുന്നു. അവന്റെ ഉള്ളിൽ നിന്നും അല്ലെങ്കിൽ അവന്റെ ആന്തരിക ജീവനിൽ നിന്നും ജീവജലത്തിന്റെ നദികൾ ഒഴുകും. അവനായിരുന്നു ആ പാറ. ഹാഗാറിന്റെ പ്രയാസങ്ങളുടെ സമയത്ത്, അവളുടെ കുട്ടി മരിക്കാറായി കിടക്കുന്ന സമയത്ത് ആ പാറ അവനായിരുന്നു. അവൾ കൂടാരത്തിൽ നിന്നും പുറത്താക്കപ്പെടുകയും ഇസ്മായിൽ എന്ന അവളുടെ കൊച്ചുകുട്ടിയുമായി വെളിയിലായി കഴിഞ്ഞിരുന്നു. അവളുടെ തുരുത്തിയിൽ അവൾ കരുതിയിരുന്ന വെള്ളം തീർന്നുപോയിരുന്നു. അവളുടെ കുഞ്ഞ് ഇസ്മായിലിനെ അവിടെ ഇട്ടിട്ട് അവൾ പോയി മുട്ടുകുത്തി നിന്നുകൊണ്ട് ഉറക്കെ കരഞ്ഞു. ഓ, എന്തുകൊണ്ടെന്നാൽ അവളുടെ കുട്ടിയുടെ മരണം അവൾക്ക് കാണണ്ടായിരുന്നു. പെട്ടെന്ന് ദൈവത്തിന്റെ ദൂതൻ സംസാരിക്കുകയും ബേർഷെബായിൽ നിന്നും നീരുറവ അവൾ കാണുകയും ചെയ്തു. അവിടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന നീരുറവ ഇപ്പോഴും ഈ ദിവസം വരെയും ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അവൻ ഹാഗാറിന്റെ ബേർഷെബയിലുള്ള മരുഭൂമിയിലെ പാറയായിരുന്നു. ആ ദിവസം അവിടെയുള്ള മന്ദിരത്തിൽ രക്തത്താൽ നിറഞ്ഞ ഒരു നദി നിൽപ്പുണ്ടായിരുന്നു. കൊടുങ്കാറ്റിന്റെ സമയത്തും സെക്കറിയാവിന്റെ 13-ാം അധ്യായത്തിൽ ദാവീദ് ഗൃഹത്തിൽ മാലിന്യത്തിന്റെ പരിഹാരത്തിനായി തുറന്ന ഉറവ് അവനായിരുന്നു. പാപത്തിന്റെ പരിഹാരത്തിനായുള്ള ഉറവ് അവനായിരുന്നു. സങ്കീർത്തനം 36:9 അവൻ ദാവീദിന്റെ ജീവന്റെ ഉറവയായിരുന്നു. ദാവീദ് ഗൃഹത്തിൽ ഇപ്പോഴും അവൻ ആ ഉറവയായിരിക്കുന്നു. അവൻ കവിയുടെ ഹൃദയത്തിൽ അവിടെ ആ കവി പറഞ്ഞു, ഇമ്മാനുവേൽ തൻ ചങ്കിൽ നിന്നൊഴുകും ജീവനദി പാപക്കറ നീക്കും, അതിൽ ആരും മുങ്ങിത്തീർന്നാൽ ആരും. അവൻ ആ ജീവജലത്തിന്റെ ഉറവയാകുന്നു, ജലത്തിന്റെ ഉറവയാകുന്നു. അവൻ ദൈവത്തിന്റെ വചനമാകുന്നു. സത്യവചനത്തെ ജീവന്റെ ജലമായി അവനെ ഈ അന്ത്യനാളുകളിൽ ജനങ്ങൾ അവനെ ഉപേക്ഷിച്ചു കളഞ്ഞിരിക്കുന്നു. കൂടാതെ അവർക്ക് തന്നെ സ്വയം സഭാ സംഘടനകളുടെ കിണറുകൾ ഉണ്ടാക്കിയിരിക്കുന്നു. കൂടാതെ വെട്ടുകയും വീണ്ടും കുടിക്കുകയും ചെയ്യുന്നു. അവർക്ക് പൊട്ടക്കിണറുകളാണ് ഉണ്ടായിരുന്നതെന്ന് നാം ഇവിടെ കണ്ടുപിടിക്കുന്നു. അങ്ങനെ ഈ കിണറുകൾ അവിശ്വാസികളായ കീടകളാലും അവിശ്വാസികളുടെ പൊങ്ങച്ചത്താലും വിദ്യാഭ്യാസ പരിപാടികളാലും മറ്റും നിറഞ്ഞിരിക്കുന്നു. അത് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾക്ക് വിരുദ്ധമായതാകുന്നു. അവർ വചനത്തിന്റെ സംശയാലുക്കളാകുന്നു. ഇപ്പോൾ അവർക്കുണ്ടായിരുന്ന ഈ കിണറുകൾ അവ പൊട്ടിയതായിരുന്നുവെന്ന് വേദപുസ്തകം പറയുന്നു. പൊട്ടിയ കിണറുകൾ എന്നാൽ ചോരുന്ന കിണറുകൾ എന്നാകുന്നു. അത് ഇറ്റിച്ചായിട്ട് ചോർന്നുകൊണ്ടിരുന്നു. എന്താണത് ചെയ്യുന്നത്? അതിറ്റിച്ചായിട്ട് ലോകസമിതി എന്ന മതപരമായ ഓടവെള്ളം കെട്ടിക്കിടക്കുന്നതിലേക്ക് ചോർന്നുകൊണ്ടിരിക്കുന്നു. അവിടേക്കാണ് ഈ പൊട്ടക്കിണറുകൾ അവരെ നയിക്കുന്നത്. അതിന്റെ എല്ലാം കാരണം എന്താണെന്നാൽ അവർ ജീവജലത്തിന്റെ ഉറവയായ അവനെ ഉപേക്ഷിച്ചു കളയുകയും ഈ കിണറുകളെ ഉണ്ടാക്കുകയും ചെയ്തിരിക്കുന്നതിനാലാണ്. വിദ്യാഭ്യാസത്തിന് പഠിക്കുന്നതിന് മറ്റുമായി വലിയ സെമിനാരി സമ്പ്രദായങ്ങൾ കുഴിക്കുന്നു. ആ രീതിയിലുള്ള കിണറുകളാണ് ഇന്ന് അവർ കുഴിക്കുന്നത്. അതായത് ഒരു മനുഷ്യൻ ഒരു PhD അല്ലെങ്കിൽ LLD അല്ലെങ്കിൽ കലയിൽ ഒരു ബിരുദമോ എന്തെങ്കിലും അവന് പ്രസംഗിക്കാനായി പോകുന്നതിന് മുമ്പ് ഉണ്ടായിരിക്കേണ്ടിയിരിക്കുന്നു. മനുഷ്യനിർമ്മിതമായ വേദശാസ്ത്രത്താൽ നിറയപ്പെട്ട കിണറുകളാണത്. അവർ അവരെ ഈ വലിയ പഠിപ്പിക്കുന്ന സ്കൂളുകളിലേക്ക് കൊണ്ടുപോവുകയും അവിടെ അവർ അവരുടെ സ്വന്തം മനുഷ്യനിർമ്മിതമായ വേദശാസ്ത്രത്തെ അവരിലേക്ക് കുത്തിവെക്കുകയും എന്നിട്ട് അതുമായിട്ട് അവരെ അയക്കുകയും ചെയ്യുന്നു. മനുഷ്യനിർമ്മിതമായ കിണറുകളോടുകൂടി എന്തൊരു ദിവസത്തിലാണ് നാം ജീവിക്കുന്നത്. ഈ കാര്യം ഒരു നാറ്റമായി തീർന്നിരിക്കുന്നതിൽ യാതൊരു അത്ഭുതവുമില്ല. ഓ എന്റെ, അതെന്തുകൊണ്ടാണെന്നാൽ ജനങ്ങൾ അതിൽ നിന്നും കുടിക്കുന്നതിനാലാണ്. ഇന്ന് ജനങ്ങൾക്ക് ആനന്ദം വേണ്ടിയപ്പോൾ എന്താണ് അവർ ചെയ്യുന്നത്? കർത്താവിന്റെ ആനന്ദത്തെ സ്വീകരിക്കുന്നതിന് പകരം അവർ പാപത്തിലേക്ക് തിരിയുന്നു. പള്ളികളിൽ പോകുന്നതും കർത്താവിന്റെ ദാസന്മാരെന്ന് അവകാശപ്പെടുന്നതുമായ ആളുകൾ വാസ്തവത്തിൽ ധൈര്യം നഷ്ടപ്പെടുമ്പോൾ ഒരു സിഗരറ്റ് കത്തിച്ച് വലിക്കുന്നു.
അവർക്ക് നേരം പോക്കിന്റെ ആവശ്യം വരുമ്പോൾ അവർ ദൂഷിച്ച വസ്ത്രങ്ങളെ ധരിച്ചിട്ട് അതുവഴി കടന്നുപോകുന്ന ആളുകൾ അവരെ നോക്കി ചൂളമടിക്കുന്നതിന് വേണ്ടി പുല്ല് ചെത്താൻ പോകുന്നു. ജനപ്രീതിക്ക് വേണ്ടി അവർ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. അവർ ചലച്ചിത്ര നടീനടന്മാരെ പോലെ കാണുവാൻ ആഗ്രഹിക്കുന്നു. അതാണ് അവരുടെ ആനന്ദം. ഞാനാകുന്നു അവരുടെ സംതൃപ്തി എന്ന് യേശു പറഞ്ഞു. അവർ അതിലേക്ക് പോകുന്നതിന്റെ കാരണം എന്താണെന്നാൽ അവർ ആ ഉറവയിൽ നിന്ന് കുടിക്കാൻ ആഗ്രഹിക്കാത്തതിനാലാണ്. അവർ അതിനെ ഉപേക്ഷിച്ച് കളഞ്ഞിരിക്കുന്നു. അവർ അതിൽ നിന്ന് കുടിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അവർ അവരെ തന്നെ മനുഷ്യനിർമ്മിതമായ ഏതോ ഒരു സമ്പ്രദായത്തിലേക്ക് ചേർക്കുന്നു. അവർക്ക് ഇതുപോലെ പോകാൻ കഴിയുന്നതായ എല്ലാ തരത്തിലുമുള്ള കെട്ടപ്പെട്ട വസ്തുക്കളാൽ നിറഞ്ഞ ഒരു കിണറ്റിലേക്ക് പോകുന്നു. കഴിഞ്ഞ ദിവസം കുട്ടികളുമായിട്ട് ഞങ്ങൾ നദിയിൽ പോയിരുന്നു. അല്ലെങ്കിൽ അത് ശനിയാഴ്ച രാവിലെ ആയിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞങ്ങൾ താഴേക്ക് പോയി വലിയ വള്ളത്തിലിരുന്ന് മീൻ പിടിക്കുകയായിരുന്നു. ഞങ്ങൾ കുട്ടികളെയും എടുത്തുകൊണ്ട് എന്റെ കൊച്ചുമകനും എന്റെ മോളും എന്റെ മോനെയും കൊണ്ട് വള്ളത്തിൽ ഒരു സവാരിക്കായി ഞങ്ങൾ നദിയിലേക്ക് പോയി. നിങ്ങൾക്ക് ആ നദിയിൽ ഒരു ബോട്ട് യാത്ര ചെയ്യാൻ പോലും കഴിയുകയില്ല. കാരണം അഴുക്കും വൃത്തികെട്ടതും കൊള്ളരുതാത്തതുമായ ആളുകൾ അർദ്ധനഗ്നരായിട്ട് ആ നദിയിൽ തുടർന്നുകൊണ്ടിരുന്നു. ഞങ്ങളുടെ പിന്നിലായി ഒരു ബോട്ട് ഓടി വന്നിരുന്നു. അതിലൊരു കൂട്ടം 14 വയസ്സ് പ്രായമുള്ള ആൺകുട്ടികൾ. അവരുടെ ഓരോരുത്തരുടെയും കയ്യിൽ ഒരു സിഗരറ്റും ബിയറിന്റെ കുപ്പിയുമായിരുന്നു. നേരം പോക്കാണെന്നാണ് അവർ ഇതിനെ വിളിക്കുന്നത്. ഓ ദൈവമേ, ഇതുപോലെയുള്ള ഒരു സമ്പ്രദായമായിട്ട് എത്ര നാൾ ഈ ലോകത്തിന് നിലനിൽക്കാൻ കഴിയും? അതിനുശേഷം അവർ മരിക്കുമ്പോൾ അവർ നരകത്തിലേക്ക് പോകുമെന്ന വിചാരങ്ങളിൽ നിന്നും അവരെ സ്വതന്ത്രരാക്കുന്നതിനായിട്ട് അവർ ചെയ്യുന്നത് എന്താണെന്നാൽ അവർ പോയിട്ട് ഈ മനുഷ്യനിർമ്മിതമായ കിണറുകളിൽ ഒന്നിൽ ചേരുന്നു. ആ കാരണത്താൽ ഒരേ തരത്തിൽപ്പെട്ട ആളുകൾ ഈ കിണറ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നു. ഇത് ഈ ലോകത്തിന്റെ ഒരു കൂട്ടം വൃത്തികെട്ടതായ വിഗിൾ ടൈൽസിന്റെ കൂട്ടമല്ലാതെ മറ്റാതൊന്നുമല്ല. അവർ അവരെ തന്നെ അതുമായിട്ട് ചേർത്ത് സഹകരിച്ചു പോകുന്നത് എന്തുകൊണ്ടാണെന്നാൽ എന്റെ വയസ്സ് എന്ന അമ്മ പറയാറുള്ളത് പോലെ ഒരേ തൂവലുള്ള പക്ഷികൾ കൂട്ടമായി ചേരുന്നു എന്നതിനാലാണ്. അവർ ആ നീരുറവയിലേക്ക് വന്നിട്ട് പാപഭാരമായ ജീവിതത്തിൽ നിന്നും വെടിപ്പാകുന്നില്ല. അവർ അവിടെ തന്നെ ജീവിക്കാൻ ആഗ്രഹിക്കുകയും അവർ ക്രിസ്ത്യാനികളാണെന്നുള്ള സാക്ഷ്യത്തെ അപ്പോഴും ഉയർത്തിപ്പിടിക്കാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടാണത്? അവർ യഥാർത്ഥമായ ആനന്ദത്തിന്റെയും ജീവന്റെയും സമ്പൂർണ്ണ ജീവന്റെയും സംതൃപ്തിയുടെയും നീരുറവയായ അവനെ ഉപേക്ഷിച്ച് കളഞ്ഞിരിക്കുന്നതിനാലാണ്. ആ കാരണത്താലാണ് അവർ ഇത് ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ അവർ ചേരാൻ ആഗ്രഹിക്കുന്നു. ആ രീതിയിലുള്ള കാര്യങ്ങൾ വിശ്വസിക്കുന്ന ആ തരത്തിൽപ്പെട്ട കുറെ ആളുകൾ അവർക്ക് അവിടെയുണ്ട്. ഇവിടെ വെച്ച് കുറച്ച് നാളുകൾക്ക് മുമ്പ് സഹോദരൻ ഫ്രെഡും ഞാനും സഹോദരൻ ടോമും അങ്ങനെ ഞങ്ങൾ ഒരു കൂട്ടം പേർ ട്യൂസൺ നഗരത്തിലുള്ള ഒരു വിസ്തൃതമായ ബാപ്റ്റിസ്റ്റ് പള്ളിയിൽ പോയിരുന്നു. അത് ചിലപ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെറിയതായ ഒരു നല്ല അനുഭവം കിട്ടുമോ എന്ന് കാണുന്നതിന് വേണ്ടിയായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന കർത്തൃസേവകൻ മിസ്രൈമിലുള്ള ജനങ്ങളെ കുറിച്ച് അവർ വെളുത്തുള്ളി തിന്നുകയായിരുന്നെന്നും അവർ അത് തിന്നാനായി വീണ്ടും പോകാൻ ആഗ്രഹിക്കുന്നുവെന്നും മറ്റും ഉള്ളതായി സംസാരിക്കുകയായിരുന്നു. എന്നിട്ട് പറഞ്ഞു, ഇന്നത്തെ ജനങ്ങളും എന്തോ അതേപോലെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ആമേൻ പറഞ്ഞു. ഞാൻ ഒരിക്കലും അതുപോലെയുള്ള ഒരു കൂട്ടത്തെ കണ്ടിട്ടില്ല. പള്ളിയിലുണ്ടായിരുന്ന മുഴുവൻ പേരുടെയും കാഴ്ച പ്രാസംഗികനിൽ നിന്ന് മാറിയിട്ട് ആരാണ് അവിടെ ആമേൻ പറഞ്ഞതെന്ന് തിരികെ നോക്കിയായിരുന്നു. അതവരെ കൊല്ലാൻ പോകുന്നത് പോലെ ഭയപ്പെടുത്തിയിരുന്നു. അതെന്തായിരുന്നു തന്നെ അവർക്കറിയില്ല. നമ്മുടെ ബലമായ ദൈവത്തിന് ഘോഷിപ്പീൻ എന്ന് ദാവീദ് പറഞ്ഞു. കിന്നരമെടുത്തവനെ സ്തുതിപ്പീൻ, വീണയെടുത്തവനെ സ്തുതിപ്പീൻ, ജീവനുള്ളതെല്ലാം യഹോവയെ സ്തുതിക്കട്ടെ, യഹോവയെ സ്തുതിപ്പീൻ. ദൈവം തന്റെ ജനങ്ങളിൽ ആനന്ദിക്കുന്നു. എന്തെങ്കിലും ശരിയായിട്ടുള്ള കാര്യം പറയുമ്പോൾ അവരിൽ അറിവുള്ളവർ ആമേൻ പറയട്ടെ. ഈ ലോകത്തിന്റെ സമ്പ്രദായങ്ങളിൽ നിന്നും കിണറുകളിൽ നിന്നും ദൈവത്തിന്റെ വിശ്വസനീയമായ സമ്പ്രദായത്തിലേക്ക് എന്തുകൊണ്ട് തിരിയുന്നില്ല? അത് യേശു ക്രിസ്തു എന്ന നീരുറവയാകുന്നു. എന്തുകൊണ്ട് നിങ്ങൾ അവനിലേക്ക് തിരിയുന്നില്ല? അവിടെ ദൈവം നമ്മുടെ സമൃദ്ധമായ ആനന്ദത്തെ കൊടുക്കുന്നവനും നമ്മുടെ സ്തുതികളിൽ കൊടുക്കുന്നവനും സംതൃപ്തിയിൽ നമുക്ക് സമൃദ്ധമായി നൽകുന്നവനുമാകുന്നു. എന്റെ നാടുകളിലുള്ള സ്വാന്തനം ദൈവത്തിൽ നിന്നും വരുന്നു. ഞാൻ കീറപ്പെടുമ്പോൾ ക്രിസ്തുവിൽ ഞാൻ സംതൃപ്തി കണ്ടെത്തുന്നു. ഒരു സിഗരറ്റിലല്ല, ഒരു ലൗകികപരമായ കാര്യങ്ങളിലല്ല, ഏതെങ്കിലും ചില മതസംഹിതയിൽ ചേരുന്നതിലോ അല്ല. എന്നാൽ അവനെ കണ്ടുകിട്ടുന്നതിലാണ്. വാഗ്ദത്ത വചനമായിട്ട് അവൻ പറഞ്ഞു, ഞാൻ പോവുകയാണെങ്കിൽ നിങ്ങളെ സ്വീകരിക്കുന്നതിനായി ഞാൻ വീണ്ടും വരും. അതിൽ ഞാൻ എന്റെ ആനന്ദം കണ്ടെത്തുന്നു. അവൻ എന്റെ ആനന്ദമാകുന്നു. ഈ ലോകസഭാ സമിതി ഉണ്ടാക്കുന്നതിലും ഈ വക കാര്യങ്ങളിൽ ചേരുന്നതിലും കൂടെ അവർ ജീവിക്കുന്നതിന് വേണ്ടി ഒരു നല്ല സ്ഥലമുണ്ടാക്കാൻ പോവുകയാണെന്ന് ഇന്ന് അവർ പറയുന്നു. എന്റെ ആത്മാർത്ഥമായ അഭിപ്രായം അനുസരിച്ച് അവർ പാപത്തിന് വേണ്ടി ഒരു നല്ല ഇടം കൊടുക്കുകയാണ്. എങ്ങനെയായാലും ആ മുഴുവൻ കാര്യവും പാപത്തിലാക്കുന്നു. അത് ജീവിക്കുന്നതിനല്ല, എന്നാൽ മരിക്കുന്നതിനാണ്. ജീവിക്കുന്നതിന് പകരം പാപം ചെയ്യുന്നതിനായി അതിന്റെ സ്ഥാനത്തെ ഉണ്ടാക്കുകയാണ്. യേശു ക്രിസ്തുവിന്റെയും അവന്റെ ജീവന്റെ വചനത്തിനും വെളിയിലായിട്ടുള്ളത് എന്തായിരുന്നാലും അത് പൊട്ടക്കിണറാണ്. അതിന് പകരമായി നിങ്ങൾ ശ്രമിക്കുന്നത് എന്തായിരുന്നാലും, നിങ്ങൾക്ക് ശാന്തിക്ക് വേണ്ടി കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് എന്തായിരുന്നാലും, നിങ്ങൾക്ക് സുഖസൗകര്യത്തിന് വേണ്ടി കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് എന്തായിരുന്നാലും, ഇതിന് പകരമായിട്ട് ഏതെങ്കിലും രീതിയിലുള്ള ഒരു സന്തോഷം മറ്റെന്തെങ്കിലും നിന്ന് നിങ്ങൾ സ്വീകരിക്കുന്നത് അഴുക്ക് നിറഞ്ഞ ഒരു പൊട്ടക്കിണറാണ്. അവൻ നിങ്ങൾക്ക് സമ്പൂർണ്ണ സംതൃപ്തി തരുന്നു. കുറച്ച് സമയങ്ങൾക്ക് മുമ്പ് ഞാൻ പിൻവശത്തെ വാതിൽ കൂടി ഇറങ്ങിയത് ഞാൻ ഓർക്കുന്നു.
അവിടെ ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് പരിഹാസ്യതയോടുകൂടി അവൻ എന്നോട് പറഞ്ഞു, നിങ്ങൾക്കറിയാമോ, നിങ്ങൾ എപ്പോഴും സ്ത്രീകൾ നിക്കറും മറ്റും ധരിക്കുന്നതിനെ കുറിച്ച് എല്ലായ്പ്പോഴും പറയുന്നതിന്റെ കാരണം എന്താണെന്നാൽ, കാരണം നിങ്ങളൊരു പ്രായമുള്ള മനുഷ്യനായതിനാലാണ്, ആ കാരണത്താലാണ് അതെന്ന് അവൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇവിടേക്ക് നോക്കൂ, നിനക്കെന്ത് പ്രായമുണ്ട്? 27 എന്നവൻ പറഞ്ഞു. ഞാൻ നിന്നേക്കാളും വളരെയധികം വർഷങ്ങൾ പ്രായം കുറയുമെന്നായിരുന്നപ്പോഴും ഇതേ കാര്യം തന്നെയാണ് പ്രസംഗിച്ചിരുന്നതെന്ന് ഞാൻ പറഞ്ഞു. ഞാനൊരു സംതൃപ്തിയുടെ ഉറവിടത്തെ കണ്ടെത്തിയിരിക്കുന്നു. അവൻ എന്റെ ഭാഗമാകുന്നു. ആമേൻ. അവൻ അതെനിക്ക് തരുന്നിടത്തോളം അത് മനോഹരതയാകുന്നു. അവനിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയും അവന്റെ കരങ്ങൾ എന്താണ് പ്രവർത്തിക്കുന്നതെന്ന് അവന്റെ കൈപ്രവൃത്തികളെ ശ്രദ്ധിക്കുന്നതുമാണ് എന്റെ കല. എനിക്കറിയാവുന്ന വേറൊരു നീരുറവയില്ല. ഓ വിലയേറിയ ഈ ഒഴുക്ക് മഞ്ഞുപോലെ എന്നെ വെടിപ്പാക്കുന്നു. യേശുവിന്റെ രക്തമല്ലാതെ മറ്റ് യാതൊരു ഉറവും എനിക്കറിയില്ല. ഇമ്മാനുവേൽ തൻ ചങ്കിൽ നിന്നൊഴുകും രക്തനദി പാപക്കറ നീക്കും, അതിൽ മുങ്ങിത്തീർന്നാലാരും. ആ നീരുറവയല്ലാതെ യാതൊരു നിറവയും ഞാൻ അറിയുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഞാൻ അഴുക്കായിരുന്നപ്പോൾ അതെന്നെ വെടിപ്പാക്കി. ഞാൻ അതിൽ നേരായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നതിനാൽ അതിനെ വെടിപ്പാക്കി സൂക്ഷിക്കുന്നു. ഈ ശുദ്ധവെള്ളത്തെ കുടിക്കുകയും അതിന്റെ പ്രാണനെ ആനന്ദത്താൽ നിറയ്ക്കുകയും ചെയ്യുന്നു. എനിക്കെപ്പോൾ വേണമെങ്കിലും എത്രമാത്രം താഴണമെങ്കിലും എനിക്കിനിയും കഷ്ടിച്ചു പോലും തുടരാൻ കഴിയില്ല എന്ന് തോന്നിയാലും മറ്റൊരിടത്തേക്ക് ഒരു വട്ടം പോലും പോകാൻ കഴിയില്ല എന്ന് ഞാൻ അനുഭവപ്പെട്ടാൽ അപ്പോൾ എനിക്ക് മുട്ടിന്മേൽ നിന്നുകൊണ്ട് എന്റെ വിരലുകൾ ഒരു വാഗ്ദത്തത്തിന്മേൽ വെച്ചുകൊണ്ട്, ദൈവമായ കർത്താവേ, നീ എന്റെ ബലമാകുന്നു എന്ന് പറയാൻ കഴിയും. നീ എന്റെ സംതൃപ്തിയാകുന്നു, നീ എന്റെ എല്ലാമാകുന്നു. അപ്പോൾ എന്തോന്ന് എന്റെ ഉള്ളിൽ പൊങ്ങിക്കൊണ്ടിരിക്കുന്നതു എന്ന് എനിക്ക് അനുഭവപ്പെടാൻ കഴിയുകയും ഞാൻ അതിൽ നിന്ന് പുറത്തു വരികയും ചെയ്യുന്നു. എനിക്കിപ്പോൾ 50 വയസ്സ് പ്രായമായി കഴിഞ്ഞിരിക്കെ ഒരു ദിവസം രാവിലെ ഞാൻ എഴുന്നേൽക്കും. നിങ്ങൾക്കറിയാമോ അതെങ്ങനെയായിരിക്കുമെന്ന്? നിങ്ങൾക്ക് കഷ്ടിച്ചൊരടി പോലും കട്ടിൽ നിന്ന് എടുത്തു വെക്കാൻ കഴിയില്ലെന്നിരിക്കാം. നിങ്ങൾക്കത് കഷ്ടിച്ചു പോലും ചെയ്യാൻ കഴിയുകയില്ല. അപ്പോൾ ആരെങ്കിലും വാതിൽ മുട്ടുകയും അല്ലെങ്കിൽ ബില്ലി എന്നോട് പറയുകയാണ്, എവിടെയോ അത്യാവശ്യമായിട്ട് എനിക്ക് പോകേണ്ടതായിട്ടുണ്ടെന്ന്. അപ്പോൾ എനിക്കതെങ്ങനെ ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ ഓർക്കും. ഒരടി വെക്കാൻ ഞാൻ ശ്രമിക്കും. നീ എന്റെ ഉറവയുടെ ഉറവയാകുന്നു എന്ന് ഞാൻ ഓർക്കും. ആമേൻ. എന്റെ ശക്തിയും എന്റെ ബലവും യഹോവയിൽ നിന്ന് വരുന്നു. നീ എന്റെ നീരുറവയാകുന്നു, നീ എന്റെ യൗവനമാകുന്നു. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. ദൈവമായ കർത്താവ് ഇങ്ങനെ പോകേണ്ടത് എന്റെ കർത്തവ്യമാകുന്നു. എന്നെ എന്റെ ജോലിയുടെ സ്ഥാനത്തേക്ക് വിളിച്ചിരിക്കുന്നു. ആദ്യത്തെ കാര്യം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? എന്തോ എന്റെ ഉള്ളിൽ കടകട ശബ്ദമുണ്ടാക്കുന്നു. കഴിഞ്ഞ ദിവസം കൻസിസാസിൽ ടോപ്പക്കയിൽ ഒരു യോഗമുണ്ടായിരുന്നു. അവിടെ ഒരു പയ്യൻ ഒരു ചെറുപ്പക്കാരനെ പ്രാസംഗികന്റെ ആദ്യത്തെ അവതാരികരിൽ ഒരുവനായിരുന്നു. ഇവിടെ സന്നിഹിതനായിരിക്കുന്ന സഹോദരൻ റോയി ആ സ്ഥലം ഓർക്കുന്നുണ്ടാകും. അവിടെയുള്ള ഈ സ്ഥലത്ത് ഈ കർത്തൃസേവകൻ ഒരു മേൽക്കൂരയുടെ അടിയിൽ അല്ലെങ്കിൽ ഒരു സ്ഥലത്തായിട്ട് ഒരു വശത്തെ ഭിത്തി ഇടിഞ്ഞിട്ട് അദ്ദേഹം അതിനടിയിലായി പോയി. ആ ചെറുപ്പക്കാരൻ മരിക്കാൻ പോകുകയായിരുന്നു. അദ്ദേഹത്തിന്റെ കരൾ വിങ്ങി നിന്നിരുന്നു. അദ്ദേഹത്തിന്റെ പ്ലീഹ സ്ഥാനം തെറ്റിയിരുന്നു. ടണ്ണോളം ഭാരം അവന്റെ മേൽ വീണിരുന്നു. ഞാൻ രാവിലെ ഭക്ഷണ സമയത്ത് ഭാര്യയോട് സംസാരിച്ചുകൊണ്ട് അവിടെ ഇരിക്കുകയായിരുന്നു. യേശു അവിടെ ഉണ്ടായിരുന്നെങ്കിൽ നിനക്കറിയാമോ അവൻ എന്ത് ചെയ്യുമെന്ന് ഞാൻ ഭാര്യയോട് ചോദിച്ചു. അവൻ എന്റെ അവതരണത്തിനുള്ള ചുമതല എടുത്തപ്പോൾ അവൻ ക്രിസ്തുവിനെ അവതരിപ്പിക്കുന്നതിനുള്ള ചുമതലയാണ് എടുത്തിരുന്നതെന്ന് ഞാൻ ആ വാക്ക് വിശ്വസിക്കുന്നു. അത് പിശാചിന്റെ സൂത്രമാണെന്ന് ഞാൻ പറഞ്ഞു. യേശു ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവൻ പോയിട്ട് തന്റെ വിശുദ്ധ കരങ്ങളെ അവന്റെ മേൽ വയ്ക്കുമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. ആ ചെറുപ്പക്കാരൻ സുഖം പ്രാപിക്കും. അവന്റെ കരൾ വിങ്ങിയിരിക്കുകയാണെന്ന് ഞാൻ കാര്യമാക്കുന്നില്ല. അവൻ സുഖപ്പെടും. കാരണം അവൻ ആരായിരിക്കുന്നു എന്ന് കൃത്യമായി അവൻ അറിഞ്ഞുകൊണ്ട് യേശു അവിടേക്ക് നടന്നു ചെല്ലും. അവന്റെ വിളി അവൻ അറിഞ്ഞിരുന്നു. തിരുവെഴുത്ത് ശരിയായിരിക്കുകയും അവൻ ആരാകുന്നുവെന്ന് അവൻ അറിയാമെന്ന് അവനിൽ ന്യായീകരിക്കപ്പെടുകയും ചെയ്തിരുന്നു. സംശയത്തിന്റെ ഒരു നിഴല് പോലുമില്ല. അവന്റെ കൈകൾ അവന്റെ മേൽ വെച്ചിട്ട്, മകനെ സുഖമായിരിക്കുക, എഴുന്നേറ്റ് നടക്ക എന്ന് പറയും. അത് കഴിഞ്ഞാൽ നരകത്തിൽ അത്രയും പിശാചുക്കൾ പിന്നെ അവനെ കൊല്ലുവാനായിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു. അവൻ സുഖപ്പെടുമെന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ നീ നോക്കൂ പ്രിയെ, അവൻ യേശുവായിരുന്നു. അത് ദൈവത്തിന്റെ കരങ്ങളാകുന്നു. ഞാനൊരു പാപിയാകുന്നു. ഞാൻ ലൈംഗികപരമായ ജന്മമെടുത്തിരിക്കുന്നു. എന്റെ അമ്മയും അപ്പനും രണ്ടുപേരും പാപികളായിരിക്കുന്നു. ഞാൻ വെറും യാതൊരു ഗുണവുമില്ലാത്തവനാണ്. എന്നാൽ നിങ്ങൾക്കറിയാമോ എന്താണെന്ന്? കർത്താവ് എനിക്കൊരു ദർശനം തന്നിട്ട് അവിടേക്ക് എന്നെ അയക്കുകയാണെങ്കിൽ അത് വ്യത്യസ്തമായ ഒന്നായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞു. അവൻ എനിക്കൊരു ദർശനം തരികയാണെങ്കിൽ ഞാൻ പോയിട്ട് കരങ്ങളെ അവന്റെ മേൽ വെക്കുകയും അവൻ ആ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് വരികയും ചെയ്യും. അപ്പോൾ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി, അതെന്തൊക്കെയായാലും അതൊരു ദർശനമാണെങ്കിൽ തന്നെയും എന്താണ് അതിലുണ്ടായിരുന്നത്? അതേ അഴുക്ക് പിടിച്ച കരങ്ങളാണ് അവന്റെ മേൽ വെക്കുന്നതും, അതേ മനുഷ്യനാണ് അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നതും, അതേ അഴുക്ക് കരങ്ങളാണ് അവന്റെ മേൽ വെക്കുകയും ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ ചിന്തിക്കാൻ തുടങ്ങി, ഞാൻ അവന്റെ പ്രതിനിധിയാണ്. അപ്പോൾ ദൈവം എന്നെ കാണുന്നില്ല. നീതിമാനായ അവന്റെ ആ രക്തം അവിടെ വേദിയിൽ കിടക്കുന്നു. അതെനിക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കുന്നു. അവൻ എന്റെ പര്യാപ്തതയാകുന്നു. അവൻ എന്റെ പ്രാർത്ഥനയാകുന്നു. അവൻ എന്റെ ജീവനാകുന്നു. എന്റെ കൈകൾ അവന്റെ മേൽ വെക്കുന്നതിനുള്ള ഒരേ ഒരു കാരണം വിശ്വാസമാണ്. കാരണം എനിക്ക് ദർശനത്തിൽ വിശ്വാസമുണ്ട്. എന്നാൽ ദർശനമില്ലാതെ തന്നെ അതേ വിശ്വാസം അതേ കാര്യം തന്നെ ചെയ്യും. അതുകൊണ്ട് എനിക്ക് എന്നെ തന്നെ പരിഗണിക്കാനായി ഒന്നുമില്ല. എനിക്കതിന് കഴിയുകയില്ല. എന്നാൽ എന്റെ എല്ലാത്തിലും എല്ലാമായിട്ട് അവനെ പരിഗണിക്കുന്നു. അവൻ എന്റെ ജീവനാകുന്നു. അവൻ എന്റെ കമ്മീഷണറാകുന്നു. യാതൊരു സഭാ സമുദായം എന്നെ അയക്കുന്നില്ല. അവൻ എന്നെ അയക്കുന്നു.
ഹല്ലേലൂയ. ഞാൻ അവന്റെ നാമത്തിൽ പോകുന്നു. ഞാൻ എന്റെ കരങ്ങളെ അവന്റെ മേൽ വെക്കും. നേരെ നടന്നു എന്നിട്ട് എന്റെ കൈകളെ ആ ചെറുപ്പക്കാരന്റെ മേൽ വെച്ചു. അന്ന് രാത്രിയിലത്തെ യോഗത്തിൽ പൂർണ്ണ സുഖം പ്രാപിച്ചവന് യോഗത്തിലുണ്ടായിരുന്നു. ആമേൻ. ഓ അതെ, അവൻ ആ നീരുറവയാകുന്നു. യേശുവിന്റെ രക്തമല്ലാതെ മറ്റ് യാതൊരു ഉറവും ഞാൻ അറിയുന്നില്ല. ഞാനൊരു നാരിയാകുന്നു, ഞാനൊരു വിശ്വാസ പാതകിയാകുന്നു. നാം എല്ലാവരും അതാകുന്നു. എന്നാൽ ദൈവം മുമ്പാകെ നാം സമ്പൂർണ്ണരാകുന്നു. നിങ്ങളുടെ സ്വർഗീയ പിതാവ് സമ്പൂർണ്ണനായിരിക്കുന്നത് പോലെ തന്നെ നിങ്ങളും സമ്പൂർണ്ണരാകുവീൻ. നിങ്ങൾക്കതെങ്ങനെ കഴിയും? എന്തുകൊണ്ടെന്നാൽ ഒരു സമ്പൂർണ്ണനായവൻ നമ്മെ അവിടെ പ്രതിനിധീകരിക്കുന്നു. ഓരോ ദിവസവും പുതുമയോടുകൂടെ ആ ഉറവ് അവിടെ ആയിരിക്കുന്നു. അത് കെട്ടി നിൽക്കുന്ന എന്തെങ്കിലും ഒന്നല്ല, എന്നാൽ ഓരോ ദിവസവും പുതിയതും അതിന്റെ എല്ലാ പാവങ്ങളെ കഴുകിക്കളയുന്നതുമാകുന്നു. ആ ഉറവ അവനാകുന്നു. ഇപ്പോൾ ഇത് അവസാനിപ്പിക്കുമ്പോൾ എനിക്കിത് പറയേണ്ടിയിരിക്കുന്നു. ഇതിൽ നിന്നും വ്യത്യസ്തമായത് എന്തായിരുന്നാലും അത് പൊട്ടക്കിണറുകളാണ്. നിങ്ങൾ അതിൽ എന്തിടുന്നുവോ അത് അവസാനം ചോർന്നു പോവുകയും ചെയ്യും. നിങ്ങളുടെ എല്ലാ ആശകളെയും മുഴുവൻ സമയത്തെയും മറ്റെല്ലാ കാര്യങ്ങളും ഇതുപോലെയുള്ള ഒരു കെട്ടി നിൽക്കുന്ന കുളത്തിലിടുകയാണെങ്കിൽ യേശു പറഞ്ഞു അവയെല്ലാം പൊട്ടക്കിണറുകളാണെന്ന്. അവ പൊട്ടിയതാണെന്നും നിങ്ങൾ അതിലിടുന്നതെല്ലാം ചോർന്നു പോകുമെന്ന് ദൈവം പറയുന്നു. അതുമായി നിങ്ങൾക്ക് അധിക ദൂരം പോകാൻ കഴിയുകയില്ല, കാരണം അത് ചോർന്നു പോകും. സത്യത്തിലേക്കും ജീവനിലേക്കും നിത്യാനന്ദത്തിലേക്കും നിത്യശാന്തിയിലേക്കുമുള്ള ഒരൊറ്റ വഴി അവനാകുന്നു. അവൻ ഒരുവൻ മാത്രവും അതിലേക്കുള്ള ഒരൊറ്റ വഴിയുമാകുന്നു. ഓ ദൈവമേ, അക്ഷയമായ ജീവന്റെ ഉറവിടം യേശു ക്രിസ്തുവാകുന്നു. എന്തുകൊണ്ടാണ്? കൂടാതെ അവൻ ആരാകുന്നു? അതേ വചനം തന്നെ. വചനവും ജീവനും ഉറവും ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനും തന്നെ. സത്യവിശ്വാസിക്ക് അവന്റെ പരമോന്നതമായ ആനന്ദവും അവന്റെ പരമോന്നതമായ ജീവനുമാകുന്നു. ക്രിസ്തുവിലുള്ള അവന്റെ പരമോന്നതമായ സംതൃപ്തിയുമാകുന്നു. ഒരു പമ്പ് ചെയ്യലില്ല, ഒരു വലിയില്ല, ഒരു ചേരലില്ല, ഒരു വിടുതലില്ല. വിശ്വസിക്കുകയും വിശ്രമിക്കുകയും മാത്രമാണ്. വിശ്വസിക്കുന്നവർക്ക് അവൻ അതാകുന്നു. അത് പിതാവായ അബ്രഹാമിനെ പോലെയാണ്. അവൻ ഒരിക്കലും വലിക്കുകയോ അവൻ ഒരിക്കലും ക്ലേശിക്കുകയോ അവൻ ഒരിക്കലും വിഷമിക്കുകയോ ചെയ്തില്ല. അവന്റെ പക്കൽ വചനമുണ്ടായിരുന്നു. അവൻ എൽ ശദ്ദായിയുടെ മാറിടത്തിൽ കിടന്നിരുന്നു. അബ്രഹാമിന് 100 വയസ്സായപ്പോൾ ദൈവം അവന് പ്രത്യക്ഷനായിട്ട് ഞാൻ സർവശക്തനാകുന്നു എന്ന് പറഞ്ഞു. എബ്രായ വാക്ക് എൽ ശദ്ദായി എന്നാകുന്നു. അതിന്റെ അർത്ഥം മാറിടമുള്ളവൻ എന്നാകുന്നു. നീ വൃദ്ധനായിരിക്കുന്നു, നിന്റെ ശക്തി പോയി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് എന്റെ മാറിടത്തിലേക്ക് ചാഞ്ഞുകൊണ്ട് നിന്റെ ശക്തിയെ ഈ ഉറവിൽ നിന്നും ശുശ്രൂഷിച്ചു കൊള്ളുക. ആമേൻ. അവൻ സ്വയമായി തന്നെ എന്താണ് പരിചരിച്ചിരുന്നത്? ഒരു പുതിയ ശിശുവായിരുന്നു. അവൻ സാറായിൽ നിന്നും ഒരു കുട്ടിയുണ്ടായി. 50 വർഷങ്ങൾക്ക് ശേഷം വേറൊരു സ്ത്രീയിൽ നിന്നും 7 മക്കൾ കൂടെ ഉണ്ടായി. ഓ എൽ ശദ്ദായി. അവൻ എന്താണ് ചെയ്തതെന്ന് പഴയ നിയമം കാണിക്കുന്നു. അവൻ എന്ത് ചെയ്യുമെന്ന് പുതിയ നിയമം പറയുന്നു. പഴയ നിയമത്തിൽ ഇപ്പോൾ കാത്തു നിന്നിരിക്കുന്നതിനാൽ ഞാൻ എളുപ്പമായി കൊണ്ട് 1 മിനിറ്റിനുള്ളിൽ തന്നെ തീർക്കുന്നതാണ്. യോഗം അവസാനിക്കുന്നതിന് മുമ്പായി ഞാനിത് പറയാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കൽ ഇതിന്റെ ഒരു നല്ല ഉദാഹരണം എനിക്കുണ്ടായിരുന്നു. ഞാൻ പാറാവ് നടത്തുകയായിരുന്നു. ഇവിടെയുള്ള വളരെ പേർക്കറിയാം, ജോർജ് ടൗണിന് താഴെയായി അവിടെ മിൽ ടൗണിന്റെ മലകൾക്ക് പിന്നിലായി ഒരു ഉറവുണ്ടായിരുന്നു. അതൊരു നീരുറവയായിരുന്നു. അത് ഏകദേശം 4 അല്ലെങ്കിൽ 5 അടി ജലധാര അതിൽ നിന്ന് വിട്ടിരിക്കുകയും എപ്പോഴും ജലം പ്രവഹിച്ചുകൊണ്ടുവരുന്നു. അങ്ങനെ ഒരു വലിയ നീരുറവ അവിടെ ഉണ്ടായിരുന്നു. അതിന് ചുറ്റുമായി ധാരാളം, നിങ്ങൾക്കറിയാമോ, പെന്നി റോയൽ എന്ന് പറയുന്ന ഒരു തരത്തിൽപ്പെട്ട തുളസി പോലുള്ള ചെടികൾ വളർന്നിരുന്നു. ഓ നിങ്ങൾക്കറിയാമോ, ആ നീരുറവയുടെ അടുക്കൽ എത്തുന്നതിന് വേണ്ടി ഞാൻ എപ്പോഴും ദാഹിച്ചിരുന്നു. ഞാൻ ഇതിന്റെ അടുക്കലായി കിടക്കുകയും അവിടെ നിന്ന് കുടിക്കുകയും വീണ്ടും വീണ്ടും കുടിക്കുകയും അവിടെ നിന്ന് കുടിക്കുകയും അങ്ങനെ കാത്തിരിക്കുകയും ചെയ്തിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഇപ്പോഴും ആ നീരുറവയുടെ അടുക്കൽ പോകും. അതൊരിക്കലും നിന്നിട്ടില്ല. തണുപ്പായാലും ചൂടായാലും അവർക്കതിനെ മരവിപ്പിക്കാൻ കഴിയുകയില്ല. നിങ്ങൾക്കൊരു നീരുറവയെ മരവിപ്പിക്കാൻ കഴിയുകയില്ല. ഓ ഇല്ല, ഓ ഇല്ല. എത്ര തണുപ്പായിരിക്കുന്നു എന്നുള്ളത് ഞാൻ കാര്യമാക്കുന്നില്ല. അതതിനെ മരവിപ്പിക്കുകയില്ല. നിങ്ങൾക്കൊരു കിണറിനെ മരവിപ്പിക്കാൻ കഴിയും. വെറും ഒരു മഞ്ഞുപൊഴിയൽ അത് ചെയ്യും. എന്നാൽ ഇളകിക്കൊണ്ടിരിക്കുന്നതായ എന്തിലും ജീവൻ അതിനുള്ളിലുണ്ട്. അത് ചുറ്റുമായി അനങ്ങിക്കൊണ്ടിരിക്കുന്നു. ഒരു നീരുറവയെ നിങ്ങൾക്ക് മരവിപ്പിക്കാൻ കഴിയുകയില്ല. ആ ചുറ്റുപാടുമുള്ള സ്ഥലത്തെ ആത്മാവ് എത്രമാത്രം ദുർബലമായതായാലും ഈ ഉറവിടം എപ്പോഴും ജീവിക്കുന്നു. ആ ഉറവിൽ ജീവിക്കുക. ഞാൻ അതുവഴി കടന്നു പോകുകയും അതിൽ നിന്ന് കുടിക്കുകയും ചെയ്തിരുന്നു. ഓ എന്റെ എത്ര ശുദ്ധമായ വെള്ളമാകുന്നു. നിങ്ങൾക്കൊരിക്കലും വിഷമിക്കേണ്ട ആവശ്യമില്ല. ഞാൻ അവിടെ എത്തുമ്പോൾ ആ നീരൊഴുക്ക് വെള്ളം പ്രവഹിക്കുന്നത് വിട്ടുകളയുമോ എന്ന് വിഷമിക്കേണ്ട ആവശ്യമില്ല. അതോടിക്കൊണ്ട് തന്നെ ഇരിക്കുന്നു. എന്റെ വലിയപ്പൻ അതിൽ നിന്ന് കുടിച്ചിരുന്നുവെന്ന് ഒരു പഴയ കൃഷിക്കാരനോട് പറഞ്ഞിരുന്നു. അതൊരിക്കലും ക്ഷയിക്കുകയോ അല്ലെങ്കിൽ യാതൊന്നുമോ ആയിട്ടില്ല. അതിപ്പോഴും അതേ ഉറവ തന്നെയാണ് നീലനദിയിലേക്ക് പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നു. ഓ എന്റെ വെള്ളത്തിന് വേണ്ടിയുള്ള എത്ര മനോഹരമായ സ്ഥലമാണിതെന്ന് ഞാൻ ഓർത്തു. എന്റെ വഴിയിൽ നിന്നും ഏകദേശം 1 മൈൽ അപ്പുറത്തേക്ക് ഞാൻ നടന്നു പോകുമായിരുന്നു. കാരണം അത് വെള്ളം കുടിക്കുന്നതിന് വേണ്ടി അത്രമാത്രം വാസ്തവമായിട്ടുള്ള ഒരു സ്ഥാനമായിരുന്നു. ഓ ആ വെള്ളം എത്ര നല്ലതായിരുന്നു. ഓ ദൈവമേ, ഞാനിപ്പോൾ അരിസോണയിലെ ആ മരുഭൂമിയിൽ എത്തിച്ചേരും. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കാറുണ്ട്. അവിടെയുള്ള ആ അത്ഭുതകരമായ നീരുറവയിൽ എനിക്ക് അവിടെ ചെന്ന് കിടക്കുവാൻ മാത്രം കഴിഞ്ഞിരുന്നെങ്കിൽ, ഓ എനിക്ക് ഒരു വട്ടം കൂടി ആ നീരുറവയിൽ നിന്നും കുടിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ദാവീദ് ഒരു വട്ടം പറഞ്ഞതുപോലെയാണ്. ഒരു വട്ടം ഞാൻ അവിടെ പോയിരുന്നു. ഒരു രസകരമായ കാര്യം അവിടെ വെച്ച് എനിക്ക് സംഭവിച്ചു.
എല്ലാ സമയത്തും എന്താണ് നിന്നെ സന്തോഷവാനാക്കുന്നത് എന്ന് ഞാൻ ചോദിച്ചു. എനിക്കതുപോലെ സന്തോഷവാനാകാൻ കഴിഞ്ഞിരുന്നെങ്കിലും ഞാൻ ആശിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഞാൻ ഇവിടെ വരുവാൻ തുടങ്ങിയത് മുതൽ ഒരിക്കലും നിന്നെ ദുഃഖിച്ചു കണ്ടിട്ടില്ല. നിന്നെക്കുറിച്ച് ദുഃഖകരമായ ഒരൊറ്റ കാര്യം പോലുമില്ല. നീ എപ്പോഴും ആനന്ദത്താൽ നിറഞ്ഞിരിക്കുന്നുവെന്ന് ഞാൻ പറഞ്ഞു. നീ പൊങ്ങുകയും ചാടുകയും അങ്ങനെ എല്ലാമായിട്ട് തുടരുന്നു. ശീതമായാലും ഉഷ്ണമായാലും ചൂടായാലും തണുപ്പായാലും അതെന്ത് തന്നെയായാലും നീ എപ്പോഴും ആനന്ദത്താൽ നിറഞ്ഞിരിക്കുന്നു. എന്താണ് നിന്നെ അങ്ങനെ ആക്കുന്നത്? എന്താകുന്നു അത്? അതെന്തുകൊണ്ടാണെന്നാൽ ഞാൻ നിന്നിൽ നിന്ന് കുടിക്കുന്നത് കൊണ്ടാണോ? അല്ല, ചിലപ്പോൾ മുയലുകൾ വന്ന് അതിൽ നിന്ന് കുടിക്കുന്നത് കൊണ്ടായിരിക്കുകയും നീ അത് ഇത്രമാത്രം ഇഷ്ടപ്പെടുകയും ചെയ്യുന്നതുകൊണ്ടായിരിക്കാമെന്ന് ഞാൻ പറഞ്ഞു. അല്ല, എങ്കിൽ എന്താണ് നിന്നെ ഇതുപോലെ തുള്ളിച്ചാടാൻ ഇടയാക്കുന്നത്? എന്താണ് നിന്നെ അത്രയും സന്തോഷവാനാക്കുന്നത്? എന്താണ് നിന്നെ എല്ലായ്പ്പോഴും ആനന്ദത്താൽ നിറയ്ക്കുന്നത് എന്ന് ഞാൻ ചോദിച്ചു. അതെന്തുകൊണ്ടാണെന്നാൽ പക്ഷികൾ നിന്നിൽ നിന്ന് കുടിക്കുന്നത് കൊണ്ടാണോ? അല്ല. കാരണം ഞാൻ നിന്നിൽ നിന്ന് കുടിക്കുന്നത് കൊണ്ടാണോ? അല്ല. എങ്കിൽ എന്താണ് നിന്നെ അത്രയും ആനന്ദത്താൽ നിറയ്ക്കുന്നത് എന്ന് ഞാൻ ചോദിച്ചു. ആ നീരുറവയ്ക്ക് എന്നോട് തിരികെ സംസാരിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ അത് എന്നോട് ഇങ്ങനെ പറഞ്ഞിരുന്നേനെ. സഹോദരൻ ബ്രാണം, അത് നിങ്ങൾ കുടിക്കുന്നത് കൊണ്ടല്ല, ഞാനത് വിലമതിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ എനിക്ക് പക്ഷികൾക്കായി ഒരുക്കാൻ കഴിയുന്നു. കുടിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരുവിനു വേണ്ടി ഞാൻ ഒരുക്കുന്നു. നിങ്ങൾക്ക് ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എന്താണെന്നാൽ ഇവിടേക്ക് വന്ന് കുടിക്കുക മാത്രമാണ്. എന്നാൽ എന്നെ എന്താണ് സന്തോഷവാനാക്കുന്നത് എന്നാൽ ഇത് ഞാനല്ല പൊങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്തോ എന്റെ ഉള്ളിലുള്ള ഒന്നാണ് എന്നെ തള്ളുന്നത്. എന്തോ ഒന്നാണ് എന്നിൽ പൊങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെയാണ് ആത്മാവിൽ നിറഞ്ഞ ജീവനും. യേശു ഇവിടെയായിരുന്നപ്പോൾ പറഞ്ഞു, അവൻ നിങ്ങൾക്ക് നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന നീരുറവെ, കവിഞ്ഞൊഴുകി പ്രവഹിക്കുന്ന, അതായത് തുടർച്ചയായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന നീരുറവെ തരുമെന്ന് പറഞ്ഞു. ബാക്കിയുള്ള സഭകൾ മുകളിലായാലും താഴെയായാലും നിങ്ങളെപ്പോഴും ആ നീരുറവിലായിരിക്കും. നിങ്ങളൊരു നീരുറവയിലേക്ക്, ഒരു പ്രവാഹത്തിലേക്ക് ക്ഷണിക്കപ്പെട്ടിരിക്കുമ്പോൾ പരജീവികളാലും മറ്റുള്ള കാര്യങ്ങളാലും നിറഞ്ഞ കിണറായ ഒരു സഭാ സംഘടനയുടെ കെട്ടിക്കിടന്ന് അഴുകുന്നതായ വെള്ളത്തിൽ നിന്നും കുടിക്കുവാനായി ആ സമ്പ്രദായത്തെ എന്തിനാണ് എടുക്കുന്നത്? അതപ്രകാരം തള്ളുകയും വളയുകയും പുളയുകയും ഗുരുകുള ശബ്ദമുണ്ടാക്കുകയും ചിരിക്കുകയും ആനന്ദിക്കുകയും തുള്ളിക്കളിക്കുകയും ചെയ്യുന്നുവെന്ന് ഞാൻ ഓർക്കുന്നു. തണുപ്പത്തും മഴയിലും ചൂടിലും വരൾച്ചയിലും ബാക്കിയുള്ള ദേശം മുഴുവൻ ഉണങ്ങുമ്പോഴും ഇതെല്ലാം എപ്പോഴും ആയിരുന്നതുപോലെ തന്നെ അത് പൊങ്ങിക്കൊണ്ടിരുന്നു. കാരണം അത് ആഴത്തിൽ വേരൂന്നിയിട്ട് താഴെയുള്ള പാറകളിൽ നിന്നും ഇത് കടന്നു വന്നിരുന്നു. ഓ, ഞാൻ ആ പ്രവാഹത്താൽ ജീവിക്കട്ടെ. നിങ്ങളുടെ മനുഷ്യനിർമ്മിതമായ സമ്പ്രദായങ്ങളെ നിങ്ങൾ എടുത്തുകൊള്ളുക. നിങ്ങളുടെ എല്ലാ പഴയ കെട്ടിക്കിടക്കുന്ന കുളങ്ങളെയും നിങ്ങൾ എടുത്തുകൊള്ളുക. എന്നാൽ ഞാൻ ഈ ഉറവയിലേക്ക്, ആ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലേക്കല്ല, ഈ ഉറവയിലേക്ക് വരട്ടെ. അവൻ നിറഞ്ഞിരിക്കുന്നിടത്തേക്ക് ഞാൻ വരട്ടെ. അവൻ എന്റെ ആനന്ദമാകുന്നു, അവൻ എന്റെ പ്രകാശമാകുന്നു, അവൻ എന്റെ ബലമാകുന്നു, അവൻ എന്റെ ജലമാകുന്നു, അവൻ എന്റെ ജീവനാകുന്നു, അവൻ എന്റെ രോഗശാന്തിക്കാരനാകുന്നു, അവൻ എന്റെ രക്ഷിതാവാകുന്നു, അവൻ എന്റെ രാജാവാകുന്നു. എനിക്ക് ആവശ്യമുള്ളതെല്ലാം ഞാൻ അവനിൽ കണ്ടെത്തിയിരിക്കുന്നു. മറ്റൊരു കാര്യത്തിലേക്ക് എനിക്ക് പോകേണ്ടതിന്റെ ആവശ്യം എന്താണ്? സഹോദര സഹോദരി, ഈ നീരുറവിലേക്ക് ഇന്ന് രാത്രിയിൽ നിങ്ങൾ വരില്ലേ? നിങ്ങൾ എപ്പോഴെങ്കിലും അവിടെ ആയിരുന്നിട്ടില്ലെങ്കിൽ നമ്മുടെ തലകളെ കുനിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രിയിൽ നിങ്ങൾ അതിനെ സ്വീകരിക്കില്ലേ? പൊട്ടിയ കിണറുകൾ ചോരുകയും ലോകം അതിലേക്ക് ഇറ്റു വീണുകൊണ്ടിരിക്കുകയും കളപ്പുരകളിൽ നിന്നും മറ്റുമുള്ള അഴുക്ക് അതിലേക്ക് വീണുകൊണ്ടുമിരിക്കുന്നു. എന്തുകൊണ്ട് ഈ നീരുറവയിൽ, അതായത് ഈ വസ്തുക്കൾക്ക് അതിൽ നിൽക്കാൻ കഴിയാത്തതായി ഈ മഹത്തായതും ഇമ്മാനുവേലിന്റെ ചങ്കിൽ നിന്നൊഴുകുന്നതുമായ രക്തത്താൽ നിറഞ്ഞ നീരുറവ എടുക്കുകയില്ലേ? ഇന്ന് രാത്രിയിൽ അതെന്തുകൊണ്ടാണ് നിങ്ങൾ സ്വീകരിക്കാത്തത്? ഈ ഉണങ്ങിയതും ദാഹിക്കുന്നതുമായ ദേശത്ത് ഇന്ന് രാത്രിയിൽ ദൈവം നമ്മെ സഹായിക്കാനിടയാകട്ടെ. അത് പ്രവാചകൻ പറഞ്ഞതുപോലെ അവൻ ക്ഷീണമുള്ള ദേശത്ത് വൻപാറയാകുന്നു, ആ നീരുറവ അവനാകുന്നു. ഇപ്പോൾ നാം പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ അവങ്കിലേക്ക് ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ കടന്നു വരില്ലേ? സ്നേഹവാനായ സ്വർഗീയ പിതാവേ, ഈ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നത് പോലെ അവിടെ വേറെ യാതൊരു നീരുറവയുമില്ല. യേശുവിൻ രക്തമല്ലാതെ ഒരു നീരുറവെ ഞാൻ അറിയുന്നില്ല. ഞാൻ അവിടെ ജനിച്ചിരുന്നു, ഞാൻ അവിടെ വളർത്തപ്പെട്ടിരുന്നു. ഞാൻ അവിടെ ജീവിക്കാനും അവിടെ മരിക്കാനും അവിടെ തന്നെ വീണ്ടും ഉയർത്തെഴുന്നേൽക്കാനും അവന്റെ സന്നിധിയിലായിരിക്കാനും ആഗ്രഹിക്കുന്നു. എല്ലായ്പ്പോഴും കർത്താവേ, ഞാൻ നിന്റെ സന്നിധിയിലായിരിക്കട്ടെ. കാരണം മറ്റ് യാതൊന്നും ഞാൻ അറിയുന്നില്ല. ഒരു മതവിശ്വാസമോ ഒരു സ്നേഹമോ അല്ല, ഒരു സ്നേഹവുമില്ല, എന്നാൽ ക്രിസ്തുവാകുന്നു. ഒരു മതസംഹിതയില്ല, എന്നാൽ ക്രിസ്തുവാകുന്നു. വേദപുസ്തകമല്ലാതെ ഒരു പുസ്തകവുമില്ല, മറ്റ് യാതൊന്നും തന്നെയില്ല. അവനെ കഴിഞ്ഞ് വേറെ യാതൊരു ആനന്ദവുമില്ല. എന്നിൽ നിന്നും അവനെ എടുക്കൂ. ഓ ദൈവമേ, എത്രമാത്രം ലോകം എനിക്ക് അവകാശപ്പെട്ടിരിക്കുന്നു എന്നത് ഞാൻ കാര്യമാക്കുന്നില്ല. അതപ്പോഴും മരിച്ചിരിക്കും. എന്റെ തലമേൽ കൈവച്ചുകൊണ്ട് ഞാൻ ചുറ്റിത്തിരിഞ്ഞ് നടക്കും. എന്നെ അവനിൽ നിന്നും എടുക്കൂ കർത്താവെ, ഞാൻ പോയി കഴിഞ്ഞിരിക്കും. അവൻ എന്നിലായിരിക്കട്ടെ. അപ്പോൾ ഡിസംബറും മെയ് മാസം പോലെ ആനന്ദപ്രദമായിരിക്കും. അപ്പോൾ ഒരു ചൂട് സ്ഥലമോ വരണ്ട സ്ഥലമോ ഉണ്ടായിരിക്കില്ല. മരണത്തിന് പോലും ജയമുണ്ടായിരിക്കില്ല. അവനെ ഞങ്ങൾക്ക് സമൃദ്ധിയായിട്ട് ഇന്ന് രാത്രിയിൽ ഓരോ വിശ്വാസിക്കും അവർ ഈ മുറിയിൽ കാത്തിരിക്കുമ്പോൾ കൊടുക്കണമേ. വളരെയധികം പേർക്ക് ഇന്ന് രാത്രിയിൽ വാഹനം ഓടിച്ചുകൊണ്ട് പോകേണ്ടതായിട്ടുണ്ട്. അങ്ങനെ അവർ അവരുടെ വീടുകളിലേക്ക് പോകുമ്പോൾ
ഞാൻ ആ നീരുറവയിൽ ജീവിക്കുന്നു എന്ന വിചാരത്തോടു കൂടി പോകാനിടയാക്കണമേ. I'm living there. നാഴികതോറും പുതുതായി കുടിച്ചുകൊണ്ട് ഞാൻ അവിടെ ജീവിക്കുന്നു. അങ്ങനെ ഇതുവരെയും അവർ അത് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അവർ അവനെ സ്വീകരിക്കാൻ ഇപ്പോൾ ഇടയാക്കണമേ. അതിനാൽ ആ നീരുറവ അവനോടൊപ്പം തന്നെ എടുത്തുകൊണ്ടുപോകാൻ കഴിയും. I'll go with you. ഞാൻ നിന്നോടൊപ്പം ലോകാവസാനത്തോളം നിന്നോടുകൂടെയുമായിരിക്കും. പിതാവേ, ഈ കാര്യങ്ങൾ അനുവദിച്ചു തരണമേ. And now while we have ഇപ്പോൾ നമ്മുടെ തലകളെ വണങ്ങിയിരിക്കുമ്പോൾ ഇന്ന് രാത്രിയിൽ ആരെങ്കിലും ഇവിടെ അല്ലെങ്കിൽ കർത്താവെ എന്നെ ഇപ്പോൾ തന്നെ ആ നീരുറവിലേക്ക് കൊണ്ടുപോകണമെന്ന് പറയാൻ എത്ര പേർ ആഗ്രഹിക്കുന്നു? ഞാൻ കേൾക്കുന്നതിന് വേണ്ടി മാത്രമായിട്ട് ഒരിക്കലും ഇവിടേക്ക് വന്നിട്ടില്ല. ഞാനിവിടെ എന്തോ ഒന്ന് കണ്ടുപിടിക്കുന്നതിനായി വന്നിരിക്കുന്നു. കർത്താവെ, ഞാൻ നിന്നെ കണ്ടുകിട്ടുന്നതിനായി ഇവിടേക്ക് വന്നിരിക്കുന്നു. ഇന്ന് രാത്രിയിൽ തന്നെ നിന്നെ എനിക്ക് ആവശ്യമായിരിക്കുന്നു. എന്റെ ഹൃദയത്തിലേക്ക് ഇപ്പോൾ തന്നെ കടന്നു വരണമേ. കർത്താവെ, നീ അത് ചെയ്യുമോ? God bless you. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. Father, you've seen the പിതാവെ, ഈ ഭിത്തിക്ക് ചുറ്റുപാടും മുകളിലായും മറ്റു മുറികളിലായും പുറത്തായും ഉയർന്നിരിക്കുന്ന ഈ കരങ്ങളെ നീ കണ്ടിരിക്കുന്നുവല്ലോ. പിതാവെ, നീ അവരെ കണ്ടിരിക്കുന്നു. അവർക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളെയും നീ അവർക്ക് നൽകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരുപക്ഷെ അവർ ചില പഴയ കിണറുകളിൽ നിന്ന് കുടിച്ചിരിക്കുന്നു എന്നിരിക്കാം കർത്താവെ. ചിലപ്പോൾ ഏതെങ്കിലും പകുതി വഴിക്ക് വന്നിട്ട് അവിടെ നിന്നിട്ട് അവിടെ ആരെങ്കിലും ഒരു കിണർ കുഴിച്ചെടുത്തെന്നിരിക്കാം. അതെല്ലാ വിധത്തിലുമുള്ള വിചിത്രമായ ഉപദേശങ്ങളാലും വചനത്തെ നിരാകരിക്കുന്നതിനാലും മലിനമാക്കപ്പെട്ടിരിക്കുന്നു. ദൈവമേ, ഇന്ന് രാത്രിയിൽ ആ നീരുറവയായ ജീവന്റെ നീരുറവയായ അവങ്കിലേക്ക് വരുവാൻ ഇടയാക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിതാവെ, അനുവദിക്കണമേ. അവരെ ഇപ്പോൾ നിന്റെ കരങ്ങളിലേക്ക് യേശുവിന്റെ നാമത്തിൽ ഫലമേൽപ്പിക്കുന്നു. എന്റെ നാമത്തിൽ നിങ്ങൾ എന്ത് ചോദിച്ചാലും ഞാൻ നിങ്ങൾക്ക് തരുമെന്ന് നീ എന്നോട് പറഞ്ഞിരിക്കുന്നു. അത് നടക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ലെങ്കിൽ ഇപ്പോൾ കർത്താവെ, ഞാനിത് ചോദിക്കുമായിരുന്നില്ല. അത് ഞാൻ വെറും ഒരു ആചാരമര്യാദ പ്രകാരം പറയുന്നതായിരിക്കും. എന്നാൽ ഞാൻ ആത്മാർത്ഥതയോടെ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നീ വാഗ്ദത്തം ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി അനുവദിച്ചു തരുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഇപ്പോൾ ഇന്ന് രാത്രിയിൽ ആ കിണറ്റിൽ നിന്നും ഞാൻ അവരെ എടുത്തു മാറ്റുന്നു. അവർക്ക് തൃപ്തി കിട്ടാതെ അവർ കുടിച്ചുകൊണ്ടിരുന്ന ഈ സ്ഥാനത്ത് നിന്നും അവരെ ഈ നീരുറവിലേക്ക് ഞാൻ എടുത്തുകൊണ്ടുപോകുന്നു. ഞാനത് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചെയ്യുന്നു. കർത്താവെ, അവർ നിന്റേതാകുന്നു. അവർ നിന്നിൽ നിന്ന് ജീവജലത്തിന്റെ ഉറവിൽ നിന്ന് കുടിക്കാനിടയാക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. കർത്താവെ, അനുവദിക്കണമേ. Oh, precious is that flow that makes me white as snow. No other fount I know, nothing but the blood of Jesus. Oh, what can wash away my sin? Nothing but the blood of Jesus. Oh, what can make me whole again? Nothing but the blood of Jesus. ഓ യേശുവേ, ഇവരെ സുഖപ്പെടുത്തണമേ. കർത്താവെ, ഇത് അനുവദിച്ചു തരണമേ. കർത്താവെ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ദൈവമേ, ഞാൻ പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് എല്ലാ കാര്യങ്ങളെയും അറിയുന്നുവല്ലോ. അതിനെപ്പറ്റി ചിന്തിച്ചു നോക്കുക. മറ്റ് യാതൊരു ഉറവയും ഞാൻ അറിയുന്നില്ല. അവനെയല്ലാതെ മറ്റ് യാതൊന്നും ഞാൻ അറിയുന്നില്ല. അവനെയല്ലാതെ മറ്റ് യാതൊന്നിനെയും അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഓ, യേശുവിന്റെ രക്തമല്ലാതെ യാതൊന്നുമില്ല. നാം അത് പാടിക്കൊണ്ടിരിക്കുമ്പോൾ തമ്മിൽ നാം കൈകളെ പിടിച്ചു കുലുക്കാം. നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുന്നുണ്ടോ? ആരെങ്കിലും ഇവിടെ എന്തെങ്കിലും മറ്റൊരാളോട് എതിരായിട്ടുള്ളവരായിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അത് ശരിയായിക്കൊള്ളൂ. അത് ചെയ്യില്ലേ? അതേപോലെ നാം ഇവിടെ വിട്ടു പോകാൻ ഇടയാക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും ആരോടെങ്കിലും വിരുദ്ധമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പോയിട്ട് ഇപ്പോൾ തന്നെ അത് ശരിയാക്കിക്കൊള്ളുക. സഹോദര, സഹോദരി, ഞാൻ നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു, എന്തെങ്കിലും വിചാരിച്ചു, ഞാനത് ചെയ്യാൻ അർത്ഥം വെച്ചിരുന്നില്ല, എന്നോട് ക്ഷമിക്കണമെന്ന് പോയിട്ട് പറയാനുള്ള അവസരം ഇപ്പോൾ തന്നെയാണ്. നോക്കൂ, ആ രീതിയിലാണത് ചെയ്യുന്നത്. ആ നീരുറവ എല്ലാ സമയത്തും നമ്മുടെ ഇടയിലായിരിക്കട്ടെ. Other fount I know, nothing but the blood of Jesus. Oh, precious is the flow that makes me white as snow. Oh, no other
any ഓ, അവൻ അത്ഭുതവാനല്ലേ? no other fountain. മറ്റ് യാതൊരു ഉറവയുമില്ല. മറ്റ് കാര്യങ്ങളുമായി നമ്മെ തന്നെ നാം മലിനപ്പെടുത്തുന്നതുമില്ല. We have separated, left the നാം world വേർപെടുത്തപ്പെട്ടിരിക്കുന്നു. ലോകത്തെ പിന്നിലാക്കിയിരിക്കുന്നു. മിസ്രൈമിലെ വെളുത്തുള്ളിയും പൊട്ടക്കിണറുകളും ഇനിയും നമുക്ക് ആവശ്യമില്ല. We're ആ അടിയേൽക്കപ്പെട്ട പാറയായ കർത്താവ് യേശുവിനോടൊപ്പം നാം യാത്രയിലായിരിക്കുന്നു. ആമേൻ. eating man. മുകളിൽ നിന്നുള്ള മന്ന തിന്നുകയും കുടിക്കുകയും മാലാഖമാരുടെ ഭക്ഷണം കഴിക്കുകയും പാറയിൽ നിന്ന് കുടിക്കുകയും ചെയ്യുന്നു. ആമേൻ. No other fount I know, nothing but the blood of Jesus. Let's bow our heads, ഇപ്പോൾ നമ്മുടെ തലകളെ വണങ്ങാം. praying that God ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിച്ചിട്ട് അവന്റെ കൃപയും ദയവും കടന്നു വരുന്ന ആഴ്ചകളിൽ കൂടി നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. And if anything should happen, that one of you may കൂടാതെ slip എന്തെങ്കിലും beyond സംഭവിക്കുകയാണെങ്കിൽ the veil now, നിങ്ങളിൽ ഒരാൾ ചിലപ്പോൾ ആ just തിരശ്ശീലയ്ക്ക് അപ്പുറത്ത് remember കടന്നിരിക്കാം. that it's only അത് നാം a തമ്മിൽ few വീണ്ടും hours കണ്ടുമുട്ടുന്നതുവരെ of sleep and കുറച്ചു rest. നേരത്തെ ഉറക്കം മാത്രമാണെന്ന് ഓർക്കുക. Remember that ഓർക്കുക, they which are alive അതായത് and ജീവനോടെ remain shall ശേഷിക്കുന്നവരായ not നാം hear those നിദ്ര which കൊണ്ടവർക്ക് are മുമ്പാകെയില്ല. കാരണം ദൈവത്തിന്റെ കാഹളം, അതായത് അവസാനത്തെ കാഹളം, ആറാമത്തെ കാഹളം ഇപ്പോൾ ഊതിയിരിക്കുന്നു. And that last trumpet, കൂടാതെ ആ അവസാനത്തെ കാഹളം അവസാനത്തെ മുദ്രയെ പോലെ കർത്താവിന്റെ വരവായിരിക്കും. അത് ശബ്ദമുണ്ടാക്കുകയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. ആ സമയം വരെ വിശ്രമിക്കുക മാത്രമാണ്. And if you should get hurt, നിങ്ങൾക്ക് വേദന അനുഭവപ്പെടുകയാണെങ്കിൽ ഓർക്കുക, യേശുവിൻ നാമത്തെ എല്ലാ കണിയിൽ നിന്നും പരിചയമായിട്ട് നിന്നോടൊപ്പം എടുത്തുകൊള്ളുക. And when temptations around you gather, just പരീക്ഷകളാൽ നീ വടയപ്പെടുമ്പോൾ ആ വിശുദ്ധ നാമം പ്രാർത്ഥനയിൽ ശ്വസിക്കുക. devils will പിശാചുക്കളോടും അടുത്ത ഞായറാഴ്ച രാവിലെ നിങ്ങൾ ഇവിടെ കണ്ടുമുട്ടുമെന്ന് ഞങ്ങൾ ആശിക്കുന്നു എന്ന കാര്യം ഓർക്കുക. രോഗികളും പീഡിതരമായവരെ കൊണ്ടുവരിക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളത് ചെയ്യില്ലേ എങ്കിൽ ആമേൻ പറയുക. I'll pray ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. name in prayer. Precious name, precious name. Oh, how sweet. Oh, what earth and joy of heaven. Precious name. Oh, how sweet. Oh, what earth and joy of heaven. At the name of Jesus bowing, falling prostrate at his feet. King of kings in heaven will crown him. Oh, when our journey is complete. Precious name, precious name. Isn't it sweet? അത് മധുരവും precious? വിലയേറിയതുമല്ലേ? Father and joy of heaven. Precious name, precious name. Oh, how sweet. Oh, Father and joy of heaven. It's always നിങ്ങളെ so വിട്ടു hard പിരിയുന്നതെല്ലാം to എപ്പോഴും വളരെ കഠിനമാണ്. Although I know you're burning up. നിങ്ങളും കത്തുകയാണെന്ന് എനിക്കറിയാമെന്നിരിക്കലും എന്തോ അതിനെക്കുറിച്ച് ഒരു വാക്യം കൂടെ നമുക്ക് അതിനെക്കുറിച്ചാകാം. നിങ്ങളത് ചെയ്യുമോ? നിങ്ങളത് ചെയ്യുമോ? ആ കൂട്ടിക്കെട്ടുന്നതായ കെട്ടുകൾ വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ സഹോദരി. ആ പഴയ പാട്ട് എത്ര പേർക്കറിയാം? വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളത് പാടിയിരുന്നു. I think of tonight, two hands. ഈ 100ഓളം പേരിൽ 2 കരങ്ങൾ നമ്മെ വിട്ടുപോയിരിക്കുന്നത് ഞാൻ ഓർക്കുകയായിരുന്നു. When we used to sing that song around the ആ കൂട്ടിക്കെട്ടുന്നതായ കെട്ടുകൾ വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ എന്ന് ഞങ്ങൾ ഈ കൂടാരത്തിൽ പാടുകയും തമ്മിൽ കൈകൾ കോർക്കുകയും ചെയ്തിരുന്നു. ഇവിടെയുള്ള ഈ സെമിത്തേരിയിൽ ഞാൻ വളരെ പേരെ അടക്കിയിരിക്കുന്നു. They're waiting. അവർ കാത്തിരിക്കുന്നു. ഞാൻ അവരെ വീണ്ടും കാണും. I see them once in a ഞാൻ while. തിരശ്ശീലയ്ക്ക് അപ്പുറത്തേക്ക് നോക്കുമ്പോൾ വല്ലപ്പോഴും ഒരിക്കൽ ഒരു ദർശനത്തിൽ അവരെ കാണാറുണ്ട്. അവരെല്ലാം അവിടെയായിരിക്കുന്നു. നാം ഇത് പാടുമ്പോൾ നമ്മുടെ തലകളെ വണങ്ങാം. Blessed be the our hearts in Christian love, the fellowship of is like to that love. When we reach over and get over somebody's hand. ഇപ്പോൾ മുമ്പോട്ട് ചെന്നിട്ട് ആരുടെയെങ്കിലും കൈകൾ പിടിച്ചു കുലുക്കുക. ഇപ്പോൾ നിങ്ങളുടെ തലകളെ വണങ്ങുക. It give us inward pain, but we shall still
be joined in heart and hope to be again. നമ്മുടെ തലകളെ വണങ്ങിക്കൊണ്ടിരിക്കുക. ഞാൻ ഈ യോഗത്തെ പിരിച്ചുവിടുന്നതിനായി പാസ്റ്ററിന്റെ കൈകളിലേക്ക് കൊടുക്കുന്നു.